ഫൗണ്ടേഷൻസ്, അടിസ്ഥാനങ്ങളെന്ന് പറഞ്ഞതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ അധ്യായത്തിൽ പറയുന്ന പാപം എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, ആദ്യത്തെ അധ്യായങ്ങളിൽ, ഉൽപ്പത്തിയുടെ ആദ്യത്തെ അധ്യായങ്ങളിൽ പറയുന്ന പാപം എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. എന്നാൽ നമ്മുടെ പഠനം പൊതുവെ റോമാലേഖനത്തെ ആസ്പദമാക്കിയായിരിക്കും. കാരണം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തിരിക്കുന്ന റോമാലേഖനത്തിലാണ്. അതിൻ്റെ ഒരു കാരണം, പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങൾ എഴുതുമ്പോൾ ഓരോ ലേഖനവും എഴുതുന്നതിനൊരു പശ്ചാത്തലമുണ്ട്, ഓരോ സഭയുടെ പ്രശ്നങ്ങളുണ്ട്. അതിനെ നേരിടാൻ വേണ്ടിയാണ് പല ലേഖനങ്ങളും എഴുതുന്നത്. എന്നാൽ റോമാലേഖനം കർത്താവിലുള്ള നമ്മുടെ രക്ഷയെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി മാത്രം എഴുതിയൊരു ലേഖനമാണ്. അവിടെ വേറൊരു പ്രശ്നവുമില്ല. റോമാ സഭയോട് എന്താണ് സുവിശേഷമെന്നും സുവിശേഷത്തിലൂടെ മനുഷ്യർ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നതെന്നും പാപം, നീതി, ന്യായവിധി, തേജസ്കരണം ഇതൊക്കെ എന്താണ് എന്ന് വിശദീകരിക്കാനുള്ള ഒരവസരമാണ് പൗലോസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 16 വലിയ അധ്യായങ്ങളിൽ രക്ഷയുടെ അടിസ്ഥാനങ്ങൾ തന്നെയാണ് പൗലോസ് വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രക്ഷയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു പുസ്തകം എബ്രായ ലേഖനമാണ്. എബ്രായ ലേഖനത്തിൻ്റെ ചില അധ്യായങ്ങൾ വളരെ നിർണായകമാണ് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ. ഫൗണ്ടേഷൻസ് ആയിട്ട് പഠിപ്പിക്കാൻ ഉപയോഗിക്കേണ്ട ലേഖനങ്ങളാണ് ഇതെല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ പൊതുവായി നമ്മുടെ ചിന്തകൾ, ഇതെല്ലാം ആസ്പദമാക്കി ആയിരിക്കും. എങ്കിലും ആരംഭിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നിന്നാണ്. ഇതൊരു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തൽ ഉൾപ്പെടുന്ന ഒരു വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. അതിങ്ങനെയാണ്: അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഇത് വളരെ വിചിത്രമായ ഒരു പരിചയപ്പെടുത്തലായിട്ട് ഒരുപക്ഷെ നമുക്ക് അനുഭവപ്പെട്ടേക്കാം. കാരണം ലോകത്തിൽ ആരും ഇങ്ങനെ ഒരാളെ അവനിൽ ജീവനുണ്ടെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താറില്ല. ഞാനിന്ന് രാവിലെ ട്രെയിനിൽ യാത്ര ചെയ്താണ് രാവിലെ വന്നത്. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുകയാണെന്ന് വിചാരിച്ചോളൂ. എൻ്റെ അടുത്ത് ട്രെയിനിലിരുന്ന ഒരാളുണ്ടായിരുന്നു, ആ ആൾക്ക് ജീവനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ അതെന്ത് രസകരമായിരിക്കും. കാരണം നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് പരിചയപ്പെടുത്തലാണ്, അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണോ പരിചയപ്പെടുത്താമോ, വേറെ എന്തെങ്കിലും പറഞ്ഞൂടെ അല്ലേ? അതൊരു വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു പരിചയപ്പെടുത്തലാണ്. എന്നാൽ ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചോ, എൻ്റെ സീറ്റിനടുത്ത് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു, അയാൾക്ക് ജീവൻ ഇല്ലായിരുന്നു എന്ന് പറയുമായിരുന്നെങ്കിൽ അതിനകത്ത് സം ന്യൂസ് ഉണ്ട്. കാരണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഓ അങ്ങനെയായിരുന്നോ, എന്ത് പറ്റി, നിങ്ങൾ പോലീസിനെ അറിയിച്ചോ, TTE വിളിച്ചോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഒരാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന് പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ നിങ്ങൾ ഇത്രയും പേരെ കാണുന്നു, അവരോട് പറയാണ് ഞങ്ങളിന്ന് കുറേ ആൾക്കാരെ കണ്ട്, അവർക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ജീവൻ ഇല്ലായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം, ജീവൻ ഉണ്ടായിരുന്നു എന്ന്. ഈ യോഹന്നാൻ യേശുവിൻ്റെ കൂടെ ജീവിച്ച 65 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സുവിശേഷം എഴുതുന്നത്. സുവിശേഷം എഴുതുമ്പോൾ യോഹന്നാൻ അതാരോടാണോ എഴുതിയത് അവരോട് പറയാണ്, കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ കൂടെ ഒരാൾ 65 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു, ആ ആൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. ഇത് ഭയങ്കരമായൊരു വെളിപ്പാടാണ്. ഇത്രയും നാളുകൾക്ക് മുൻപ് ഞങ്ങളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു, അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. അപ്പോൾ കേൾക്കുന്ന ആൾക്കാർ ചോദിക്കും, അത് കൊള്ളാമല്ലോ, ആ മനുഷ്യന് ജീവൻ ഉണ്ടായിരുന്നു പറയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് ജീവനില്ലേ? ഈ നമുക്ക് ജീവനില്ലേ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഈ യോഹന്നാൻ 1:4 2-ാം ഭാഗം ആരംഭിക്കുന്നത്. ജീവൻ മനുഷ്യരുടെ വെളിച്ചം ആയിരുന്നു. അപ്പോൾ ജീവൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കണം? വെളിച്ചമായിരിക്കണം. വെളിച്ചമായിരിക്കണം എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണെങ്കിലും വെളിച്ചത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? വെളിച്ചം ഇരുളിലാണ് പ്രകാശിക്കുന്നത്. ഇരുളിൽ പ്രകാശിക്കാൻ വെളിച്ചത്തിന് കഴിവുണ്ട്. ഇപ്പം നമുക്കറിയാം, പണ്ട് ചെറുപ്പകാലത്തൊക്കെ നമ്മൾ, നിങ്ങളുടെയൊക്കെ പലരുടെയും പല പ്രായത്തിലുള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് വാച്ച് വാങ്ങിക്കുമ്പം ആദ്യം ചെയ്യുന്ന പണി ഇതിനകത്ത് റേഡിയം ഡയലുണ്ടോ, പ്രകാശിക്കുമോ എന്നറിയാൻ വേണ്ടി ഇരുട്ടത്ത് പിടിച്ച് നോക്കുമായിരുന്നു. ആദ്യത്തിൽ വെളിച്ചം അടിച്ച് നോക്കുക, എന്നിട്ട് ഇരുട്ടത്ത് പോയി ഇങ്ങനെ നോക്കും അതിനകത്ത് വെളിച്ചമുണ്ടോ. കാരണം ഇരുട്ടുണ്ടെങ്കിൽ മാത്രമേ വെളിച്ചമുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കുള്ളൂ. ഇരുട്ടില്ലാതെ വെളിച്ചമുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾ രാത്രിയിലൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ റോഡിൻ്റെ 2 സൈഡിലും റിഫ്ലക്റ്റേഴ്സ് സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പല കളർ, യെല്ലോ, റെഡ് ആൻഡ് വൈറ്റ്. നിങ്ങൾക്ക് ഇങ്ങനെ ലൈറ്റ് കാണാം റോഡിൻ്റെ 2 സൈഡിൽ, ചിലപ്പോൾ റോഡിന് നടുക്കോടെയും കാണാം. ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ആദ്യമൊക്കെ ഇത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രമാത്രം എനർജി ഇതിൻ്റെ ബാറ്ററി ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ആദ്യം ആലോചിച്ചു. പിന്നെയാണ് മനസ്സിലായത്, എൻ്റെ വണ്ടിയുടെ ലൈറ്റ് ഓഫ് ചെയ്യുമ്പം ഇതെല്ലാം ഓഫ് ആവുക. കാരണം ഇരുട്ടത്ത് പ്രകാശിക്കുന്നില്ല. അതിനർത്ഥം എന്താ? അതിൽ വെളിച്ചമില്ല. നമ്മൾ കൊടുക്കുന്ന വെളിച്ചം പ്രതിഫലിപ്പിച്ച് തരുന്നതേ ഉള്ളൂ, റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നതേ ഉള്ളൂ, അതിനകത്ത് വെളിച്ചമില്ല. അപ്പോൾ യോഹന്നാൻ പറയാണ്, ജീവൻ എന്ന് പറഞ്ഞാൽ വെളിച്ചം പോലെയാണ്,
അത് ഇരുട്ടത്ത് പ്രകാശിക്കണം. വെളിച്ചത്തിൽ പ്രകാശിച്ചാൽ പോരാ. എന്ന് പറഞ്ഞാൽ ചിരിക്കുന്നവരുടെ അടുത്ത് മാത്രം ചിരിച്ചാൽ പോരാ. അത് വേദനയും ഞെരുക്കമുള്ളപ്പോഴും ഉപദ്രവവും ശത്രുക്കളുള്ളപ്പോഴും പാപികളെ കാണുമ്പോഴും എല്ലാം ചിരിക്കാൻ പറ്റണം, സ്നേഹിക്കാൻ പറ്റണം. എന്ത് ഇരുട്ടിലും അണഞ്ഞു പോകാൻ പാടില്ല. ഒരു ഇരുട്ടിനും കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. ഏത് കൂരിരുട്ടിൽ ചെന്നാലും ഒരു ചെറിയ മെഴുകുതിരി ഉണ്ടെങ്കിൽ ആ കൂരിരുട്ടിനെ അതിനെ അണച്ചു കളയാൻ സാധിക്കില്ല. കാരണം ആ വെളിച്ചം അപ്പോൾ പ്രകാശിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ അതിന് ജീവനുണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് യോഹന്നാൻ പറയുന്നത്. അപ്പോൾ ജീവൻ്റെ ഏറ്റവും വലിയ ലക്ഷണം അതിന് ഇരുളിനാൽ പരീക്ഷിക്കപ്പെടാൻ സാധിക്കും. ഇരുളിന് അതിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. യേശുവിൻ്റെ ജീവൻ എപ്പോഴും അങ്ങനെ ആയിരുന്നു. യേശുവിൻ്റെ ജീവൻ ഏത് സാഹചര്യത്തിലും ഒരുപോലെ ആയിരുന്നു. ക്രൂശിലായാലും, ആഹാരം കഴിക്കുമ്പോഴായാലും, ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോഴായാലും ആ വെളിച്ചം ഒരിക്കലും അണയ്ക്കാൻ എത്ര വലിയ തിന്മയ്ക്കും കഴിയുകയില്ലായിരുന്നു. എന്നാൽ നമ്മളങ്ങനെയല്ല. നമ്മൾ ചിരിക്കുന്നവരുടെ മുമ്പിൽ ചിരിക്കുകയും സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ സ്നേഹിക്കുകയും നമ്മളോട് ദേഷ്യമുള്ളവരുടെ മുൻപിൽ വരുമ്പോൾ നമ്മുടെ വെളിച്ചം അറിയാതെ അണഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രതിഭാസത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, ഞങ്ങൾ യേശുവിൽ കണ്ട ഒരു വെളിച്ചം വേറൊരിടത്തും കണ്ടിട്ടില്ല. അപ്പോൾ യേശുവിൻ്റെ ജീവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് എല്ലായിടത്തും തെളിഞ്ഞു നിൽക്കുന്ന വെളിച്ചം. അപ്പം നമുക്ക് അറിയാം, എന്നെ ഒരാൾ നോക്കി ചിരിക്കുമ്പോൾ എനിക്ക് തിരിച്ചിരിക്കാൻ എളുപ്പമാണ്. പക്ഷെ എന്നെ നോക്കി മുഖം വക്രിപ്പിച്ചിട്ട് പോകുന്ന ഒരാളെ നോക്കി ചിരിക്കുക എന്ന് പറയുന്നത് ഒരു ഇത്തിരി പ്രയാസമാണ്. കാരണം അവിടെ നിന്ന് ഇരുൾ വരുമ്പോൾ എൻ്റെ കയ്യിൽ ഇരുളേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ ആരാന്ന് അവന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അവൻ അങ്ങനെ പെരുമാറിയപ്പോൾ അവൻ ഇരുളായിരുന്നെങ്കിൽ അതിനേക്കാളും നല്ല ഇരുൾ എൻ്റെ അടുത്തുണ്ടെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത് ഇരുളുകളുടെ മത്സരമാണ്, വെളിച്ചത്തിൻ്റെ മത്സരമല്ല. വെളിച്ചത്തിൻ്റെ മുമ്പിൽ ഇരുളിന് മത്സരിക്കാൻ പറ്റത്തില്ല. അപ്പം ക്രിസ്തുവിൻ്റെ ജീവൻ എന്ന് നമുക്ക് ദാനമായി ലഭിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവൻ ഇരുളിലും പ്രകാശിക്കുന്ന ജീവനാണ്. അതങ്ങനെയാണോ എന്ന് ഇരുളിനാൽ പരീക്ഷിക്കപ്പെടും. അവിടെ നമ്മൾ തോൽക്കുകയുമില്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവനെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇതിനോട് ചേർന്ന ഒരു സംഭവം യേശുവിൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഒരു ദിവസം കർത്താവ് യെരുശലേമിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു. വഴിയരികിൽ ഒരു അത്തിമരം നിൽക്കുന്നത് അവൻ കണ്ടു. അടുത്ത് ചെന്നപ്പോൾ ആ അത്തിമരത്തിൽ ഇലകളല്ലാതെ ഫലമൊന്നും കണ്ടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി മേലിൽ നീ ആർക്കും ഫലം കൊടുക്കാതെ പോകട്ടെ. ഇത് വളരെ സ്ട്രേഞ്ചാണ് അല്ലേ? അതിന് കാരണം അതിന് താഴെ എഴുതിയിട്ടുണ്ട്, അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ല. ഈ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാത്ത ഒരു സമയത്ത് യേശു ചെന്നിട്ട് അത്തിപ്പഴത്തോട് പഴം എക്സ്പെക്റ്റ് ചെയ്ത് പ്രതീക്ഷിച്ച് തന്നെ തെറ്റ്, പ്രതീക്ഷിച്ചിട്ട് ഇതില്ലാതെ പോയപ്പോൾ ഇനി ആർക്കും പഴം കൊടുക്കരുതെന്നും പറഞ്ഞ് അതിനെ ശപിച്ചതും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തെറ്റായിട്ടേ തോന്നുള്ളൂ. എങ്കിലും ഞാനത് വളരെ നാളുകൾ ആലോചിച്ചു, കർത്താവ് എന്താ നീ ഇങ്ങനെ ചെയ്തത്? ആ മരം എന്ത് ചെയ്തു? അത് സീസൺ അല്ലായിരുന്നല്ലോ. അത് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. ചില ആൾക്കാർ പറയുന്ന സീസൺ അല്ലായിരുന്നെങ്കിലും അതിനകത്ത് അത്തിപ്പഴം കാരണമായിരുന്നു എന്നാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് സീസൺ അല്ലായിരുന്നു എന്ന് പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല. സീസൺ അല്ലായിരുന്നു എന്ന് പ്രത്യേകിച്ച് എഴുതാൻ കാരണം ആ സമയത്ത് അതിൽ അത്തിപ്പഴം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പം അത്തിപ്പഴം പ്രതീക്ഷിക്കപ്പെടാതിരുന്ന ഒരു കാലത്ത് യേശു ചെന്നിട്ട് പറയാണ്, എൻ്റെ കയ്യിൽ അത്തിപ്പഴം ഇല്ലല്ലേ, ഇനി മേലെ നീ ആർക്കും അത്തിപ്പഴം കൊടുക്കാതെ ഫലം കൊടുക്കാതെ പോകട്ടെ. ഞാൻ കുറേ നാൾ ആലോചിച്ചു, എന്താ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? അവസാനം മനസ്സിലായി, കർത്താവ് എപ്പോഴും അങ്ങനെയാണ്. ഒരിക്കലും ഫലത്തിൻ്റെ കാലത്ത് സീസണിൽ വന്ന് ഫലം ചോദിക്കത്തില്ല. ഉദാഹരണത്തിന് എന്നോടിപ്പം കർത്താവ് ഒന്നും ചോദിക്കില്ല, ചേസ് നിൻ്റെ ഫലം എവിടെ ചോദിക്കില്ല. ഞാനിങ്ങനെ ഫലം കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം ഇനി എന്നെക്കുറിച്ച് കുശുമ്പ് പറയുന്ന, പരദൂഷണം പറയുന്ന ഒരാളുടെ അടുത്ത് ഞാൻ ചെല്ലുമ്പം എന്നോട് കർത്താവ് ചോദിക്കും, എന്തിയാ ചേസ് നിൻ്റെ ഫലം? അപ്പം ഞാൻ പറയും, ഇപ്പം സീസൺ അല്ല കർത്താവേ, ഇവൻ പോയി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കർത്താവ് പറയും, സീസണിലല്ലാതെ ഉണ്ടാകാത്ത ഈ പഴം നമുക്ക് താല്പര്യമില്ല, ഇത് നിൻ്റെ ജഡമാണ്, ഇത് ആത്മാവിൽ നിന്ന് വരുന്നതല്ല. ആത്മാവിൽ നിന്ന് വരുന്ന ഫലം സീസണിലും ഫലം കൊടുക്കും, അൺസീസണിലും അതുണ്ടാകും. അൺസീസണിൽ പരീക്ഷിക്കപ്പെടുമ്പോഴും ഫലം നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ക്രിസ്തുവിൻ്റെ ഫലം എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇതുകൊണ്ടാണ് നമുക്ക് ജീവനില്ല എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നത്. യേശുക്രിസ്തു പറയുന്നു, എൻ്റെ ശരീരം തിന്നുകയോ എൻ്റെ രക്തം കുടിക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്തില്ല? ജീവനില്ല. അപ്പം ജീവൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ് നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ജീവൻ എന്താണ് എന്നതിനെക്കുറിച്ചൊരു ചിത്രം നമുക്കിവിടെ കാണാം. ലോകത്തുള്ള സകല സൃഷ്ടിയും പൂർത്തിയായ ശേഷം അവസാനമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന ഒരു കാര്യം, മറ്റ് സൃഷ്ടികളെ സൃഷ്ടിച്ചതുപോലെ
അവൻ മനുഷ്യനുണ്ടാകട്ടെ എന്ന് ദൈവം പറയുകയായിരുന്നില്ല. അവനെ മണ്ണിൽ നിന്ന് മെനഞ്ഞുണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതുകയായിരുന്നു. ഇതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഉണ്ടാകട്ടെ എന്ന് പറയാതിരുന്നത്? മനുഷ്യനെ ഉണ്ടാക്കാനാണ് ദൈവം ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത്. ബാക്കി എല്ലായിടത്തും ഉണ്ടാകട്ടെ എന്നൊരു ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ അവൻ്റെ കൈയുടെ അധ്വാനം, നമ്മൾ ദൈവത്തിൻ്റെ കൈയുടെ അധ്വാനമാണ്. അവൻ നമ്മളെ ഉണ്ടാക്കാനാണ് ഏറ്റവും എനർജി ചെലവാക്കിയത്, ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്, പണിയെടുത്തത്. അതെന്തിനു വേണ്ടിയാണ് എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന് ഒരു പ്രാണിയെ പോലെ ശരീരവും പ്രാണനും മാത്രം പോരാ, അവന് അവൻ്റെ പിതാവിനെ, സൃഷ്ടിതാവിനെ തിരിച്ചറിയാനുള്ള ആത്മാവും കൂടെ വേണം. അപ്പോൾ നമ്മൾ ഒരർത്ഥത്തിൽ നോക്കിയാൽ മനുഷ്യന് 3 തലങ്ങളുണ്ട്. ഒന്ന് ഒരു ശാരീരിക തലം, മറ്റൊന്ന് ഒരു മാനസിക തലം, മൂന്നാമതൊരു ആത്മീക തലം. നമ്മൾ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന ആ അവസ്ഥ അല്ലേ? ശരീരം, മനസ്സ്, ആത്മാവ്. ശരീരം, പ്രാണൻ, ആത്മാവ്. ഇതുപോലെ 3 ഭാഗങ്ങളുള്ള വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടോ പഴയ നിയമത്തിൽ നിന്ന്? പഴയ നിയമത്തിൽ നിന്ന് ദൈവം ഒരു ദേവാലയം പണിയാൻ പറയുമ്പോൾ അതിന് 3 ഭാഗങ്ങളാണുള്ളത് അല്ലേ? എന്തൊക്കെയാണ്? അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം. ഇപ്പം നമ്മൾ വെളിയിൽ നിന്ന് നോക്കിയാൽ ആദ്യം കാണുന്ന പ്രാകാരം. അതുപോലെ നമ്മുടെ പ്രാകാരമാണ് നമ്മുടെ ശരീരം. ഓക്കെ, പിന്നെ അതിനടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ മനസ്സ്, വിശുദ്ധ സ്ഥലം. മനസ്സ് വിശുദ്ധമായിരിക്കണം, നമുക്കറിയാം, വിശുദ്ധ സ്ഥലം. എന്നാൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്നത് അതിവിശുദ്ധ സ്ഥലത്താണ്. അത് നമ്മുടെ ആത്മാവാണ്. അപ്പം ദൈവം സത്യത്തിൽ മെനഞ്ഞുണ്ടാക്കിയത് അവന് വസിക്കാനുള്ള ഒരാലയമാണ്. ആ ആലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലം അവന് അധിവസിക്കാനുള്ള സിംഹാസനമായിരുന്നു ആത്മാവ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് മനുഷ്യൻ്റെ രൂപകൽപ്പന. അതേ രീതിയിലാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത് ഈ മന്ദിരം പൊളിപ്പിൻ. അപ്പോൾ യെരുശലേം മന്ദിരവുമായിട്ടാണ് യേശു തൻ്റെ ശരീരത്തെ ഉപമിക്കുന്നത്. മനുഷ്യൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുമ്പോൾ ഈ 3 ഘടകങ്ങളും ഒരേ യൂണിറ്റിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് അത് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ആലയമായിട്ട് മാറുന്നത്. അപ്പോൾ ആത്മാവും ദേഹിയും ദേഹവുമുള്ളൊരു മനുഷ്യനെ ദൈവം എന്തുകൊണ്ട് കൈകൊണ്ട് മെനഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഈ സൃഷ്ടിയെ നിയന്ത്രിക്കാനും ഭരിക്കാനും അവൻ്റെ രാജ്യം സ്ഥാപിക്കാനും മനുഷ്യനിൽ അധിവസിച്ച് മനുഷ്യനിലൂടെ അത് ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഈ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സൃഷ്ടിയായ മനുഷ്യൻ. ഇങ്ങനെ മനുഷ്യനെ തിരഞ്ഞെടുത്ത ശേഷം അപ്പോൾ നമ്മൾ ആദമാണെന്ന് വിചാരിച്ചോ? ഒരു നിമിഷം ചുറ്റും നോക്കിയപ്പോൾ ഇഷ്ടം പോലെ പഴങ്ങളുണ്ട്. നല്ല ഒന്നാന്തരം പഴങ്ങൾ, ഈ കാർബൈഡൊന്നും ഇല്ലാത്ത, വിഷമൊന്നും ഇല്ലാത്ത, നല്ല വിശ്വസിച്ച് കഴിക്കാവുന്ന നല്ല ഒന്നാന്തരം പഴങ്ങൾ നിറഞ്ഞ പലതരം ടേസ്റ്റി ഫ്രൂട്ട്സ് നിറഞ്ഞ ഒരു ഗാർഡൻ, ഒരു പൂന്തോട്ടത്തിൽ ദൈവം അവനെ ആക്കി. എന്നിട്ട് അവനോട് പറഞ്ഞു, ഇവിടെയാണ് പ്രശ്നം, സകല സൃഷ്ടിയുടെ മേൽ അവൻ അധികാരമുണ്ട്. സിംഹങ്ങളും പുലികളും കടുവകളും ആനകളും എല്ലാം ഇവൻ പറഞ്ഞ അനുസരിക്കും. കാരണം ഇവൻ്റെ ശബ്ദത്തിന് എല്ലാ മൃഗങ്ങളും കീഴ്പ്പെടും. കാരണം അവന് അതിനുള്ള അധികാരമുണ്ട്. അവൻ സ്ത്രീയുടെ മകുടമാണ്. എന്നാൽ ഒരൊറ്റ മരത്തിൻ്റെ മേളിൽ മാത്രം അവൻ അധികാരം ഉണ്ടായിരുന്നില്ല. ആ മരത്തിൻ്റെ ഫലം അവന് കഴിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതിൻ്റെ പേരാണ് നന്മ തിന്മകളുടെ തിരിച്ചറിവിൻ്റെ ഫലമുള്ള ആ വൃക്ഷം. ഇതൊരു പക്ഷെ നിങ്ങൾ അവിശ്വാസികളായിരുന്ന കാലത്ത് ഒരു പക്ഷെ ഒരു വലിയ ചോദ്യമായിരുന്നിരിക്കാം. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനൊരു മരം തോട്ടത്തിൻ്റെ നടുവിൽ നട്ടത്? എന്നിട്ട് ഇത് കഴിക്കണ്ട എന്ന് ആദമിനോടും ഹവ്വയോടും പറഞ്ഞ് വിലക്കിയത് എന്ത് കാരണത്തിന് വേണ്ടിയായിരിക്കാം? പല ആളുകളും വിചാരിക്കുന്നത് അവൻ്റെ അനുസരണം പരിശോധിക്കായിരുന്നു എന്നാണ്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. തക്കതായ കാരണങ്ങൾ ദൈവത്തിന് ഉണ്ടായിരുന്നു. ഈ നന്മ തിന്മകളുടെ തിരിച്ചറിവിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ല വൃക്ഷമാണ്. അതെന്തുകൊണ്ട് നല്ല വൃക്ഷമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലൊരു കൊച്ചു കുഞ്ഞുണ്ടാകുമ്പോൾ ഈ കുഞ്ഞിന് നന്മയും തിന്മയൊന്നും അറിയത്തില്ല. 40-45 ദിവസമാകുമ്പം ആ കുഞ്ഞ് അമ്മയെ നോക്കി ചിരിക്കും. അപ്പോൾ അമ്മയെ മനസ്സിലാവും. പിന്നെ ആ കുഞ്ഞിൻ്റെ ലോകത്തിൽ ഈ അമ്മയുണ്ട്. അമ്മയെ മാത്രമേ അറിയുള്ളൂ, നന്മയും തിന്മയൊന്നും അറിയത്തില്ല. അമ്മ എന്ത് പറയുന്നു അതാണ് നന്മ, അമ്മ എന്ത് പറയുന്നില്ല അതാണ് തിന്മ. ഇത്രയാ കുഞ്ഞ് പഠിച്ച് വരുന്നത്. അപ്പം അവൻ വളർന്ന് ഓരോ അവൻ്റെ
അവൻ്റെ ബുദ്ധി വികസിക്കുമ്പോൾ, അവൻ്റെ ബന്ധങ്ങൾ വളരുമ്പോൾ അമ്മയുടെ കൂടെ അപ്പൻ വരും, സഹോദരങ്ങൾ വരും, വല്യമ്മ വരും, വല്യപ്പൻ വരും. അവൻ്റെ ലോകം വലുതാകും. വലുതായി വരുമ്പം ഇവൻ ലോകത്തിൽ ജ്ഞാനം പ്രാപിച്ചു വരുമ്പം ഇവന് ഏറ്റവും അത്യാവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്ന ജ്ഞാനം നന്മതിന്മകളുടെ തിരിച്ചറിവാണ്. ഈ നന്മതിന്മകളുടെ തിരിച്ചറിവ് ഈ കുഞ്ഞിനുണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കുഞ്ഞ് എപ്പോഴും ഒരു അഡൽട്ട് സൂപ്പർവിഷൻ, അതായത് ഒരു മുതിർന്ന ആളുടെ കെയറിൽ മാത്രമേ കുഞ്ഞിന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നന്മയും തിന്മയും തിരിച്ചറിയുന്ന പ്രായം വരെ ഒരു കുഞ്ഞിനെ പരിപാലിക്കാൻ എപ്പോഴും അവൻ്റെ കൂടെ ഒരു മുതിർന്ന വ്യക്തി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളുള്ളവർ ലീവ് എടുത്ത് വീട്ടിലിരിക്കും. കുഞ്ഞിന് സ്കൂളിൽ വിട്ടിട്ട് ജോലിക്ക് പോകാമെന്ന് അമ്മമാർ തീരുമാനിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം ഇവന് തീ ഏതാ, വെള്ളം ഏതാ, ചെയ്യേണ്ടതെന്താ, ചെയ്യേണ്ടാത്തതെന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനൊരു കുഞ്ഞും ഒരു മരവും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ കുഞ്ഞിനെ പഴം പറിച്ചു കൊടുത്തേനെ. കാരണം പഴം പറിച്ചു കൊടുത്തായിരുന്നു ഈ കുഞ്ഞിന് എന്ത് മനസ്സിലായിക്കൊണ്ടേനെ? നല്ലതും ചീത്ത എന്താണെന്ന് മനസ്സിലായിക്കൊണ്ടേനെ. നല്ലതും ചീത്ത എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇവനെ വീട്ടിൽ വിട്ടിട്ട് എനിക്ക് ജോലിക്ക് പോയിരുന്നു. മനസ്സിലായോ? എൻ്റെ അത്യാവശ്യം എന്താണെന്ന്? വളരെ അത്യാവശ്യമായിരുന്നു നമുക്ക്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്പത്തിലെ നന്മയും തിന്മയും മനസ്സിലാക്കിയാൽ പിന്നെ നമുക്കുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ അവൻ്റെ വഴിക്ക് വിട്ടിട്ട് നമുക്ക് നമ്മുടെ വഴിക്ക് പോകാം. എത്രവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ്? പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ദൈവത്തിന് അങ്ങനെ അവൻ്റെ വഴിക്ക് പോകാനൊരു വഴി കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആദമിനെ അവൻ്റെ വഴിക്ക് വിടാനും ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദമിനോട് ദൈവം പറഞ്ഞത്, നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഇരിക്കാം, ഞാൻ നിന്നെ സൂപ്പർവൈസ് ചെയ്തോളാം, നിന്റെ ഉള്ളിൽ ആത്മാവ് ഉള്ളത് കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നോളാം, ഞാൻ പറയുന്ന പോലെ നീ ചെയ്താൽ മതി. അപ്പൊ നിനക്ക് ജീവിക്കാൻ നന്മ തിന്മയൊന്നും അറിയണ്ട, ഈ അപ്പനെ അറിഞ്ഞാൽ മതി, അപ്പം പറയുന്ന അങ്ങ് ചെയ്താൽ മതി. ഈ അപ്പനെ അറിയുന്നതും നന്മ തിന്മ അറിയുന്നതും രണ്ടും രണ്ടാ. ഇപ്പം രാവിലെ ഉദാഹരണത്തിന് അപ്പൻ രാവിലെ എന്നോട് പറയാണ്, എടാ പോയി ഒരു 2 പാക്കറ്റ് പാല് മേടിച്ചോണ്ട് വാ. സിമ്പിൾ കൽപ്പനയാണ്. അപ്പനെ അറിയാമെങ്കിൽ പാല് മേടിച്ചോണ്ട് വന്നാൽ മതി. പക്ഷേ നന്മയും തിന്മ അറിയാമെങ്കിൽ ഇപ്പം പാല് മേടിക്കാൻ പോകുന്നത് നല്ലതാണോ എന്നും കൂടെ ആലോചിക്കണം. ഇപ്പം പാല് മേടിക്കാൻ പോയാൽ അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്? പിന്നെ രണ്ടാമത് അമ്മ വേറെ വല്ലതും പറഞ്ഞു വിടാൻ കട തുറക്കുമ്പം പോയി മേടിക്കേണ്ട, അതിൻ്റെ കൂടെ മേടിച്ചാൽ മതിയോ? ഇങ്ങനെ പല ആലോചനകൾ വരും. കാരണം നന്മയും തിന്മ എനിക്കറിയാവുന്നതുകൊണ്ട് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഞാൻ തീരുമാനിക്കും ഇപ്പം പോകുന്ന ഉചിതമല്ല. അപ്പം രണ്ടും രണ്ടാണ്. ഇപ്പം എന്നോട് ദൈവം പറയാണ്, നീ കുണ്ടറയിലെ പ്രസംഗം രാവിലെ പ്രസംഗിച്ചല്ലോ, നിർത്തിക്കോ, നേരെ കാശ്മീരിന് കിട്ടോ, നിൻ്റെ അടുത്ത ശുശ്രൂഷ എവിടെയാണെന്ന് പറഞ്ഞാണ്. ഞാൻ നേരെ ബാഗും ചുമന്ന് അവിടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി, പുനലൂരോ കൊട്ടാരക്കരയോ അല്ല എവിടെയെങ്കിലും ഇറങ്ങി, കൊല്ലത്തോ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് നേരെ കാശ്മീരിനോ ട്രെയിൻ കയറും. വീട്ടിൽ പോലും വിളിച്ച് പറയത്തില്ല. കാരണം എന്താ? പോകുന്ന നല്ലതാണോ ചീത്തയാണോ, ഇവിടെ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകുന്നത് ശരിയാണോ ഇല്ലോ എന്നൊന്നും എനിക്കറിയാൻ പറ്റും. എനിക്ക് ആകെ ഒരു കാര്യം അറിയുള്ളൂ, ദൈവം പോകാൻ പറഞ്ഞു പോകും. ഇപ്പം ദൈവം എന്നോട് പറഞ്ഞാൽ ഞാൻ ആലോചിക്കും, അവിടെ പോയ എൻ്റെ പിള്ളേരുടെ ഗതി എന്താവും, ഏത് സ്കൂളിൽ പഠിപ്പിക്കും, അവിടെ ബോംബിട്ട എൻ്റെ കാര്യം എന്തായി തീരും, എത്ര നാൾ ജീവിക്കാൻ പറ്റും, അവിടുത്തെ കാലാവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റുമോ, അവിടെ CBSE സ്കൂളുണ്ടോ, അവിടെ ഹോസ്പിറ്റലുണ്ടോ, നന്മയും തിന്മയും എല്ലാം കൂടെ ചകഞ്ഞ് അവസാനം ഞാൻ ദൈവത്തോട് പറയും, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് കർത്താവേ, എന്നെ കൊണ്ട് പ്രയാസമാണ്. കാരണം അനുസരണത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് നമുക്ക് നന്മയും തിന്മയും അറിയാം എന്നുള്ളതാണ്. ഇതറിഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ദൈവത്തെ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ജീവിച്ചേനെ. പക്ഷെ ദൈവത്തെ ആശ്രയിക്കാതെ ഒരു റിബല്യസ് മൈൻഡ് നമുക്കുണ്ടാകുന്നത് നമ്മൾ തന്നെ നമ്മുടെ ജഡ്ജായിരുന്ന് ഏതാ നല്ലത് ഏതാ ചീത്താന്ന് വിവേചിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഇത് ശരിക്കും എങ്ങനെയാ പാപമായി മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഘോരമായ പാപമാണ്. ശരിക്കും അനുസരണക്കേടെന്നൊരു പാപമായിരുന്നു ആദവും ഹവ്വയും ചെയ്തത്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ദൈവം എത്രയോ ക്ഷമിക്കുന്ന ദൈവമാണ് അല്ലേ? നമ്മുടെ മാതാപിതാക്കൾ എത്രയോ പ്രാവശ്യം, അല്ലെ നിങ്ങളുടെ പിള്ളേരോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്, എന്നിട്ടും എത്രയോ പ്രാവശ്യം നമ്മൾ ക്ഷമിച്ചിട്ടുണ്ട് ഇല്ലേ? ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം ഒരൊറ്റ പാപത്തിന് അവനെ വെളിയിലിറക്കി വിട്ടിട്ട് 2 പോലീസുകാരെ വീടിന് കാവൽ നിർത്തിയിട്ട് മേലെ അവൻ വരുന്നുണ്ടേ അടിച്ച് വെളി കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു സംശയം ഉണ്ടാകുന്നുണ്ടല്ലേ, എനിക്കാണോ പിള്ളേരുടെ സ്നേഹം, ദൈവത്തിനാണോ പിള്ളേരുടെ സ്നേഹം അല്ലേ? അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ശരിക്കും അനുസരണക്കേട് മാത്രമല്ല, അനുസരണക്കേടാണ് ഇത് വരുത്തി വെച്ചത്. പക്ഷെ അനുസരണക്കേട് മാത്രമേ അവിടെ ഉണ്ടായുള്ളൂവായിരുന്നുവെങ്കിൽ ദൈവത്തിന് അവരോട് ക്ഷമിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അനുസരണക്കേട് കൊണ്ട് വരുത്തി വെച്ചത് ഒരു വലിയ രോഗമാണ്. ആ രോഗം എന്താണ് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഈ പഴം പറിച്ച് തിന്നുന്നതിന് മുമ്പ് നമുക്കറിയാം അവൻ ആത്മാവും ദേഹവും ഉണ്ടായിരുന്നു. ആത്മാവും ദേഹവും ഉണ്ടായിരുന്നു. ആത്മാവ് എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ദൈവത്തെ അറിയാൻ വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ അവൻ എല്ലാത്തിനും ദൈവത്തെ ആശ്രയിക്കണം.
രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കണോ വേണ്ടയോ? ദൈവം പറഞ്ഞാലേ അവന് പല്ല് തേക്കാൻ പറ്റത്തുള്ളൂ. ആത്മാവിൽ വേറെ നന്മ തിന്മയൊന്നും അറിയത്തില്ലേ. പല്ലു തേച്ചില്ലെങ്കിൽ പല്ലിൽ പുഴു വരുമെന്നൊന്നും അവൻ അറിയാൻ വയ്യ. അവനാകെ എന്ത് മാത്രമേ അറിയുള്ളൂ, ദൈവം എന്ത് പറയുന്നത് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് ദൈവത്തെ ആശ്രയിച്ചേ പറ്റുള്ളൂ. കാരണം നമുക്ക് സ്വന്തമായൊരു നോളജ് ഇല്ല. അങ്ങനെ ഇരിക്കെ പിശാച് വന്ന് ഇവനോട് പറയാണ്, നീ ഇങ്ങനെ മണ്ടനായിട്ട് ജീവിച്ചോ, എല്ലാത്തിനും ദൈവം. രാവിലെ എഴുന്നേക്കണമെങ്കിൽ ദൈവം, കിടക്കണമെങ്കിൽ ദൈവം, പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവം, അങ്ങോട്ട് തിരിയണ ദൈവം, ഇങ്ങോട്ട് തിരിയണ ദൈവം. നീ വെറും അടിമയാണ്. നിനക്ക് നീ ഇങ്ങനെ മണ്ടനായിട്ട് ജീവിക്കാതെ ഞാനൊരു ബുദ്ധി പറഞ്ഞുതരാം. നിനക്ക് ദൈവത്തെ പോലെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന രാജാവായി മാറണോ? നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം നിനക്ക് തന്നെ തീരുമാനിക്കണം. അപ്പോൾ ഈ പഴം തിന്നാ അങ്ങനെ ആകും. അപ്പം അതോ ഹവൻ പറഞ്ഞു കാണും, ഹവ പറഞ്ഞു കാണും, പറഞ്ഞല്ലോ ഇത് തിന്നാ മരിക്കും. അപ്പോൾ ഉടനെ സാത്താൻ പറഞ്ഞു, മരിക്കുമൊന്നുമില്ല. മരിക്കുമോ? തിന്നാ മരിക്കുമോ? തിന്നിട്ട് അവർ മരിച്ചില്ലല്ലോ. ആര് പറഞ്ഞായിരുന്നു ശരി? ദൈവം പറഞ്ഞായിരുന്നു ശരി, സാത്താൻ പറഞ്ഞായിരുന്നു ശരി? ദൈവം പറഞ്ഞായിരുന്നു. പക്ഷെ അവർ മരിച്ചില്ല. അവർക്ക് സംഭവിച്ചത് അത് ഞാൻ വിശദീകരിക്കാം. ആത്മാവ് പോയി എങ്ങനെ പോയത്? ഇപ്പം അവരൊരു ചോയ്സ് അവരുടെ മുമ്പിലുണ്ട്. ഒന്നുകിൽ ദൈവത്തെ അനുസരിച്ച് ദൈവം പറയുന്ന മാത്രം കേട്ട് ജീവിക്കാം, അല്ലെങ്കിൽ നന്മ തിന്മകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കാം. പഴം പറിച്ചു തന്നവർക്ക് എന്ത് ജ്ഞാനം ഉണ്ടാകുന്നേ? നന്മ തിന്മകളുടെ ജ്ഞാനം ഉണ്ടാകും. അപ്പോൾ ജീവിക്കാൻ രണ്ട് വഴിയുണ്ട്. ഒന്നുകിൽ ദൈവം പറയുന്ന മാത്രം കേട്ട് ആശ്രയിച്ച് ജീവിക്കുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ കിടക്കുന്നവരെ നമുക്ക് ദൈവം ഇല്ല, അതൊരു പണി നടക്കില്ല. ദൈവം ഇല്ലാതെ അങ്ങോട്ട് തിരിയണേ ദൈവം വേണം എന്ന് പറഞ്ഞാൽ അത്ര ആശ്രയത്വം. എന്നാൽ വേറൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നന്മയും തിന്മയും ശോധന ചെയ്ത് നമുക്ക് ദൈവത്തിൻ്റെ സഹായം ഇല്ലാതെ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ച് സ്വതന്ത്രരായി ജീവിക്കാം. സത്യത്തിൽ പിശാച് അവനോട് പറയുന്നത്, പിശാചിനെ ആരാധിക്കണമെന്നൊന്നുമല്ല, നീ ദൈവത്തിൽ നിന്നും സ്വതന്ത്രനായിട്ട് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന എനിക്കൊന്ന് കണ്ടാൽ മതി. എന്തൊരു സ്നേഹമല്ലേ. നമ്മുടെ പിള്ളേരെ കുറിച്ച് പറയത്തില്ലേ, ഈ അപ്പനെ അമ്മയെ ആശ്രയിക്കാതെ നീ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒന്ന് കണ്ടിട്ട് എനിക്ക് കണ്ണടച്ചാൽ മതി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അത് തന്നെ പിശാച് പറഞ്ഞു. നീ ദൈവത്തെ ആശ്രയിച്ച് വല്ലവനെ ആശ്രയിച്ച്, പിശാചിൻ്റെ ഭാഷയാണ്, വല്ലവനെ ആശ്രയിച്ച് ഇങ്ങനെ ജീവിക്കുന്നതിന് പകരം നീ നിന്റെ തീരുമാനങ്ങൾ നീ തന്നെ എടുത്ത് ആ ദൈവത്തെ പോലെ ആരെയും വേണ്ടാത്തവനായിട്ടൊന്ന് ജീവിക്കുന്ന കണ്ടാൽ മതി. അപ്പൊ നമ്മുടെ കണ്ണിൽ നോക്കിയാൽ വളർച്ച എന്ന് പറയുന്നത് എന്താ? വളർച്ച എന്ന് പറയുന്നത് സ്വന്തം കാര്യം നിൽക്കുന്നത്, ആരെ ആശ്രയിക്കാതെ. വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കാതെ 30 വയസ്സായ ഒരു പയ്യൻ വന്നിട്ട് അപ്പൻ്റെ ഒരു 5 രൂപ തരാമോ പപ്പ, കോഫി വൈറ്റ് മേടിക്കാനാണ്, 5 സ്റ്റാർ മേടിക്കാനാന്ന് പറഞ്ഞാൽ അപ്പൻ എന്ത് പറയും? 5 രൂപ കൊടുത്താൽ പോലും സങ്കടപ്പെട്ടു, എൻ്റെ ദൈവം ഇവൻ ഇപ്പോഴും എന്നെ ആശ്രയിച്ചാണല്ലോ, എത്ര നാൾ ഇങ്ങനെ ജീവിക്കും എന്ന് മനസ്സിൽ തോന്നും. പക്ഷെ അതേ സമയത്ത് അവൻ ഒരു 6 ശമ്പളമൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നിട്ട് അപ്പൻ എന്താ വേണ്ടത് എന്ന് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഗമ ഭയങ്കരമാണ്. അപ്പനും അതാഗ്രഹം, മക്കൾക്കും അതാഗ്രഹം. പണ്ടൊക്കെ പെൺപിള്ളേർക്ക് ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ഇന്ന് പെൺപിള്ളേർ ഉണ്ടായി വരുന്നതിന് മുമ്പേ അവർക്ക് അപ്പൻ്റെ അമ്മയുടെ അടുത്ത് സ്വതന്ത്രരായി പോകണമെന്ന് ആഗ്രഹം. ജോലി കിട്ടുമോ, എങ്ങനെയെങ്കിലും സ്വന്തം കാലിൽ നിൽക്കണം. ഇതിനെയാണ് നമ്മൾ വളർച്ച എന്ന് പറയുന്നത്. എന്നാൽ ദൈവം വളർച്ച എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വളരുന്നതിനെയാണ് ദൈവം വളർച്ച എന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ട് കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ വളരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അറിവിലേക്ക് നമ്മൾ വരുന്നു എന്നുള്ളതാണ് അർത്ഥം. അതിനാണ് ഈ പഴം തുരങ്കം വെച്ചത്. പഴം പറിച്ചു തിന്ന അന്ന് ആദവും ഹവ്വയും പഴം പറിച്ചു തിന്നുമ്പോൾ ഞാൻ എവിടെ ഉണ്ടെന്നറിയാമോ? ആദമിൻ്റെ അകത്തകത്തകത്തകത്ത് എവിടോ ഞാനും ഉണ്ട്. ആദമീന്നാ ഞാനും വന്നത്, നിങ്ങളും വന്നത്. അപ്പോൾ ആദമിൻ്റെ അകത്തകത്ത് എത്ര അകത്താന്ന് അറിയാൻ മേല, അങ്ങ് അകത്ത് ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ആദം പാപം ചെയ്യുമ്പോൾ അതിൻ്റെ വിറ്റാമിൻ, ആ പഴത്തിൻ്റെ വിറ്റാമിൻ സി അല്ല, വിറ്റാമിൻ പാപം, അത് ഇന്നും എൻ്റെ ഉള്ളിലും നല്ല പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ആഹാരം കഴിക്കാൻ നേരത്ത് ഞാൻ നോക്കുന്നത് നല്ലതാണോ, നല്ലത് ചീത്തയല്ലേ നമുക്കറിയാൻ പറ്റുന്നത്. ആകെ ദൈവം തന്നാണോ എന്നാണോ നോക്കുന്നത്? ഹോട്ടലിൽ ചെന്നിട്ട് നമ്മൾ നോക്കുന്ന ദൈവം തന്ന ആഹാരമാണ്. സ്തോത്രം പറയുമ്പോൾ അങ്ങനെ പറയുമെങ്കിലും നമ്മൾ ശരിക്കും നോക്കുന്നത് നന്മതിന്മകളുടെ വിലയിരുത്തലാണ്, അല്ലേ? എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ഇത് നന്മതിന്മകൾക്കെതിരാ പ്രസംഗിക്കുന്ന മുഴുവൻ. പക്ഷെ എന്നാൽ അവസാനം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിലയിരുത്താൻ പോകുന്നത് നല്ലതായിരുന്നു കേട്ടോ, കൊള്ളത്തില്ലായിരുന്നു, അങ്ങനെ പറ്റും. വി ആർ സ്ലേവ്സ് ടു ദാറ്റ് വിറ്റാമിൻ, പാപം. നല്ല പാസ്റ്റർ, നല്ല സഭ, നല്ല ആൾക്കാർ, ചീത്ത മനുഷ്യര്, കൊള്ളില്ലാത്ത പാസ്റ്റർ, കൊള്ളില്ലാത്ത സഭ. നല്ല ഷർട്ട്, മോശം ഷർട്ട്. നല്ല വണ്ടി, നോക്കിക്കോ നിങ്ങൾ, നല്ല അയൽക്കാർ. ലോകത്തുള്ള സകലതും നമുക്ക് ഒന്നുകിൽ നല്ലത് അല്ലെങ്കിൽ ചീത്ത. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാവുന്നറിയാമോ? ആ വിറ്റാമിൻ കാരണം മനസ്സിലാവും. ഏത് വിറ്റാമിനാണ്? ഈ പഴത്തിൻ്റെ വിറ്റാമിൻ. അപ്പോൾ ഇതിനെ വേറൊരു തരത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ
ആത്മാവിൽ ജീവിച്ചാൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കും. ആത്മാവ് ദൈവത്തെ അറിയാനുള്ളതാണ്. എന്നാൽ നന്മ തിന്മകളുടെ തിരിച്ചറിവ് നടക്കുന്നത് ആത്മാവിലല്ല, അത് നമ്മുടെ ബുദ്ധിയിലും വികാരത്തിലുമാണ്. എന്ന് പറഞ്ഞാൽ പ്രാണനിലാണ്, സോളിലാണ്. ഇന്ന് വിശ്വാസികൾ വലിയൊരു പങ്കും ആത്മാവിലല്ല ജീവിക്കുന്നത്, പ്രാണനിലാണ്, പ്രാണന്റെ ഇഷ്ടങ്ങളിലാണ് ജീവിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കണം. ഇത് അപ്പുറത്തിരിക്കുന്ന മത്തായി ചേട്ടനെ കുറിച്ച് പറഞ്ഞായിരിക്കും എന്ന് വിചാരിക്കരുത്. ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ജീവിച്ചത് ആത്മാവിലാണോ നന്മതിന്മകളുടെ അടിസ്ഥാനത്തിലാണോ നോക്കിയാൽ മതി. നമുക്കൊരു കാര്യം മനസ്സിലാവും, മനുഷ്യൻ ആ വിറ്റാമിൻ്റെ എഫക്റ്റ് തൂത്ത് കളയാൻ ഒരു രക്ഷയില്ല. നമ്മൾ എന്തായാലും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രോസസ്സിങ്, ഒരു പാട്ട് കേട്ടാലും നല്ല പാട്ട്, ട്യൂൺ ഭയങ്കരമായിരിക്കും, പക്ഷെ അതിൻ്റെ അക്ഷരങ്ങളൊന്നും ആത്മാവിലായിരിക്കില്ല, അതൊന്നും പ്രശ്നമില്ല, നല്ല പാട്ട്. അപ്പം നല്ലതും ചീത്തയും എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിമത്തത്തിൽ നമുക്ക് മാറാൻ പറ്റുന്നില്ല. ദൈവം തന്നത്, പണം വന്നു നല്ലത്, പണം പോയി ചീത്ത. ദൈവം എന്താ തന്നെന്ന് അറിയാൻ മേല. ദൈവം ഒരുപക്ഷെ അവനെ ആശ്രയിക്കാൻ വേണ്ടി കുറച്ച് നേരത്തേക്ക് പണം എടുത്ത് മാറ്റിയതായിരിക്കും. പക്ഷെ നല്ലതെന്ന് പറഞ്ഞാൽ എന്തോ പണം വരുന്നത്. നമുക്ക് നല്ലതും ചീത്തയും മാത്രമേ അറിയുള്ളൂ. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്താ ഇരിക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഇപ്പം ഈ പഴം പറിച്ചു കഴിഞ്ഞാൽ ഉടനെ സംഭവിച്ചൊരു കാര്യം എന്താണെന്നറിയോ? നമുക്കിപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വിറ്റാമിൻ മനസ്സിലായാലോ, അതിപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെയുണ്ട്. അല്ലെങ്കിൽ പ്രസംഗം കഴിയുമ്പോൾ നിങ്ങൾ വിചാരിച്ചോ ദൈവം എന്നോട് സംസാരിച്ചോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? പറയുന്ന ചിലപ്പോൾ അതായിരിക്കും, പക്ഷെ ചിന്തിക്കുന്ന എന്താ നിങ്ങൾ തന്നെ ആലോചിച്ചോ? നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ എന്നാണോ ചിന്തിക്കുന്നത്? നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. നമ്മുടെ ജീവിതം എങ്ങനെയാണ് നടക്കുന്നത്, പ്രാണനിലാണോ ആത്മാവിലാണോ എന്ന് നമ്മൾ തന്നെ വേണം വിവേചിക്കുക. ഓക്കെ, ഈ വിവേചനത്തിലാണ് നമ്മൾ ഈ സെഷൻ 5-ാം ദിവസം അവസാനിപ്പിക്കാൻ പോകുന്നത്. കാരണം ഏറ്റവും ഉന്നതമായ ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് പ്രാണനിലുള്ളത് എന്താണ്, ആത്മാവിലുള്ളത് എന്താണെന്ന് വേർതിരിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. അത് ഓൾമോസ്റ്റ് ഒരു ജഡ മനുഷ്യന് അസാധ്യമാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്കിതൊരു ബൈബിൾ ക്ലാസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഇതൊരു ബൈബിൾ ക്ലാസ് അല്ല. ഇത് ശരിക്കും ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രവചനമാണെന്നാണ്. അങ്ങനെ നിങ്ങൾക്കിത് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ എന്നോട് ഒരു വിഷയത്തെക്കുറിച്ച് ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞാൽ ഞാൻ പറയാം സോറി, വേറെ ആരെങ്കിലും വിളിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളിനോട് വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, എന്നെ കൊണ്ട് സാധിക്കില്ല, നോട്ട് ബർഡൻഡ്, എൻ്റെ അകത്ത് ആ ഭാരം തോന്നുന്നില്ല, അപ്പം ഞാൻ എന്തോ പറയാൻ. ഓക്കെ, അപ്പോൾ ആത്മാവിലുള്ള ജീവിതത്തിന് മുകളിൽ നമ്മൾ പ്രാണനിൽ ജീവിക്കാൻ ബുദ്ധി ഉണ്ടല്ലോ, ബുദ്ധിയും വികാരങ്ങൾ. അപ്പോൾ പ്രാണനിലുള്ളത് ബുദ്ധി, വികാരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ചിന്തകൾ അല്ലേ, നമ്മുടെ ചിന്തകളൊക്കെ നോക്കിയാൽ മതി, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ വില്ല്, ഇഷ്ടങ്ങൾ, തീരുമാനങ്ങൾ, ഇതെല്ലാം നമ്മുടെ പ്രാണന്റെ ഭാഗമാണ്, ആത്മാവിൻ്റെ ഭാഗമല്ല. ഓക്കെ, ആത്മാവ് ദൈവത്തെ അറിയാനുള്ളതാണ്. ഈ പഴം പറിച്ചു നിന്ന് കഴിഞ്ഞ ഉടനെ അവർക്ക് വേറൊരു പരിപാടി, കണ്ണു തുറന്നു. നേരത്തെ ആ കണ്ണ് അടഞ്ഞിരിക്കുമായിരുന്നു. അടഞ്ഞിരുന്ന ഒരു കണ്ണ് തുറന്നു, എന്നാൽ തുറന്നിരുന്ന വേറൊരു കണ്ണ് അടഞ്ഞു. അത് അവരറിഞ്ഞില്ല. കാരണം അവരെ സൃഷ്ടിക്കുമ്പോൾ അവനോട് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എന്തിനാണ് ദൈവം അവനെ ജീവശ്വാസം ഊതിയത്, മെനഞ്ഞെടുത്തിട്ട് ജീവശ്വാസം ഊതിയത്. അവിടെ എഴുതിയിരിക്കുന്ന അവൻ ജീവനുള്ള ഒരു ദേഹിയായി തീർന്നു. ഹി ബിക്കെയിം എ ലിവിങ് സോൾ എന്ന് പറഞ്ഞാൽ അവൻ ജീവനുള്ള ദേഹമായി തീർന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ദേഹി എന്ന് പറഞ്ഞാൽ തന്നെ പ്രാണന. അപ്പൊ ജീവനുള്ള പ്രാണനായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്താ? ജീവനുള്ള സോൾ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത സോൾ. ജീവനുള്ള സോൾ ഉണ്ടോ? ജീവനുള്ള പ്രാണനും ജീവനില്ലാത്ത പ്രാണനും ഉണ്ടോ? അവിടെ പറയുന്നത് അവനെ സൃഷ്ടിച്ചപ്പോൾ അവൻ ജീവനുള്ള പ്രാണനായിരുന്നു. അവന് ജീവനും ഉണ്ടായിരുന്നു, പ്രാണനും ഉണ്ടായിരുന്നു. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ പ്രാണൻ പോയില്ല. പ്രാണൻ പോയായിരുന്നെങ്കിൽ അവനെ കുഴിച്ചിട്ടേനെ. പ്രാണൻ പോയില്ല. എന്തുപോയി? ജീവൻ പോയി. ഓക്കെ, നിങ്ങൾ മരിക്കയില്ല എന്ന് പിശാച് അവനോട് പറയുമ്പോൾ പിശാച് ഉദ്ദേശിച്ചത് നിന്റെ പ്രാണൻ പോകില്ല എന്നാണ്. എന്നാൽ ദൈവം ഉദ്ദേശിച്ചത് നിന്റെ ജീവൻ പോകുമെന്നാണ്. കാരണം ദൈവത്തെ സംബന്ധിച്ച് ജീവനാണ് മരണത്തിന് ഓപ്പോസിറ്റ്, മരണത്തിന് വിപരീതം. പിശാചിനെയും നമ്മളെയും സംബന്ധിച്ച് പ്രാണനാണ് മരണത്തിന് വിപരീതം. രാവിലെ എഴുന്നേറ്റിട്ട് കഴുത്തിന് മുകളിൽ തപ്പി നോക്കുമ്പോൾ തലയുണ്ട്. ഭാഗ്യം, രക്ഷപ്പെട്ടു. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ അനേകം ആൾക്കാർ തട്ടിപ്പോയോ, എന്നെ മാത്രം ഈ ജീവനുള്ളവരുടെ ദേശത്ത് ശേഷിപ്പിച്ചതിട്ട് സ്തോത്രം. ഈ കുണ്ടറയാണ് ജീവനുള്ളവരുടെ ദേശം. നിങ്ങളോട് ആര് പറഞ്ഞു? മരിച്ച് ജീവനുള്ളവരുടെ ദേശത്തേക്ക് പോകാൻ കൊതിയോടെ കാത്തിരിക്കേണ്ട ക്രിസ്ത്യാനി
ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ ഒരു ദിവസം കിട്ടി, ബാക്കിയുള്ളവരെല്ലാം സ്വർഗത്തിൽ പോയിട്ട് എന്നെ കൊണ്ടുപോകാഞ്ഞതിന് സ്തോത്രം എന്ന് പറയണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രാണനോട് എന്ത് സ്നേഹമാണ്! ഇത്രയും ക്രൂരമായ ഒരു പ്രാർത്ഥന. പലരും ആശുപത്രി കിടന്ന് ഞരങ്ങുമ്പം എനിക്ക് മാത്രം ഇങ്ങനെ സുഖം തന്ന, എനിക്ക് മാത്രം സുഖം തന്ന ദൈവം എത്ര വലിയവനാണ് എനിക്ക് പറയാൻ പറ്റത്തില്ല. ആ ആശുപത്രി കിടന്നുകൊണ്ട് കർത്താവേ നീ വലിയവെന്ന് പറയുന്നവൻ്റെ ആരാധന ദൈവം കേൾക്കുന്നത്. ഞരക്കത്തിന് നടുവിൽ ഇരുട്ടിനാൽ പരീക്ഷിക്കപ്പെടുമ്പം അവിടെ ജീവൻ ഉണ്ടെങ്കിലാ അത് ദൈവത്തിൻ്റെ ജീവനാന്ന് പറയാൻ പറ്റുന്നു. എല്ലാ സുഖമായിരിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്ന വെളിച്ചത്തിന് മുമ്പിലുള്ള അഭ്യാസങ്ങളാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പ്രാണൻ പോകാതെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള എല്ലാ അഭ്യാസങ്ങളും നമ്മൾ ചെയ്യും. പക്ഷെ ജീവൻ പോയോ ഉണ്ടോ വന്നോ അറിയാൻ പോലും ഒരു വഴി നമുക്കില്ല. സമ്മതിച്ചോ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ജീവനുള്ള ദേഹിയായി തീർന്നു. അവൻ്റെ ജീവൻ പോയത് അവൻ അറിഞ്ഞു പോലുമില്ല. പ്രാണൻ പോയായിരുന്നെങ്കിൽ അവൻ ബഹളം വെച്ചേനെ, അല്ലെ മറ്റേ ആൾ ബഹളം വെച്ചേനെ, കൂടെയുള്ള ആൾ അല്ലേ. പ്രാണൻ പോയവന് ബഹളം വയ്ക്കാൻ പറ്റത്തില്ല, പക്ഷെ അടുത്തുള്ളവൻ ബഹളം വെച്ചു. അപ്പോൾ ഇവർ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ടത് ഏത് കണ്ണ്? സോളിൻ്റെ കണ്ണ്, പ്രാണൻ്റെ കണ്ണ് തുറന്നു. ഏത് കണ്ണ് അടഞ്ഞു പോയത്? ജീവൻ്റെ കണ്ണടഞ്ഞു. ജീവൻ്റെ കണ്ണടഞ്ഞാൽ സംഭവിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം, ദൈവത്തെ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല, ദൈവത്തെ അറിയാൻ പറ്റില്ല. പിന്നെ സൂര്യൻ ദൈവം, ചന്ദ്രൻ ദൈവം, നക്ഷത്രങ്ങൾ ദൈവം. ഇനി പാപത്തെക്കുറിച്ച് കൂടുതൽ കാണുമ്പം ദൈവം ആരാണെന്നുള്ള വിലയിരുത്തൽ പോലും പ്രാണനിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ യഥാർത്ഥ ദൈവത്തിൽ എത്തത്തില്ല. ദൈവത്തെ തിരിച്ചറിയാൻ ആത്മാവിന് മാത്രമേ സാധിക്കുള്ളൂ. നിങ്ങൾ ഇപ്പോഴും നന്മതിന്മകളുടെ ലോകത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ദൈവം ആരാണെന്ന് പോലും മനസ്സിലാവില്ല. നിങ്ങളുടെ പ്രാണനിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന ദൈവം യഥാർത്ഥ ദൈവം ആയിരിക്കില്ല, അത് നിങ്ങൾ തന്നെയായിരിക്കും. അത് നമുക്ക് പറയാം, ഇപ്പം പറയുന്നില്ല കേട്ടോ. അത് വൈകിട്ടത്തേക്കായിരിക്കും, അല്ലെ എപ്പോഴാണെന്ന് അറിയാൻ വയ്യ, അതൊക്കെ വന്നോളൂ. അപ്പോൾ ഇവർ നഗ്നരാണെന്ന് മനസ്സിലായി. അപ്പോൾ ആദോ ഹവ്വ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ്, ആകെ വൃത്തികേടായല്ലോ. ഈ മനുഷ്യ നഗ്നത എന്ന് പറഞ്ഞ മഹാവൃത്തികെട്ട പരിപാടി. അത് ആഘോഷം നടക്കുന്ന ആൾക്കാരുണ്ട്. ഗ്ലോറി ഇല്ലാത്ത മനുഷ്യ ശരീരം വികൃതമാണ്. അപ്പോൾ ഇവർ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. നമുക്ക് മറയ്ക്കണം, അത്യാവശ്യമാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് മറയ്ക്കണം. മറയ്ക്കാൻ എന്താ വഴി? ഞാൻ ആലോചിക്കുമായിരുന്നു, അവരൊരു പക്ഷേ ആലോചിച്ചാണ് ചേമ്പിൻ്റെ ഇല ആയാലോ. അപ്പം ഹവ്വ പറഞ്ഞു കാണുമായിരിക്കും, ഹവ്വയാണല്ലോ ആദ്യം തിന്നത്, അപ്പം ആദ്യം തിന്നയാൾക്ക് വിറ്റാമിൻ കൂടുതൽ വർക്ക് ചെയ്ത് തുടങ്ങി കാണുമായിരിക്കും. ഹവ്വ പറഞ്ഞു കാണും, ചേമ്പിൻ്റെ ഇലയുടെ ഒരു പ്രോബ്ലം ഉണ്ട്, കീറി പോകും പെട്ടെന്ന്, തന്നെയല്ല തുന്നി ചേർത്ത് വെക്കാൻ പറ്റത്തില്ല, നമ്മൾ എപ്പോഴും പിടിച്ചോണ്ട് നടക്കേണ്ടി വരും. വാഴയിലാണെങ്കിൽ അതേ പ്രോബ്ലം ഉണ്ട്. നമുക്ക് ഏറ്റവും നല്ലത് അത്തിയിലയാണ്, അതാണ് തുന്നി ചേർത്ത് തുന്ന. ഓ ഭയങ്കര ബുദ്ധിയല്ലേ. അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ അത്തിയില കൂട്ടി തുന്നി ഒരരയാട ഉണ്ടാക്കിയെന്നാണ്. അത്തിയില കൂട്ടി തുന്നി ഒരരയാട ഉണ്ടാക്കി. അപ്പോൾ ലോകത്തിൽ ആദ്യത്തെ കണ്ടുപിടുത്തം എന്താ? ഫയറാണോ, തീയാണോ, ടയറാണോ? സൂചി നൂലുമാണ് ഫസ്റ്റ് കണ്ടുപിടുത്തം. ഈ സൂചി നൂലും കൂട്ടി അത്തിയില കൊണ്ട് ഉടുപ്പുണ്ടാക്കിയതാണ് ലോകത്തിൽ ആദ്യത്തെ കണ്ടുപിടുത്തം. ഇന്നും നമ്മൾ ഓരോ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഈ സൂചി നൂലും അന്വേഷിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി. ഇന്ന് രാവിലെ സൂചി നൂലും അന്വേഷിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞ അതെന്താന്ന് അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, ദൈവം ഇവർ അത്തിയില കൊണ്ട് ഉടുപ്പൊക്കെ ഉണ്ടാക്കിയല്ലോ. ഉടുപ്പൊക്കെ ഉണ്ടാക്കി നല്ല ഡീസൻ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ദൈവം ഗാർഡനിൽ വരുന്നത്. ദൈവം ഗാർഡനിൽ വന്നിട്ട് ചോദിക്കുക, ആദമേ മനുഷ്യ നീ എവിടെ? അപ്പോൾ ആദം എന്താ പറയുന്നത്? നിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ നഗ്നനായിരുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ചെടിയുടെ ചോട്ടിൽ പോയി മറഞ്ഞു, മരത്തിൻ്റെ പുറകിൽ മറഞ്ഞു. അപ്പം എൻ്റെ ചോദ്യം, ഇവർ അരയാട് ഉടുത്തിട്ടുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? അരയാട് ഉടുത്തിട്ടുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? ഉണ്ട്. അവരുടുത്തു എന്ന് പറഞ്ഞ് നഗ്നത മറച്ച ശേഷമാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഇവർ ഓടി മരത്തിൻ്റെ പുറകെ മറിഞ്ഞിട്ട് പറയാം, ഞങ്ങൾ നഗ്നരാണ്. അപ്പൊ ഇവർ ഉടുത്തോണ്ടിരുന്ന അരയാടയ്ക്ക് എന്ത് സംഭവിച്ചു? ആ അരയാട, നമ്മളിപ്പോൾ കൂട്ടി തുന്നിയിട്ടിരിക്കുന്ന ഈ അരയാട മനുഷ്യരുടെ മുൻപിൽ മാത്രമേ നമ്മുടെ നാണം മറയ്ക്കുന്നുള്ളൂ, ദൈവത്തിന് മുമ്പിൽ മറയ്ക്കുന്നില്ല. ഒന്നും കൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ നല്ലവരായി കാണപ്പെടാൻ വേണ്ടി ചിരിക്കുന്ന ചിരിയും
നമ്മൾ ഭയങ്കര പ്രാർത്ഥനക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ദീർഘമായ പാസ്റ്റർ ഹല്ലേലൂയ 10 പ്രാവശ്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ പറ്റാത്ത പ്രാർത്ഥനയും എല്ലാം നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ശോഭിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ മതം നമ്മളെ സൽപ്രവർത്തികൾ, വിധവമാർക്ക് വീട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് മനോരമയിൽ ഇടുമ്പോൾ നമ്മുടെ ജഡവും ചുറ്റുമുള്ളവരുടെ ജഡവും എല്ലാം സന്തോഷിക്കുന്നുണ്ടെങ്കിലും ഇപ്പം യൂത്തുകാരെല്ലാം പോയി രക്തം കൊടുക്കൽ പരിപാടിയുണ്ട്. രക്തദാനം, മഹാദാനം, ജീവദാനം, YPക്കാർ, YPക്കാർ ഇവരുടെയൊക്കെ ക്യാമ്പിനൊക്കെ ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഈ അടുത്ത 25-ാം തീയതി ഒരു ക്യാമ്പുണ്ട് PYPയുടെ. അപ്പോൾ ഈ രക്തദാനം കൊടുത്തിട്ട് വരുന്ന ഒരു വരവുണ്ട്. അതുവരെ അവൻ ചെയ്ത പാപം എല്ലാം രക്തദാനത്തിൽ മറഞ്ഞ ആ ഗമയാണ്. കാരണം ഇത് വേറെ ആര് ചെയ്തിട്ടുണ്ടെന്നാ. ഒന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞു നോക്കിയേ, 1 മാസം പ്രാർത്ഥിക്കാതിരുന്നതിൻ്റെ ക്ഷീണം ആ ഒരൊറ്റ അത്തിയില കൊണ്ട് നിങ്ങൾ മറിക്കും. മനുഷ്യൻ അവനൊന്ന് രക്ഷപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിവർന്ന് നിൽക്കാൻ വേണ്ടിയുള്ള ഈ അത്തിയിലയുടെ അന്വേഷണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഇതെല്ലാം കൂടെ അണിഞ്ഞൊരു നിപ്പുണ്ട്. എന്നിട്ട് നമ്മളെ പുകഴ്ത്തിയ ആൾക്കാർ പറഞ്ഞു കേട്ടാ, ഈ അത്തിയില ഇടുന്നവൻ ഞെളിഞ്ഞ് തന്നെ ഇരിക്കുന്നത്. മഹാദാസൻ, ശ്രേഷ്ഠദാസൻ, വലിയവനായ ദാസൻ എന്തെല്ലാമാ ചെയ്തിരിക്കുന്നത് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അത്തിയിലേക്കൊന്ന് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവൻ്റെ ഇരിപ്പുണ്ട്. പക്ഷെ ദൈവം അവസാനം വന്ന് ചെയ്സേ നീ എവിടെയും ചോദിക്കുമ്പം അയ്യോ എനിക്ക് ഒരു തുണിയില്ലേ എന്ന് പറഞ്ഞ് ഞാൻ മരത്തിൻ്റെ ചുറ്റും മറയാതിരിക്കണമെങ്കിൽ എനിക്ക് അത്തിയില പോരാ, കുഞ്ഞാടിൻ്റെ നീതിവസ്ത്രം തന്നെ വേണം. നമ്മൾ ഇന്ന് പ്രവൃത്തികളാൽ മറച്ച് പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു വികൃത രൂപി നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് മനസ്സിലാക്കിയത് വളരെ കഠിനമായൊരു പാഠത്തിലൂടെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 2007 ഞങ്ങൾ ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ എന്ന് പറയുന്ന സ്ഥലത്ത് മിഷണറിമാരായിട്ട് ഞങ്ങൾ 10 വർഷം ആന്ധ്രയിൽ മിഷണറിമാരായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്ത്രീ കയറി വന്നിട്ട് ഒരു ഭയങ്കരമായ ബഹളം ഉണ്ടാക്കി. ഞങ്ങളുടെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനൊരു ശ്രമമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വഴക്കുണ്ടായി കഴിഞ്ഞപ്പം ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കൈ നിവർത്ത് എൻ്റെ ഭാര്യയുടെ കവിളിൽ 3 അടി അടിച്ചു. ടപ്പ് ടപ്പ് ടപ്പെന്ന് കേട്ടു. അപ്പം ഞാനൊരു 50 മീറ്റർ ദൂരത്തിലിരുന്ന് ഇത് കാണുക. ഒരു സ്ത്രീ വന്ന് കരണക്കുറ്റി നോക്കി 3 അടി. ഈ അടി കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു അടി കൊള്ളുമ്പോൾ നമ്മളൊന്ന് ഒരു റിഫ്ലക്സ് ആക്ഷൻ, ഒന്ന് തള്ളി മാറ്റാനോ ഒന്ന് ഉന്തിയിടാനോ ഒക്കെ ശ്രമിച്ചേക്കാം. എതിർത്തെന്തെങ്കിലും എതിർത്തെന്തെങ്കിലും പറയാനൊക്കെ ഒരു പക്ഷെ ശ്രമിച്ചേക്കാം. വേണമെങ്കിൽ ഒന്ന് തള്ളി മാറ്റിയേക്കാം. അല്ലെങ്കിൽ എന്താ നിങ്ങൾ കാണിക്കുന്നതെങ്കിലും ചോദിച്ചേക്കാം. പക്ഷെ എൻ്റെ ഭാര്യ ഒന്നും പറയാതെ നിന്നുകൊണ്ട് 2-3 അടിയും കൊണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണവും കാണിച്ചു കൊടുക്കുന്നു. ഇത് കൽപ്പന അനുസരിക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് കൃപ കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിച്ച് വീടിന് ചുറ്റും നടന്ന് സ്തോത്രം പറഞ്ഞു. കർത്താവേ, ഒരു കരണത്തടിച്ചപ്പോൾ മറ്റേ കരണവും കാണിച്ചു കൊടുക്കാൻ നീ സഹായിച്ചതിനായിട്ട് സ്തോത്രം. പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് കർത്താവിനോട് പറഞ്ഞു, നിന്റെ സ്തോത്രത്തിൽ എനിക്കൊരു പ്രസാദവും ഇല്ല. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഒരു കരണത്തടിച്ച മറ്റേ കരണം കാണിച്ചു കൊടുത്താൽ പോരെ? എന്നിട്ട് അവിടെ അടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും 3ാമതും കരണം കാണിച്ചു കൊടുത്തു. പോരാ, കർത്താവ് പറഞ്ഞു പോരാ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിന്റെ ഭാര്യ അടി കൊണ്ടതോ നീ ഇതിന് സ്തോത്രം ചെയ്തോ ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ 2 പേരുടെ ഹൃദയമാണ് നോക്കിയത്. ആ 2 ഹൃദയത്തിലും ഈ സ്ത്രീയോട് വൈരാഗ്യമാണ്. പിന്നെ ഞാൻ എങ്ങനെ പ്രസാദിക്കും? അതൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഓർത്ത്, ശരിയാണല്ലോ, ദൈവം ഹൃദയത്തെയല്ലേ നോക്കുന്നത്. നമ്മൾ അടി കൊണ്ടു പ്രവൃത്തി ചെയ്തിട്ടും കാര്യമില്ല. കാരണം അതെല്ലാം പുറമേ മറയ്ക്കുന്നുള്ളൂ, അകത്തെ മറയ്ക്കുന്നില്ല. അകം ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ തുറന്ന് കിടക്കുക. അപ്പം ഞാൻ അടി കൊണ്ടിട്ട് തിരിച്ചടിക്കാതിരുന്നിട്ടും എന്നോട് ബുദ്ധിമുട്ട് കാണിച്ച ഒരു സഹോദരനോട് ഞാൻ പോയി ക്ഷമിച്ച് അവനെ കെട്ടിപ്പിടിച്ച് ഇറുക്കി പിടിച്ചിട്ടും കർത്തമേശ എടുത്തിട്ടും അകം കാണുന്ന ദൈവം തൃപ്തനാകുന്നില്ല. എന്താ കാര്യം? എന്താ പ്രശ്നം? അകത്ത് ഹീലാകുന്നില്ല. അത് മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നില്ല. നമ്മൾ ട്രൈ ചെയ്യാത്തോണ്ടല്ല. നമുക്ക് ആഗ്രഹം കൊണ്ട് സ്നേഹിക്കണമെന്ന്, പക്ഷെ നടക്കുന്നില്ല. സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന പോലെ അയൽക്കാരെ സ്നേഹിക്കേണ്ടതാ ബൈബിൾ അനുസരിച്ച്. പക്ഷെ ഇങ്ങ് വരുന്നില്ലല്ലോ, എന്ത് ചെയ്യും? അപ്പം നമുക്ക് അത്തിയില വേണ്ടി വരും. എന്താ കാര്യം? അയൽവക്കത്തെ കൊച്ചിനെ കാണുമ്പോൾ അവനോട് പറയും, നിന്നെ എൻ്റെ മോനെ പോലെ. ചുമ്മാതാ, അത്തിയിലേ അത്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, പാപം എന്ന് പറയുന്നത് ആത്മാവിലല്ലാതെ നമ്മൾ ജഡത്തിൽ ജീവിക്കുന്ന എല്ലാ അവസ്ഥകളും, നമ്മൾ എത്ര സൽപ്രവൃത്തി ചെയ്താലും
അതെല്ലാം അത്തിയിലകൾ മാത്രമായിട്ടേ മാറുന്നുള്ളൂ. ആന്തരികമായി നമ്മൾ ക്ലിയർ ആകുന്നില്ല, നമ്മുടെ നഗ്നത മറയുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ ദൈവം നോക്കുമ്പോൾ എപ്പോഴും പാപികളായിട്ട് തന്നെ ഇരിക്കുന്നത്. ഞാനിത് വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഇപ്പം നിങ്ങൾ എത്ര സന്തോഷം സമാധാനമായിട്ടായിരിക്കുന്നത്? വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ? ഗസ്റ്റൊക്കെ ഉള്ളപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയാം. വീട്ടിൽ ഭാര്യയും ഭർത്താവും മാത്രമുള്ളപ്പോൾ ഇങ്ങനെയാണോ ഇരിക്കുന്നത്, സംസാരിക്കുന്നത്? ആലോചിച്ചാൽ മതി. ഓഫീസിൽ പോയിരിക്കുമ്പോൾ ഇങ്ങനെയാണോ? അതും പോട്ടെ. മാർക്കറ്റിൽ പോയി മീൻ മേടിക്കുമ്പം അവർ ചീഞ്ഞ മീൻ തന്നു 100 രൂപ പറ്റിച്ചിട്ടോ വീട്ടിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിങ്ങനെയാണോ? എല്ലാം പല രീതിയിലല്ലേ പെരുമാറുന്നത്, അല്ലേ? ഓഫീസിൽ പോകുമ്പോൾ ഒരു രീതി, വീട്ടിൽ വേറൊരു രീതി, കൂട്ടുകാരെടുത്ത് വേറൊരു രീതി, മാർക്കറ്റിൽ വേറൊരു രീതി, ചർച്ചിൽ ഇതൊന്നും അല്ലാത്ത വേറൊരു രീതി. ഇതിലേതാ ഒറിജിനൽ? ആലോചിച്ച് നോക്കിയോ, ഏതാ ഒറിജിനൽ? വീട്ടിലെ ഒറിജിനലൊന്നുമല്ല. വീട്ടിലെ നിങ്ങൾക്കറിയാമോ, എൻ്റെ ഹൃദയത്തിലൂടെ ഇപ്പോൾ പോകുന്ന ചിന്തകളല്ല, 24 മണിക്കൂർ എൻ്റെ ഹൃദയത്തിലൂടെ പോകുന്ന ചിന്തകൾ എൻ്റെ അയൽവക്കക്കാർ വായിച്ചാണ്. ഞങ്ങൾ പിന്നെ അയൽവക്കാരെ കുറിച്ചൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല. ഇനി അങ്ങനെ ഉണ്ട്, ഒന്ന് വായിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ. ഫുൾ തോട്ട്സ് വേറൊരാൾക്ക് വായിക്കാമെങ്കിൽ അവർ നമ്മളെ കുണ്ട്രയിലല്ല, കേരളത്തിൽ പോലും താമസിപ്പിക്കത്തില്ല. ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു ഒരു വാർത്ത, മനസ്സ് വായിക്കാനുള്ളൊരു യന്ത്രം കണ്ടുപിടിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, അത് വരുന്നതിന് മുമ്പ് നീ വരണം. മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കാൻ ഇവന്മാർ സമ്മതിക്കത്തില്ല. നമ്മളീ പുറമേ കാണിക്കുന്ന പെരുമാറ്റം എല്ലാം ഒരാവരണമാണ്, അതിനകത്ത് വേറൊരാളുണ്ട്. നമ്മുടെ ചിന്തകളുണ്ട്, അത് നമ്മുടെ മനസ്സ് ഉൽപ്പാദിപ്പിച്ച് വിട്ടതാണ്, അത് മാത്രം നമ്മുടെ സ്വന്തം. ബാക്കിയെല്ലാം നമുക്ക് അയൽവക്കക്കാരൻ്റെ നിന്ന് കിട്ടുന്ന. അവൻ എന്നെ നോക്കി ചിരിച്ചു, ഞാൻ അവനെ നോക്കി ചിരിച്ചു, അത് അവിടെ നിന്ന് കിട്ടിയതാ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇത് ചെറുപ്പം തൊട്ടേ നമ്മളെ പഠിപ്പിക്കുന്നതാ, ഓരോരുത്തരുടെ മുമ്പിൽ എങ്ങനെ പെരുമാറണം. ഒറിജിനലിനെ മറക്കാൻ വേണ്ടിയത്. ഇതാണ് അത്തീലകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിൽ പാസ്റ്റർ വരുന്നു, നിങ്ങളുടെ കൊച്ചിനോട് പറയാം, എടാ പാസ്റ്ററങ്ങൾ വരുന്നു, നേരെ ഇരിക്കടാ എന്ന് പറയുന്നത് എന്താർത്ഥം? പാസ്റ്ററങ്ങൾ പോയി കഴിഞ്ഞാൽ നീ തലകുത്തി നിന്നാലും കുഴപ്പമില്ല, അത് അന്നേരത്തെ വേഷം, ഇതിപ്പോഴത്തെ വേഷമിടാൻ പ്രായമായി. അവനപ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഈ പാസ്റ്ററങ്ങൾ വരുമ്പം ഒരു കുപ്പായം ഉണ്ട്, അത് ആ സമയത്ത് ഇട്ടോണം, ആ അത്തിയില. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയും? നമ്മൾ പഠിപ്പിക്കുന്നേ. ഇനി അടുത്ത വീട്ടിൽ പോവാന്ന് വെച്ചോ, വിസിറ്റ് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചോ. അപ്പോൾ അടുത്ത വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ പോകുമ്പം അമ്മ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വിശക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ വീട്ടിൽ വന്നിട്ട് തരാം ആഹാരം. അവിടെ അങ്കിള് പറയും എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന്. വിശപ്പില്ല, വേണ്ടാന്നേ പറയാവുള്ളൂ. പാവം കൊച്ചോടെ ചെന്ന് നല്ലപോലെ വിശക്കുന്നുണ്ട്, പക്ഷേ ഇവന് വേണ്ടാന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പം അങ്കിൾ അവനോട് ചോദിക്കടാ, വിശക്കുന്നുണ്ട്, ആഹാരം കഴിച്ചിട്ട് പോകാം. നിങ്ങൾ അതൊക്കെ കുപ്പായോ, അത്തിയിലയാ. അവൻ വലിയ ആർത്തിക്കാരനാണെങ്കിലും അതല്ലെന്ന് അഭിനയിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഒരു സമാധാനമുള്ളത്, ഈ അങ്കിളും അത്തിയിലയാ, അവിടെയെങ്കിലും ഒന്നുമില്ല, മുഴുവൻ അത്തിയില വെച്ചാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കർണാടകയിൽ ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ നിങ്ങളുടെ സകല ബോഷ്ക്കും വ്യാജഭാവം എടുത്ത് കളയണമെന്നൊരു വാക്യം പറഞ്ഞപ്പം അവിടുത്തെ ഒരു ഉപദേശിയോട് പറഞ്ഞു, ഈ വീട്ടിൽ അത് പറഞ്ഞത് ഭയങ്കരമായിപ്പോയി, കാരണം ഈ വീടിൻ്റെ അവസ്ഥ അതായിരുന്നു. ഞാൻ ചോദിച്ചാൽ അതെന്താ കാര്യം? അവിടുത്തെ ചർച്ചിൽ ഒരു പാസ്റ്റർ പ്രസംഗിക്കാൻ വന്നു. 1-2-3 പാസ്റ്റർമാർ ബാംഗ്ലൂരിൽ നിന്ന്, 2-3 പേരുണ്ട് നിന്നു, എത്ര പേരെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. പാസ്റ്റർ വന്നു. അപ്പോൾ ഒരു ആൻറ്റി വന്ന് ആ പാസ്റ്റർ പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാൻ കേട്ടോ. ചുമ്മാ ആൻറ്റി പറഞ്ഞതാ, ഒരു ഭംഗി വാക്ക്. ഈ പാവം പാസ്റ്റർമാർ അത് വിശ്വസിച്ചു. അന്ന് ചർച്ച കഴിഞ്ഞപ്പം ചർച്ചിൽ പറഞ്ഞു, ഇവിടെ ആഹാരം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പം ഈ പാസ്റ്റർമാർ പറഞ്ഞു, ഞങ്ങളൊരു ആൻറ്റി വിളിച്ചിട്ടുണ്ട്, അവരുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഇവിടെയും കഴിച്ചില്ല, അവരവിടെ ചെന്നപ്പോൾ അവിടെയില്ല, കാരണം ആൻറ്റി ചുമ്മാ പറഞ്ഞായിരുന്നു. ഈ അത്തീലകളാണ് മൊത്തം. ഈ അത്തീലകൾ ഇല്ലെങ്കിൽ അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പം ചെറുപ്പത്തിലെ പിള്ളേരെ അഭിനയിക്കാൻ പഠിപ്പിക്കാതിരുന്നാൽ അവസ്ഥ എന്താ? അവൻ വീട്ടിൽ ആഹാരം വേണം, ചിക്കൻ വേണമെന്ന് പറഞ്ഞ് കരയുന്ന പോലെ സ്കൂളിൽ ചെന്ന് കരഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അവനെ ഒരു അത്തീല ഇല്ലാതെ വളർത്തിയാൽ അവൻ വലുതാവുമ്പോഴേക്കും ഒരു പ്രാകൃത ജീവിയായിരിക്കും. അവനെ നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലേണ്ടി വരും. അതുകൊണ്ട് മനുഷ്യൻ്റെ പാപം മനുഷ്യരുടെ മുമ്പിലെങ്കിലും മൂടി വെച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? എന്നാൽ ഈ ചെറുപ്പം തൊട്ട് അത്തീലകൾ ഇടാൻ അറിയാത്ത ഒരു പയ്യനാന്ന് വിചാരിച്ചോ, അവൻ മാവേലെറിഞ്ഞ് മാങ്ങ പറിച്ച് തിന്നും, ആരുടെയെങ്കിലും എന്തെങ്കിലും സാധനം അടിച്ചുകൊണ്ട് പോയി കഴിക്കും, പൈസ. അവൻ അഭിനയിക്കാൻ അറിയത്തില്ല. അവനെ നമ്മൾ പറയും സംസ്കാരമില്ലാത്തവൻ. അപ്പം സംസ്കാരം ഉള്ളവനാരാ? ഏറ്റവും നല്ലപോലെ ആർക്ക് അഭിനയിക്കാമോ, വിശക്കുമ്പം വേണ്ട എന്ന് പറയാൻ അറിയാവുന്നവൻ, ദേഷ്യം വരുമ്പോഴും ചിരിക്കുന്നവൻ, 2 പൊട്ടിരി കൊടുക്കണമെന്ന് ഹൃദയത്തിൽ തോന്നുമ്പോഴും ആ ചിരി മുമ്പിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നവനാണ് സംസ്കാരമുള്ളവൻ.
എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നമ്മൾ സംസ്കാരമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിക്കുക. ദേ ഓക്കെ. അപ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് മനുഷ്യരെ നന്നാക്കുന്നുണ്ട്. പക്ഷെ ദൈവം എപ്പോഴും കാണുന്നത്, നമ്മൾ ആരെയും കാണിക്കാതെ രഹസ്യമാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആന്തരിക മനുഷ്യനെ ദൈവം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടകരമായ കാര്യം. അതുകൊണ്ടാണ് ദൈവത്തെ കാണുന്നവരെല്ലാം വെപ്രാളപ്പെടുന്നതും മരിക്കണമെന്ന് തോന്നുന്നത് അവർക്ക്. അതിന്റെ കാരണം, ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ, ഇപ്പൊ ദൈവം അവന്റെ പൂർണ്ണ തേജസ്സോടുകൂടി നമ്മുടെ മുമ്പിൽ വന്നാൽ, നമ്മൾ ഇന്നത്തെ ഏറ്റവും വലിയ പ്രാർത്ഥനയും പക്ഷേ ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടിയുടെ അഡ്മിഷൻ ആയിരിക്കും. പക്ഷെ ദൈവം നിങ്ങളുടെ മുമ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ്റെ കാര്യമൊക്കെ നിങ്ങൾ മറന്നുപോകും. ആകെ ഒരു പ്രശ്നവും നിങ്ങളും ദൈവവും തമ്മിൽ ഉണ്ടാവുള്ളൂ, എൻ്റെ പാപം. വേറൊന്നും ഒരു പ്രശ്നമല്ല. അവിടെ ഞാൻ നിലവിളിക്കുന്നത്, കർത്താവേ ഞാൻ കുറേ നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കൊച്ചിൻ്റെ അഡ്മിഷൻ ശരിയാക്കി തരണേന്നായിരിക്കില്ല. അവൻ്റെ മഹത്വത്തിൽ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടാൽ അപ്പോൾ എന്നെ രക്ഷിക്കണേ എന്നായിരിക്കും. കാരണം എൻ്റെ അവസ്ഥ എന്നേരം മനസ്സിലാവും. ഞാൻ ഉരുണ്ടു വീണ് നിലവിളിക്കും. സംശയമുണ്ടോ? ബൈബിളിൽ മുഴുവൻ നമ്മൾ കാണുന്നതാ. ഈ ആന്തരിക മനുഷ്യൻ എപ്പോൾ ദൈവത്തിന് മുമ്പിൽ അകപ്പെടുന്നോ, ആദം ഓടിയ ഓട്ടം പോലെ എല്ലാ വിശുദ്ധന്മാരും ഓടിയിട്ടുണ്ട്. ഇയ്യോബ് എങ്ങനെ ഓടിയെന്നറിയോ? ഓടിയില്ല. ഇയ്യോബിനെ കുറിച്ചുള്ള സാക്ഷ്യം എന്നെ അത്ഭുതപ്പെടുത്തിയത്, നമുക്കറിയാം ഈ പിശാചിന്റെ വേറൊരു പേര് അപവാദി എന്ന് പറയുന്നത്. അപവാദി, ആരെക്കുറിച്ച് അവൻ അപവാദം പറഞ്ഞിരിക്കും. ഇപ്പം ഞാനിപ്പോൾ ഒരു ഭിക്ഷക്കാരൻ വന്നപ്പോൾ 500 രൂപ കൊടുത്തെന്ന് വിചാരിച്ചു. അപ്പം അപവാദി പറയാൻ കണ്ട അവൻ സ്റ്റൈല് കാണിച്ച് അവൻ്റെ ഗമ 500 രൂപ എടുത്ത് കൊടുത്തേക്കുന്നു, കുറ്റം. 10 രൂപ കൊടുത്തോളൂ എന്ന് വിചാരിച്ചോ, പിശുക്കൻ, അവനൊരു 50 രൂപ കൊടുത്തുകൂടെ? 50 രൂപ കൊടുത്താലും കുറ്റം, 10 രൂപ കൊടുത്താലും കുറ്റം, 100 രൂപ. ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അത് നമ്മുടെ ആ മറ്റേ ആളുടെ ഏതാണ്ടൊരു അനിയനായിട്ട് വരും. ഏതാ? ഈ അപവാദിയുടെ ഏതാണ്ടൊരു അനിയനായിട്ട് വരും. ഇങ്ങനെയുള്ള അനേകം മനുഷ്യരുണ്ട്. ഇപ്പം പിശാച് ഇപ്പോഴും എൻ്റെ കുറ്റം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. എവിടെ? ദൈവത്തിൻ്റെ സന്നിധി. കാരണം അവൻ ഇടതടവില്ലാതെ വിശുദ്ധന്മാരുടെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് അപവാദി. അതിൻ്റെ കൂടെ വേറെ ആൾക്കാരും പറയുന്നുണ്ടായിരിക്കും. പക്ഷെ ആൾക്കാർ നിർത്തിയാലും ഇവൻ നിർത്തില്ല. കാരണം അവൻ്റെ പണി തന്നെ എന്താണ്? ഈ അപവാദം പറച്ചില്ല. അങ്ങനെയുള്ളൊരു അപവാദിയെ ദൈവം വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ എൻ്റെ ദാസന ഇയ്യോബിനെ ദൃഷ്ടി വെച്ചോ, എങ്ങനെയുണ്ട്? ഒരപവാദം പറയാൻ പോലും സാത്താനെ കൊണ്ട് പറ്റുന്നില്ല. ഒരപവാദം പറയാൻ പോലും സാത്താനെ കൊണ്ട് പറ്റാത്തതുപോലെ ഇയ്യോബ് നീതിമാനായിരുന്നു. ദൈവം ഒന്ന് നിഷേധിക്കുന്നില്ല. ദൈവം അവൻ പറഞ്ഞു, അവനെ പോലെ നീതിമാൻ ആരുണ്ടെന്നാണ് ദൈവം ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇയ്യോബിൽ നമ്മൾ ഒരു തെറ്റും കാണുന്നില്ല എന്ന് മാത്രമല്ല, യേശുക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ പിശാച് അക്യൂസ് ചെയ്യാത്ത ഒരാളായിട്ട് ബൈബിളിൽ കാണിച്ചേക്കുന്ന ഇയ്യോബിനെ. അപ്പോൾ പിശാച് മോശയെ അക്യൂസ് ചെയ്തിട്ടുണ്ട്, അവൻ്റെ ശരീരത്തിന് വേണ്ടി വാദിച്ചിട്ടുണ്ട്. യോശു എന്ന മഹാപുരോഹിതന്റെ വസ്ത്രത്തിൽ അഴുക്കുണ്ട് എന്ന് പിശാച് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളെ എല്ലാം ഇടതടവില്ലാതെ ശോധന ചെയ്യുന്നുണ്ട്. പത്രോസിനെ പാറ്റാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇയ്യോബിനെ കുറിച്ച് പറയാം ഒന്നുമില്ല. അപ്പൊ ഇയ്യോബ് എന്തൊരു ടൈപ്പ് ആളായിരുന്നു എന്ന് ആലോചിക്ക്. അതേ ഇയ്യോബ് 42-ന്റെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 42-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേക്ക് ഇയ്യോബ് പറയാണ്, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ ഞാൻ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആ ഒരൊറ്റ കാരണത്താൽ ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു, എന്നെ തന്നെ വെറുത്ത്. എന്ത് പാപം കൊണ്ടാ? ഈ ആന്തരിക പാപം ആർക്കും കാണാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം എപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുക. ആ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ പ്രത്യക്ഷപ്പെടുമ്പോൾ, ദൈവം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരിക്കലും അവനെ നേരിടാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഹൃദയമാണ് അവൻ്റെ മുമ്പിൽ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്. അപ്പം നമ്മുടെ ചിന്തകളും വിചാരങ്ങളും എല്ലാം. അപ്പോൾ ഈ ഒറിജിനൽ ഞാനുണ്ടല്ലോ, ഈ തുണിയില്ലാത്ത ഞാൻ, ഏത് തുണിയാ? ഈ നീതിപ്രവൃത്തി, മനുഷ്യരുടെ കരപുരണ്ട വസ്ത്രങ്ങളാകുന്ന നീതിപ്രവൃത്തികളെല്ലാം അഴിഞ്ഞുപോയി ഞാൻ അവൻ്റെ സന്നിധിയിൽ നഗ്നനായി നിൽക്കുമ്പോൾ മനസ്സിലാകും എൻ്റെ ഉള്ളുകള്ളികളെല്ലാമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അതാ ഞാൻ എൻ്റെ ഉള്ളം കൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ. ഞാൻ ഒരു വികൃത രൂപിയാണ്. ആ വികൃത രൂപിയോടാണ് ദൈവം പറയുന്നത്, നിനക്ക് എൻ്റെ ജീവൻ തരാം എന്ന് യേശു പറയുന്നത്. നമ്മൾ കുറച്ച് സൽപ്രവൃത്തികൾ ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവരെ വിധിക്കാനിരിക്കുമ്പം, ഞാൻ അങ്ങനെ വിധിക്കുന്ന ഒരാളായിരുന്നു. കുറച്ച് സൽപ്രവൃത്തികൾ ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പുറമേയുള്ള അത്തീരകളുടെ ഭംഗി വെച്ചാണ് നമ്മൾ ആളുകളെ വിധിക്കുന്നത്. അത് അപകടകരമാണ്. ദൈവത്തിന് മുമ്പിലല്ല നമ്മളത് ചെയ്യുന്നത്. ഇനി വേറൊരു ഉദാഹരണം നമുക്ക് പത്രോസിന് എടുക്കാം. എനിക്ക് പത്രോസിനെ കുറിച്ച് പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പത്രോസ് നമ്മുടെയൊക്കെ ഒരു സദൃശമാണെന്ന് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ പത്രോസ് മീൻ പിടിക്കാൻ പോയ കാര്യം നിങ്ങൾക്കറിയാം.
ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായമാണ്. നിങ്ങൾ സ്വസ്ഥമായിട്ട് വായിച്ചാൽ മതി. കാരണം ഇത് വിശദീകരിച്ച് കഴിഞ്ഞാൽ ഇതല്ലല്ലോ നമ്മുടെ വിഷയം. പാപമാണ് നമ്മുടെ വിഷയം. രാത്രി മുഴുവൻ അവൻ അലഞ്ഞു തിരിഞ്ഞിട്ടും അധ്വാനിച്ചിട്ടും മീനൊന്നും കിട്ടിയില്ല. രാവിലെ യേശു വന്നു, ശീമോൻ്റെ പടകിൽ കയറി ശീമോനോട് ജനങ്ങളോട് സംസാരിച്ചു, ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. അവസാനം ശീമോനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു മോനെ രാത്രിയിലത്തെ ബിസിനസ്, മീൻപിടുത്തം? ശീമോൻ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ നന്നായി അധ്വാനിച്ചു, എന്നിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ശീമോനെ, നീ ആഴത്തിലേക്ക് നീക്കി വല വീശു. അപ്പോൾ ശീമോൻ പറയുന്നൊരു മറുപടി ഉണ്ട്, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എന്നാലും നിൻ്റെ വാക്കുകൊണ്ട് അതിന് കാരണമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ അന്ത്രയോസ് വന്ന് ശീമോനോട് പറയുന്നുണ്ട്, ഞങ്ങൾ യേശുവിന് ഒരുപക്ഷെ മെസ്സിയായിരിക്കും കണ്ടെത്തിയിട്ടുണ്ട്, നീ വേണേ ഒന്നൊന്ന് കാണ് എന്ന് പറഞ്ഞ് ശീമോനെ വിളിച്ചുകൊണ്ട് പോയി യേശുവിനെ കാണിക്കുന്നുണ്ട്. ഒരു തമ്മിലൊരു പരിചയമുണ്ട്. അപ്പോൾ മെസ്സിഹായാണെന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിൻ്റെ വാക്ക്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ യേശു ശീമോൻ്റെ പടകിൽ തന്നെ ചെന്നത്. മുൻപരിചയമുണ്ട്. അപ്പോൾ ശീമോനെ ദൈവത്തിന് ഉദ്ദേശമുണ്ടല്ലോ, അവനെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കർത്താവ് കണ്ടിട്ടുള്ള ആളാണ്. അപ്പം പത്രോസ് പറയാണ്, നിൻ്റെ വാക്കിന് വലയിറക്കാം. വലയിറക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പെരുത്ത മീൻ കൂടെ വലയിൽ കുരുങ്ങി. വലയിൽ കുരുങ്ങി കഴിഞ്ഞപ്പോൾ അവർക്ക് വലിച്ചു കയറ്റാൻ പറ്റാതായി. അയൽവക്കത്തുള്ള മറ്റു ബോട്ടുകാരെ എല്ലാം കൂടെ വിളിച്ച് ഈ യോഹന്നാനും യാക്കോബും എല്ലാം കൂടെ ചേർന്ന് ഈ വലിയ മീൻ പിടുത്തം നടത്തി അന്നവിടെ. എൻ്റെ പ്രശ്നം അതല്ല. ഇവിടെ നമുക്ക് പ്രസംഗം അവസാനിപ്പിച്ചാൽ ആ പ്രസംഗം ഇങ്ങനെ ഇരിക്കും, നിങ്ങളുടെ മീൻപിടുത്തം പരാജയമാണെങ്കിൽ, പ്രിയ സഹോദര, നിൻ്റെ ബോട്ടിൽ യേശു ഉണ്ടെങ്കിൽ നിനക്ക് എത്ര മീൻ വേണേലും കിട്ടും. ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ പ്രസംഗം കേട്ടിട്ടുണ്ടോ? അടുത്തിരിക്കുന്ന ആളുടെ പറയുന്നത്, എടാ, പടകിലും യേശു ഉണ്ടെങ്കിലേ മീൻപിടുത്തം നടക്കുള്ളൂ. അപ്പം നമുക്ക് യേശുവിനെ വേണം. എന്തിനാ മീൻ പിടിക്കാൻ. ഇതാണ് നമ്മുടെ സുവിശേഷം. പൊതുവെ ഇതാ സുവിശേഷം. നമ്മുടെ ബിസിനസ്സിൽ യേശു ഇറങ്ങി വരും. യേശുവിൻ്റെ ബിസിനസ്സിലൂടെ ഞാൻ പോകത്തില്ല, എൻ്റെ ബിസിനസ്സിലേക്ക് അവനെ കൊണ്ടുവരും. ഇപ്പം എൻ്റെ പാർട്ണർ ആരാ ബിസിനസ്സിൽ? യേശു. ഈ പത്രോസ് പറയുന്നത്, ഇനി നാളെ തൊട്ട് മീൻ പിടിക്കുന്ന ആരാ? പത്രോസിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ കർത്താവിന് പറഞ്ഞു, കർത്താവെ, വളരെ താങ്ക് യു വെരി മച്ച്, ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം. രാത്രിയിലെല്ലാം പിടിക്കാത്ത മീനിനെ രാവിലെ ഒരു നിമിഷം കൊണ്ട് തന്ന ദൈവത്തിന് സ്തോത്രം. ഇനിയും കൃപ തോന്നി മീൻ തരണമേ. നാളെ തൊട്ട് ഞാൻ രാത്രി അധ്വാനിക്കുന്നില്ല, ഒറ്റ നേരം അധ്വാനിക്കുന്നുള്ളൂ. ബാക്കി സമയം മുഴുവൻ സുവിശേഷ വില 10.1 കൃത്യമായിട്ട്. നീ നാളെയും വരണേ കർത്താവേ, എന്നെ കൈവിടല്ലേ. എനിക്കിനി ഒത്തിരി പരാധീനതകളുണ്ട്. എൻ്റെ പിള്ളേർ പഠിച്ചൊരു കരയിലെത്തിയിട്ടില്ല. അപ്പൻ്റെ അമ്മയുടെയും കാര്യം നോക്കാൻ എൻ്റെ പൈസയില്ല, കടഭാരമാണ്. നീ എൻ്റെ ബിസിനസ് നന്നാക്കി തരണേ. ഇതല്ലേ പത്രോസ് പറയേണ്ടത്? നമ്മളാണ് എന്താ പറയുന്നത്? അത് തന്നെയല്ലേ പറയുള്ളൂ. പത്രോസ് പറഞ്ഞെന്നറിയോ? മേലാ നീ വഴിക്ക് വരില്ല. എന്തു മണ്ടനല്ലേ പത്രോസ്? പത്രോസ് കർത്താവിനോട് പറയുക, മേലാൽ നീ എൻ്റെ കൂടെ നീ വരരുത്, ഈ വഴിക്ക് നീ വരരുത്. ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്നെ ഉപദ്രവിക്കരുതേ കർത്താവേ എന്ന്. കാരണം പത്രോസ് നോക്കിയപ്പോൾ മീനില്ലാത്ത വിഷയമായിരുന്നു അതുവരെയുള്ള വിഷയം. എന്നാൽ യേശു ആരാന്ന് മനസ്സിലായപ്പോൾ മീനല്ല വിഷയം. ഈ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റാതെ ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാപമായി ഇവൻ്റെ വിഷയം. നമ്മൾ ഈ മീൻ മാത്രം കാണുന്നതുകൊണ്ടാണ് മീൻ വിഷയമായിട്ടിരിക്കുന്നത്. യേശുവിന് ഒരിക്കൽ കണ്ടാൽ മനസ്സിലാവും, മീനില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ പാപം എന്ന പ്രശ്നം എങ്ങനെ മാറും? അതാണ് പ്രശ്നം. ആ മീൻ ആരാ കൊണ്ടുപോയത്? ആരാ വിറ്റത്? എന്ത് മീനായിരുന്നു? ആരാ കഴിച്ചത്? ആ പത്രോസ് അല്ല. പത്രോസ് ആ സമയം തന്നെ മീനും ഏറ്റവും കൂടുതൽ കൊയ്ത്ത് കിട്ടിയ അന്ന് തന്നെ മീനും വള്ളവും പടവും വലയും എല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. അതിനകത്തൊരു ഒരു മത്തിക്കഷ്ണം പോലും പത്രോസ് എടുത്തില്ല. കാരണം അവൻ അതിനേക്കാളൊക്കെ വലിയ ഗിഫ്റ്റായി യേശു അവൻ്റെ ഉള്ളിലേക്ക് വരുന്നു. ഇന്ന് നമ്മൾ മീൻപിടുത്തത്തിന് വേണ്ടി യേശുവിനെ കൊണ്ടുപോവുക. പക്ഷെ സത്യത്തിൽ മനുഷ്യരെ പിടിക്കാൻ വേണ്ടി യേശുവിൻ്റെ കൂടെ നടക്കേണ്ടവരാ നമ്മൾ. ഈ വിളി രണ്ടും രണ്ടാ. ഞാൻ പറഞ്ഞു വന്നത്, എത്ര വലിയ അനുഗ്രഹവുമായിട്ട് ദൈവം മുമ്പിൽ നിന്നാലും എൻ്റെ പ്രശ്നം പാപം എന്ന പ്രശ്നം ഞാൻ കാണുന്നില്ലെങ്കിൽ എനിക്കൊരിക്കലും യഥാർത്ഥ അനുഗ്രഹമായി യേശുവിനെ കാണാൻ പറ്റില്ല. ഈ ലോകത്ത് നശിച്ചു പോകുന്നതിലേക്ക് നമ്മൾ നോക്കത്തുള്ളൂ. ഇതിൻ്റെ എല്ലാ കാരണം നമ്മുടെ ആന്തരിക ആ ജഡമുണ്ടല്ലോ, ആ പ്രാണൻ, അതെപ്പോഴും ഈ ലോകത്തോട് അറ്റാച്ച്ഡ് ആണെന്നുള്ളതിൻ്റെ കാരണം. ഇന്നത്തെ ശുശ്രൂഷകളിൽ വലിയൊരു പങ്കും ഈ പ്രാണനെ സുഖിപ്പിക്കാനുള്ളതാണ്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ബ്രദറെ, നിങ്ങളുടെ ശുശ്രൂഷകൾ ഒരു പുതിയ തലത്തിലേക്ക് പോകാൻ പോവാണ്. ഞാൻ പറഞ്ഞു, എന്ത് തലം? ഇപ്പം 200 പേരോട് സംസാരിക്കാൻ നിങ്ങൾ 2000 പേരോട് സംസാരിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു, അതൊരു പുതിയ തലമല്ല, അതൊരു പഴയ തലമാണ്.
2000 പേരുടെ മുമ്പിലുണ്ടെങ്കിൽ അതിനകത്തൊരു 20 പേർക്ക് ക്രിസ്തുവിനെ മനസ്സിലാകുമെന്ന് അന്വേഷിക്കുന്നതാണ് പുതിയ തലം. ഒരു ശമരിയാക്കാരി സ്ത്രീക്ക് വേണ്ടി വിശന്ന് ദാഹിച്ച് നടന്നു പോകുന്നതാണ് പുതിയ തലം, യേശുവിൻ്റെ തലം. ഒരു ഷണ്ണന് വേണ്ടി ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരൊറ്റ ഫുൾ ടൈം ഇവാഞ്ചലിസ്റ്റിനെ പറഞ്ഞു വിടുന്നതാണ് ദൈവത്തിൻ്റെ. ആ തലത്തിലേക്ക് എനിക്ക് എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ? പക്ഷേ അതെൻ്റെ പ്രാണന് സുഖിക്കില്ല, അത് സുഖിക്കുന്നതിൻ്റെ ആത്മാവിനാണ്. പക്ഷെ ഇന്ന് എന്നെ സുഖിപ്പിക്കണമെങ്കിൽ എൻ്റെ പ്രാണനെ സുഖിപ്പിക്കണം. അതുകൊണ്ട് ശുശ്രൂഷകളെല്ലാം പണ്ടൊക്കെ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ കേട്ടാൽ നമുക്ക് പേടിയാണ്. പക്ഷെ ഇന്ന് പ്രവാചകൻ വരുമ്പം പ്രാണനൊരാശ്വാസമാണ്. കാരണം ഈ ശുശ്രൂഷകളെല്ലാം ലക്ഷ്യം വെച്ചിരിക്കുന്ന ഈ ലോകത്തോട് അറ്റാച്ച്ഡ് ആക്കിയിരിക്കുന്ന പ്രാണൻ്റെ തലത്തെയാണ്. ഒരു പ്രവാചകൻ എനിക്കറിയാം, ഞാൻ ഒരു 2-3 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രവചനം കേട്ടി അത്ഭുതപ്പെട്ടിട്ടുണ്ട് പ്രിയ സഹോദരങ്ങൾ. പക്ഷെ പറഞ്ഞ് ഭാവിയെക്കുറിച്ച് പറയുമ്പം എല്ലാം പ്രോസ്പെരിറ്റി. എന്നോട് പറഞ്ഞു, നിങ്ങൾ വിമാനത്തെ നിറങ്ങാൻ സമയമില്ലാത്ത പോലെ ശുശ്രൂഷകൾ. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ അന്ന് ശ്വാസം വിടാൻ നിലത്തിറങ്ങണമെങ്കിൽ ഞാനപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യണം? ഞാനൊരു വാക്കോട് പറഞ്ഞു, ദയവായിട്ട് ഈ വക മോഹങ്ങൾ എനിക്ക് തരല്ല. ഞാനിതെല്ലാം വിട്ട് നടക്കുന്ന ഒരുത്തനാണ്. പിന്നെ എന്നെ കുരുക്കാതെ എന്നെ ഒന്ന് വിട്ട് കളഞ്ഞത് പ്ലീസ്, ഉപദ്രവിക്കൽ. പുള്ളി പിന്നെ അധികം പ്രവചിച്ചിട്ടില്ല. കാരണം ഞാൻ പുള്ളിയോട് പറഞ്ഞു, വെളിപ്പാടുള്ളൊരു മനുഷ്യൻ ഈ ആളുകളെ സുഖിപ്പിച്ച് ആശ്വാസം കൊടുത്ത് പ്രാണൻ്റെ തലത്തിൽ വ്യാപരിച്ച് അവസാനം ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രാണനെ ആശ്വസിപ്പിക്കുന്ന തണുപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മതി. ആത്മാവിൻ്റെ തലത്തിലേക്ക് ഒന്നും പോകാനോ യേശുവിൻ്റെ ജീവൻ്റെ ഒരു പങ്കാളിത്തത്തിനുണ്ട് കേൾക്കാനോ നമുക്ക് താല്പര്യവുമില്ല. കാരണം വി ആർ ഓൾ എൻജോയിങ് ദാറ്റ് സോളിഷ് ലൈഫ്. അതുപോലെ തന്നെ ഇതിപ്പോൾ രക്ഷിക്കപ്പെടാത്ത ആൾക്കാരാന്ന് വേണമെങ്കിൽ പറയാം, അതായത് രക്ഷയുടെ മുമ്പുള്ള ആളുകൾ. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം യോഹന്നാൻ പത്മോസ് ദ്വീപിൽ യേശുവിനെ കാണുമ്പോൾ അവൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീഴുക. അവിടെയും മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല. പ്രോബ്ലം എന്താണെന്നറിയോ? അവൻ യേശുവിനെ പോലെ അല്ല, അതാ പ്രോബ്ലം. കാരണം യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, അതിനുശേഷമാണ് അവൻ ലേഖനം എഴുതുന്നത്. യോഹന്നാൻ 1 യോഹന്നാൻ്റെ 3 പറയുന്നുണ്ട്, നാം എന്തായി തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. 2-ാം വാക്യം 3-ാം വാക്യം എന്തായി തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ ഒന്ന് നാം അറിയുന്നു, നാം അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനിരിക്കുന്നത് പോലെ കാണും. ബോധം കെട്ട് വീഴില്ല. കാരണം അന്ന് ഞാൻ അവനെ പോലെ രൂപാന്തരപ്പെട്ടിരിക്കും. അതാ പ്രത്യാശ എന്ന് പറയുന്നത്. കാത്തിരിക്കോ യോഹന്നാൻ, ഇനി യേശുവിനെ കാണുമ്പം ഞാൻ നിലത്ത് വീഴില്ല, ഞാൻ മുഖാമുഖം കാണും. കാരണം യേശുവിനുള്ള അതേ തേജസ് എനിക്ക് ലഭിച്ചിരിക്കും. ഇതാ ഒരു വിശുദ്ധൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിനെ എങ്ങനെ മുഖാമുഖം കാണാം? അവൻ ഈ ലോകമൊന്നും പ്രശ്നമല്ല. അവൻ ഈ ലോകത്തായിരിക്കുന്നിടത്തോളം കാലം യേശുവിനെ കണ്ടാൽ മരത്തിൻ്റെ പുറകിൽ മറയേണ്ട അവസ്ഥ തന്നെയാണ്. ആദമിൻ്റെ അവസ്ഥ തന്നെയാണ് ആദമിൻ്റെ എല്ലാ മക്കൾക്കും ഉള്ളത്. ആദമിൻ്റെ എല്ലാ മക്കൾക്കും ആദമിൻ്റെ അതേ അവസ്ഥയാണ്. ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ സാധിക്കില്ല. കാരണം ദൈവം ഹൃദയത്തിൻ്റെ അകത്തേക്കാണ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നോക്കിക്കോ, ആദമിനോട് അപ്പം ദൈവം ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് തിന്നരുത് എന്ന് പറഞ്ഞ പഴം നീ തിന്നു. അപ്പോൾ ആദം പറയാ, എൻ്റെ കൂടെ ഇരിക്കാൻ നീ തന്ന സ്ത്രീ എനിക്ക് തന്നു, ഞാൻ തിന്നു. ആദമിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ദൈവത്തോട് പറഞ്ഞേനെ, കർത്താവെ അബദ്ധം പറ്റിപ്പോയതാ. നമ്മളങ്ങനെയല്ലേ പറയുന്നത്, ഒരു മിസ്റ്റേക്ക് പറ്റി കർത്താവിനോട് ക്ഷമിക്കണേ, ഇനി മേലെ ഞാൻ ആ പഴം ഇരിക്കുന്ന സൈഡിൽ കൂടെ പോലും പോകത്തില്ല എന്നാണ് പറയേണ്ടത്. ന്യായമായിട്ട് ഒരു പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്കണേന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ആദം അത് പറയാതിരുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? ആദം എങ്ങനെ അത്ര ധിക്കാരിയായത് ദൈവത്തിന് മുമ്പിൽ? ഹവ്വയോട് ചോദിച്ചു, നീ ഇതാണോ ശരി? ദൈവം ചോദിച്ചു. അപ്പം ഹവ്വ പറഞ്ഞു, ഞാനല്ല, പാമ്പ്. ഇത് നമ്മൾ പറയുന്നത് പെന്തക്കോസ്തുകാരുടെ ഒരു ഭാഷയാണ്. ഹവ്വ പറഞ്ഞത്, ആദം പറഞ്ഞതല്ല. ആദം പറഞ്ഞ ലോകത്തിലുള്ള എല്ലാവരുടെയും ഭാഷയാണ്. ഹവ്വ പറഞ്ഞ പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരുടെ ഭാഷയാണ്. പിശാച് എന്നെ തള്ളിയിട്ടതാ ബ്രദറെ, ഞാൻ പാവാ. എന്താണ് അത്ര ദേഷ്യപ്പെട്ടത്? അത് പിശാച് എന്നെ പ്രലോഭിപ്പിച്ചു. ആരുടെ തലയിലോട്ട് വെച്ചു? പിശാചിൻ്റെ തലയിലോട്ട് വെച്ചു. ഹവ്വ ചെയ്തത് അത് തന്നെയാണ്. ഞാൻ പാവം, പിശാച് എന്നെ. മനസ്സിലാവുന്നുണ്ടോ? ഇനി മേലെ അത് പറയരുത്. ഒരു പാപം ചെയ്താൽ അത് ഞാൻ ചെയ്തു പോയി എന്ന് പറയാനുള്ള ആ തകർച്ച നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. പിശാച് നാളെ ഈ പണി നിർത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവൻ നാളെയും ചെയ്യും. അപ്പം പിന്നെ പിശാചിനെ കുറ്റം പറഞ്ഞാൽ മതിയോ? പോരാ. ഹവ്വ പറയുന്നത് പിശാചിനെ ബ്ലെയിം ചെയ്യും. ചില പറയും കോപത്തിൻ്റെ ആത്മാവ് വന്നതാ. ഞാനല്ല പ്രശ്നം, കോപത്തിൻ്റെ ആത്മാവാ പ്രശ്നം. ഇത് ആരുടെ ആത്മാവാ? ഇത് ഞാൻ തന്നെയാ. എൻ്റെ ജഡമായി പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് എനിക്ക് എന്നോടുള്ള സ്നേഹമാണ്. വേറൊരാൾ എന്നോട് എതിർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാതാക്കുന്നത്. ഇത്രയും വിശുദ്ധനായ എന്നെ അവൻ എതിർക്കാൻ ആരാന്ന് എൻ്റെ അകത്തിരുന്നോണ്ട് ഒരാൾ ചോദിക്കുന്നത്.
എന്നോടുള്ള എൻ്റെ സ്വയസ്നേഹമാണ് ഈ പിശാച്. ആദമിനോട് ചോദിച്ച ആദം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദമിന് ഇപ്പോൾ ഉള്ള പ്രശ്നം പഴയ ആദമല്ല. പഴയ ആദമായിരുന്നെങ്കിൽ ചിലപ്പം ദൈവമേ എന്നൊക്കെ വിളിച്ച് നിലവിളിച്ചേനെ. ഈ പുതിയ ആദത്തിൻ്റെ പ്രത്യേകത ഉണ്ട്, നന്മയും തിന്മയും അറിയാം. നന്മയും തിന്മയും അറിയാം. നമ്മളെ പോലെയാ. ആദമിന് എന്തും അറിയാം, നന്മയും തിന്മയും അറിയാം. ആദം ഒന്നും അറിയാതെ ഉറങ്ങിക്കിടന്നവനാ. അവൻ്റെ ഭാര്യയിൽ നിന്നൊരു ഹവ്വായനെ ഉണ്ടാക്കിയിട്ട് ആ ഹവ്വായെ കൊണ്ട് ഈ പഴം പിശാച് തീറ്റിപ്പിച്ചപ്പം അതുകൊണ്ടേ കൊടുത്ത് ഇവൻ തിന്നുക. ആദം ചോദിക്കുന്നൊരു ചോദ്യമുള്ളൂ, നീ എനിക്ക് തന്ന സ്ത്രീയാണ് ഇത് തന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിൻ്റെ നന്മയും തിന്മയും. എൻ്റെ കയ്യിലുണ്ട് നന്മയും തിന്മയും, നിൻ്റെ കയ്യിൽ മാത്രമല്ല. ആദം പറയുന്ന ഭാഷ അത്. പഴം തിന്നപ്പോഴാണ് എനിക്ക് ബുദ്ധി വെച്ചത്, ഇതിൻ്റെ പുറകെ നീയാ. ആദം ഒരു ഭയങ്കര റിബലാ, ദൈവത്തിനെതിരാ സംസാരിക്കുന്നേ. ആദം പറയുന്നത്, ഞാൻ ഉറങ്ങിക്കിടന്നപ്പം നീ എനിക്ക് തന്ന ഭാര്യ, എൻ്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞു തന്ന ഭാര്യ എനിക്ക് തന്നു, അതുകൊണ്ട് ഞാൻ തിന്നു. അതിനെന്നാ നിന്റെ അല്ലേ കുഴപ്പം? മനസ്സിലാവുന്നുണ്ടോ? ഭാഷ മനസ്സിലാവുന്നുണ്ടോ? ആ ഹവ്വയെ തന്നതിന് ദൈവം ആദമിനെ കുറ്റം പറയുക. നിങ്ങൾക്കും തോന്നുന്നില്ല ശരിയാന്ന്? കാരണം ഇന്നത്തെ കാലത്ത് ആൺപിള്ളേർ കല്യാണം കഴിക്കാൻ പോകുമ്പം, പെൺപിള്ളേരായാലും എല്ലാ എക്സാമിനേഷനും, അതായത് പെരുമാറ്റം, ഇടപെടൽ, കാശ്, വിദ്യാഭ്യാസം, സകലതും നോക്കിയ കല്യാണം കഴിക്കുന്നത്. ഈ ആദമിന് അതിനുള്ള അവസരമൊന്നും കൊടുത്തില്ല. ഉറങ്ങിക്കോളാൻ പറഞ്ഞു, ഒറ്റ ഉറക്കമായിരുന്നു. ഒരു വാക്ക് പോലും എനിക്ക് ഇങ്ങനത്തെ ഭാര്യ വേണമെന്ന് പറയാൻ പോലും ആദമിനെ കൊണ്ട് സമ്മതിപ്പിച്ചില്ല. ഒറ്റ ഉറക്കമായിരുന്നു. ആദം തന്നെ, ദൈവം തന്നെ ആദമിൻ്റെ ഭാര്യയെല്ലാം എടുത്ത് ഹവ്വ ഉണ്ടാക്കി. അപ്പം ഹവ്വയുടെ സ്വഭാവം ആരുടെ പോലത്തെ സ്വഭാവമായിരിക്കും? ആദമിൻ്റെ സ്വഭാവം തന്നെ ഹവ്വയുടെ. ആദം ഹവ്വയെ കുറ്റം പറഞ്ഞാലും ആദം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആദമിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ വന്ന ഹവ്വയ്ക്കും വേറെ ജീനുകളൊന്നുമില്ല. ജീനുണ്ട് വേറെ, അത് മാറ്റം ദൈവം വരുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ആ ക്യാരക്ടർ വന്ന അതിനകത്ത് ആരിൽ നിന്നാണ് വന്നേക്കുന്നത്? ആദമിൽ നിന്ന് തന്നെ വന്നേക്കുന്നത്. ഇനി ആദമിൽ നിന്നല്ലായിരുന്നു ഹവ്വ വന്നതെങ്കിൽ, അല്ലെ ആദമിൻ്റെ സ്വഭാവം അല്ലായിരുന്നു ഹവ്വയ്ക്കെങ്കിൽ, ഹവ്വ കൊണ്ടുവന്ന് പഴം തരുമ്പോൾ ആദം പറഞ്ഞാൽ ഇത് ശരിയല്ല കേട്ടോ, ഇത് ദൈവം നമ്മളുടെ തിന്നരുതെന്ന് പറഞ്ഞ പഴമാണെന്നൊരു വാണിങ് ആദം കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല എന്നറിയോ? ഹവ്വ തന്നെ ആദം, ആദം തന്നെ ഹവ്വ, ഇരുവരും ഒരു ശരീരമാണ്. എത്രവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞേ? അപ്പൊ തക്ക തുണയെ തന്നെയാ ദൈവം കൊടുത്തത്. ആദമിന് ഹവ്വയല്ലാതെ വേറെ ആരെയും കിട്ടാനില്ല. ആ നീതിയൊന്നും ഇപ്പൊ അവനറിയാൻ മേല. അവൻ അവന്റെ നന്മയും തിന്മയുടെ സ്കെയിൽ ഉള്ളത് കൊണ്ട് അവൻ ദൈവത്തെയാണ് പ്രതിയാക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ കോടതിയിൽ ആദം പ്രതിയും, ആദത്തിന്റെ കോടതിയിൽ ദൈവം പ്രതിയോ. ഇപ്പം അതുപോലെ ദൈവത്തിന്റെ കോടതിയിൽ ഹവ്വ പ്രതിയും, ഹവ്വയുടെ കോടതിയിൽ പിശാച് പ്രതിയുമാണ്. ഇപ്പൊ എല്ലാവരും പ്രതിയാ. ഒരു കോടതിയിൽ പിശാച് പ്രതി, വേറൊരു കോടതിയിൽ ദൈവം പ്രതി, ദൈവത്തിന്റെ കോടതിയിൽ ആദവും ഹവ്വയും പ്രതി. എല്ലാവരും പ്രതികളാണ്. ഒരു സഭയിലൊരു പ്രശ്നം ഉണ്ടായാലും ഇങ്ങനെ എല്ലാവരും വാദികളും എല്ലാവരും പ്രതികളുമാണ്. ഒരു എക്സാമ്പിൾ കേട്ടോ. നിങ്ങളുടെ അയൽവക്കക്കാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നിങ്ങളോട്, നിങ്ങളുടെ ഉള്ളിലെ കോടതിയിൽ ആരാ പ്രതി? അയൽവക്കക്കാരാ പ്രതി, ഉറപ്പാ. ആ അയൽവക്കക്കാരോട് പോയി ചോദിച്ചു നോക്കി, ഓ ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥനാക്കാരുണ്ട്, മടുത്തു. അവരുടെ കണ്ണിൽ നിങ്ങളാ പ്രതി. നിങ്ങളുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കിയാൽ ഭാര്യ ചിന്തിക്കും ആരാ പ്രതി? ഓ അയാൾ ഒരു സമാധാനം തരുന്നില്ല പാസ്റ്ററെ. ആ ഭർത്താവിന് ചോദിക്കുമ്പോൾ സമാധാനമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവരുടെ എൻ്റെ ഭാര്യയുടെ വായിരിക്കുന്ന കേട്ട ഉള്ള സമാധാനം പോകും. പ്രതി. എന്ത് കുറ്റം ചെയ്താലും ഞാനല്ല പ്രതി, മറ്റേയാൾ കാരണം ബലഹീനതയിൽ എനിക്കൊരു തെറ്റ് സംഭവിച്ചു പോയതാണ്. ഇങ്ങനെ എന്നെ പഠിപ്പിക്കുന്ന സാധനത്തെയാണ് മനസാക്ഷിയുടെ കോടതി എന്ന് പറയുന്നത്. കോടതി, നമ്മുടെ ഉള്ളിലൊരു കോടതിയുണ്ട്, നന്മയും തിന്മയും വിവേചിക്കേണ്ട ഒരു കോടതി. ഈ കോടതി വെച്ച് ഞാൻ നീതിമാനാണ്. ഇപ്പം ഞാനൊരു പാസ്റ്ററുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് എറണാകുളത്തിന് പോയി എന്ന് വിചാരിച്ചോ, ഓക്കെ വിചാരിച്ചോ, അങ്ങോട്ട് ഇറങ്ങി ട്രെയിനെ കയറുമ്പോൾ എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയാം, എടാ എന്ത് മണ്ടത്തരം നീ കാണിച്ചത്, നീ ചെന്നാൽ മനുഷ്യനോട് മാപ്പ് പറ. ഞാൻ പറയാം അത് ശരിയല്ലേ, മണ്ടത്തരമായി പോയില്ലേ, ആ ഓക്കെ ഏതായാലും ഇനി വീട്ടിൽ ചെല്ലട്ടെ, ഫോൺ ചെയ്ത് മാപ്പ് പറഞ്ഞു. ഞാൻ ട്രെയിനിൽ കിടന്നൊരു ഉറക്കമൊക്കെ ഉറങ്ങി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഈ ഞാൻ ഉറങ്ങുമ്പം പ്രവർത്തിക്കുന്നൊരു സാധനമുണ്ട് എൻ്റെ അകത്ത്, കോടതി. ഇത് ഫുൾ ടൈമാണ്. കണ്ണ് തുറന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, എന്തിന് ഞാൻ വിളിക്കണം? പുള്ളി എന്നെ വിളിച്ചാൽ എന്നെ കുഴപ്പം? പുള്ളിയല്ലേ പാസ്റ്റർ, പുള്ളി വേണേ വിളിക്കട്ടെ, വിളിച്ചാൽ ഞാൻ. ഇത് രണ്ടും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങിയ രാത്രിയോ അതും കൊണ്ട് ഉറങ്ങരുതെന്ന് പറയുന്നത്. കാരണം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ കോടതി പണി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ കോടതിക്ക് ആകെ ഒരൊറ്റ പണിയുള്ളൂ, എങ്ങനെയെങ്കിലും നിങ്ങളെ നീതിമാനാണെന്ന് പറയിപ്പിക്കണം. അതിനുള്ള ഓവർ ടൈം വർക്ക് ചെയ്യുന്ന ഒരു കോടതി നിങ്ങളുടെ ഹൃദയത്തിലുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ പറ്റാത്തത്. പലപ്പോഴും വിചാരിക്കില്ലേ, ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് കരഞ്ഞ് മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ കണ്ണുനീരിങ്ങ് വരില്ല. കാരണം അത്ര മോശമൊന്നും അല്ല നീ എൻ്റെ കോടതി പറയുന്നുണ്ട്.
എത്രവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയും? എന്നെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ച വേറൊരു കാര്യമാണ്, ദൈവം ദാവീദിനെ കുറിച്ച് പറയുകയാണ്, ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഞാൻ പലപ്പോഴും ആലോചിച്ചു, ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനോ? എന്തെല്ലാം അവൻ ഒപ്പിച്ചത്. അങ്ങനെ നോക്കിയാൽ ദാവീദിനേക്കാളും ഭേദം ഞാനാ. എന്തായാലും ദാവീദ് കാണിച്ച പണിയൊന്നും ഈ ആയുഷ്കാലം ഞാൻ കാണിക്കാൻ പോകുന്നില്ല. എത്രവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? എന്നിട്ട് ദൈവം എന്താ പറയുന്നത്? ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഞാൻ ആലോചിച്ച് എന്താ അത് പറയാൻ കാരണം. പിന്നെ മനസ്സിലാകുന്നത്, ഈ ബൈബിളിൽ ഓരോ വാക്യത്തിനും ഭയങ്കര അർത്ഥമാണ്. ദാവീദിനോട് നാഥാൻ പ്രവാചകൻ വന്ന് പറയാണ്, ആ മനുഷ്യൻ നീ തന്നെ. ദാവീദ് എന്താ പറയുന്നറിയോ? ഞാൻ രാജാവായിട്ട് ഇതിൻ്റെ മേലെ എന്നെ അധികാരം തന്നതല്ലേ, പിശാച് എന്നെ പ്രലോഭിപ്പിച്ചതല്ലേ? അങ്ങനൊന്നും ചോദിക്കുന്നില്ല. ദാവീദ് ഒരൊറ്റ വാക്കേ പറയുന്നുള്ളൂ, എന്നെ എൻ്റെ അമ്മ പ്രസവിച്ചത് എന്നെ പാപമായി പോയി. ഞാൻ ഉണ്ടാകണ്ടായിരുന്നു, ഞാൻ മുഴുവൻ പാപമാണ്. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഉരുവാക്കി. ആ അമ്മയെ ഉണ്ടാകാതിരിക്കുമായിരുന്നെങ്കിൽ ഞാനും ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ഉണ്ടായ ദിവസം തന്നെ തെറ്റിപ്പോയി ദാവീദ് എന്ന് പറഞ്ഞാൽ അത്ര ആഴമായിട്ടാണ് അവൻ്റെ കോടതി വർക്ക് ചെയ്യുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ശൗലിനെ കൊല്ലാൻ അവസരം കിട്ടുമ്പോൾ അവൻ്റെ കോടതി വർക്ക് ചെയ്യുന്നില്ല. ഇവൻ ശരിയല്ല, ഇവനെ കൊന്നാൽ എനിക്ക്, അങ്ങനെ പറയുന്നില്ല. ദൈവത്തിൻ്റെ കോടതി അനുസരിച്ച് ദാവീദ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. കാരണം ദാവീദിനോട് ദൈവത്തിന് എന്തും പറയാം, ഏത് പാപത്തെക്കുറിച്ചും ബോധ്യം വരുത്താം. അവൻ എതിർത്തൊരു വാക്ക് പോലും പറയത്തില്ല, ന്യായീകരണങ്ങൾ കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം അവനെ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് വിളിക്കാനുള്ള കാരണം. മനസ്സാക്ഷി വെച്ചുകൊണ്ടിരിക്കുന്ന കോടതി തകരാതെ നമുക്ക് മാനസാന്തരപ്പെടാൻ പോലും കഴിയത്തില്ല. ഇതുകൊണ്ടാണ് നമ്മൾ ജീവനില്ലാത്തവരാണ് എന്ന് പറയാനുള്ള കാരണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമുക്ക് മാനസാന്തരപ്പെടാനോ യേശു ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റാതെ നമ്മുടെ അന്തരാത്മാവ് വളരെ വൃത്തികെട്ട ഒരവസ്ഥയിലിരിക്കുന്നത് കൊണ്ട് നമ്മൾ സ്വാഭാവികമായ ജീവനില്ല, വെളിയിലുള്ള അഭിനയങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ജീവനില്ല, ഇരുട്ടത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിൻ്റെ കാരണം. നല്ല പ്രലോഭനം വരുമ്പം നമ്മുടെ അകത്തുള്ളതെല്ലാം വെളിയിൽ വരും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ. എങ്ങനെയാണ് അപ്പം ഏദൻ തോട്ടത്തിലേക്ക് നമ്മൾ നോക്കിയാൽ കാണുന്നത് 3 വലിയ വീഴ്ചകളാണ്. 3 വലിയ വീഴ്ചകൾ. വീഴ്ച നമ്പർ 1, ആത്മാവിൻ്റെ മരണം. അത് നമുക്ക് ഇങ്ങനെ സങ്കല്പിക്കാം. ഒരു മെഴുകുതിരി നിങ്ങൾ വിചാരിച്ചു നോക്കിയാൽ, മെഴുകുതിരി വിചാരിച്ചോ എല്ലാവരും? മെഴുകുതിരി. ഈ മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് ആത്മാവിൻ്റെ ജീവൻ എന്ന് പറയുന്നതെന്ന് വിചാരിച്ചോ. സങ്കല്പമാണ്, ഒരു എക്സാമ്പിളാണ്. ഈ മെഴുകുതിരി അങ്ങ് അണഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? ആത്മാവ് അവിടെ ഉണ്ട്, പക്ഷെ അതിന് ജീവനില്ല. അങ്ങനെയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? മെഴുകുതിരി അണഞ്ഞു പോയാൽ മെഴുകുതിരി അവിടെ ഉണ്ട്, ആത്മാവ് അവിടെ ഉണ്ട്, പക്ഷെ എന്തില്ല? ജീവനില്ല. അപ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന്, ആ മെഴുകുതിരിയിൽ നിന്ന് ജീവൻ പോയി എന്ന് പറഞ്ഞാൽ ആത്മാവുണ്ട്, പക്ഷെ ആത്മാവ് പ്രവർത്തിക്കുന്നില്ല, ദൈവത്തെക്കുറിച്ച് ഒന്നും കാണിച്ചു തരുന്നില്ല. ഇനി ഇതിന് ജീവൻ വന്നാൽ മാത്രമേ ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ നഷ്ടം, വീഴ്ച, ആത്മാവിൻ്റെ മരണം. രണ്ടാമത്തെ വീഴ്ച ദേഹിയിലാണ്. ദേഹി നേരത്തെ അതിന് നന്മയും തിന്മയും അറിയാൻ വയ്യാതിരുന്നത് കൊണ്ട് ആത്മാവ് എന്തു പറഞ്ഞാലും അതുപോലെ അനുസരിക്കുന്ന ഒരു ദേഹി ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു എൻ്റെ ഇഷ്ടം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമായിരുന്നു എൻ്റെ ദേഹിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പഴം പറിച്ചു തിന്ന ശേഷം അവർക്ക് സംഭവിച്ചത്, ഈ ദേഹിയിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവല്ല ഇപ്പോൾ വരുന്നത്, ആത്മാവിൽ നിന്നല്ല ഇപ്പോൾ അറിവ് വരുന്നത്. പിന്നെ എവിടെ നിന്നാണ് വരുന്നത്? അവൻ്റെ ബുദ്ധിയിൽ നിന്ന് തന്നെ അവൻ ഉളവാക്കുന്ന അറിവുകൾ, ദൃഷ്ടിയിൽ നിന്ന്, സെൻസിൽ നിന്ന്, അല്ലെ, ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന ജ്ഞാനമാണ് ഇപ്പോൾ എവിടെ പ്രോസസ് ആവുന്നത്? ഈ ദേഹിയിൽ പ്രോസസ് ആവുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നീതി ദേഹിയിൽ നിന്ന് പോയി, പകരം സ്വയനീതി ഉണ്ടായി. കേട്ടോ എല്ലാവരും? അപ്പോൾ ആത്മാവിന് എന്താ സംഭവിച്ചത്? ജീവൻ പോയി. ദേഹിക്ക് എന്താ സംഭവിച്ചത്? സ്വയനീതി ഉണ്ടായി. ദൈവത്തിൻ്റെ നീതി പോയി, പകരം സ്വയനീതി ഉണ്ടായി. ശരീരത്തിന് എന്താ സംഭവിച്ചത്? ശരീരത്തിനൊരു തേജസ് ഉണ്ടായിരുന്നു. ആ തേജസ് കാരണം മൃഗങ്ങൾ വരെ ഇവനെ അനുസരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു സിംഹത്തോട് ഇങ്ങ് വാടാ എന്ന് പറഞ്ഞാൽ സിംഹം വരണമെങ്കിൽ അവന് നല്ല വിശപ്പുണ്ടായിരിക്കണം സിംഹത്തിന്. കാരണം ഇപ്പോൾ ഒരു മനുഷ്യനെ നോക്കിയാലും അടുത്ത് നിൽക്കുന്ന പശുവിനെ നോക്കിയാലും സിംഹത്തിന് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. മനുഷ്യന് ദൈവത്തിൻ്റെ ഒരു തേജസ്, എൻ്റെ ഒരു പങ്ക് ഇവനുണ്ടായിരുന്നു. അതുകൊണ്ട് സിംഹത്തിന് ഇവനെ ഭയമായിരുന്നു. ഇവനെല്ലാത്തിനും നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എല്ലാം വയലൻ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും. അത് മനുഷ്യൻ്റെ തേജസ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മനുഷ്യർ, ദൈവപുത്രന്മാരുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം വരുന്ന ദിവസം നോക്കിക്കൊണ്ട് ഈ സൃഷ്ടികളെല്ലാം കാത്തിരിക്കാൻ കാരണം ആ തേജസ് പോയപ്പോൾ ഇവരെല്ലാം നാശത്തിന് അടിമകളായിപ്പോയി.
ഇപ്പൊ മൂന്നാമത്തെ നഷ്ടം എന്ന് പറയുന്ന പ്രപഞ്ചത്തെ മുഴുവൻ ബാധിച്ചു. മൃഗങ്ങൾ തമ്മിൽ വയലൻസായി, മനുഷ്യൻ തമ്മിൽ വയലൻസായി. അതിൻ്റെ എല്ലാം കാരണം ഇതിനെല്ലാം നിയന്ത്രിക്കേണ്ടിയിരുന്ന മനുഷ്യനിൽ നിന്ന് ദൈവത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു, തേജസ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈ 3 നഷ്ടങ്ങളാണ് ഏദൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന്, ആത്മാവിൻ്റെ തലത്തിൽ ജീവൻ പോയി. മറ്റൊന്ന്, ദേഹിയുടെ തലത്തിൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകാതെ പോയി, പകരം സ്വന്തം നീതി ഉണ്ടാക്കി. 3, ശരീരത്തിൽ ദൈവത്തിൻ്റെ തേജസ്സിന് പകരം നമ്മൾ ഒരു മർത്യമായ, മരിച്ചു പോകുന്ന ഒരു ശരീരവുമായിട്ട് നടക്കാൻ തുടങ്ങി. മറ്റു മൃഗങ്ങളെ പോലെയായി മരിച്ചു പോകുന്ന, മരണത്തിന് അധീനമായൊരു ശരീരം നമുക്കുണ്ടായി. ഈ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കുന്ന പൗലോസ് നിലവിളിക്കുന്നത്? മരണം കീഴ്പ്പെടുത്തുന്ന ഒരു ശരീരം. അപ്പോൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം മരണം ഓർമ്മ വരുന്നത്. കാരണം മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ശരീരവും നമുക്ക് ലഭിച്ചു. അപ്പോൾ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? വീഴ്ച 3 തലത്തിലുണ്ടെങ്കിൽ, ആത്മാവിലും ദേഹിയിലും ദേഹത്തിലും വീഴ്ച ഉണ്ടെങ്കിൽ രക്ഷയും ഈ 3 തലത്തിലുണ്ട്. കേട്ടോ നിങ്ങൾ? ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാനമാണ്, ഒരിക്കലും മറന്നു പോകരുത്. രക്ഷയ്ക്ക് 3 തലങ്ങളുണ്ട്. 1, ആത്മാവ് രക്ഷിക്കപ്പെടണം. 2, ദേഹി രക്ഷിക്കപ്പെടണം. 3, ശരീരം രക്ഷിക്കപ്പെടണം. ആത്മാവ് എങ്ങനെ രക്ഷിക്കപ്പെടും? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഒരു മെഴുകുതിരി പോലെ ആത്മാവ്, അത് അണഞ്ഞുപോയി. അതെങ്ങനെ കത്തിക്കും? വേറൊരു മെഴുകുതിരി കൊണ്ടുവന്ന്, കത്തുന്ന മെഴുകുതിരി കൊണ്ടുവന്ന് ഈ മെഴുകുതിരിയുടെ തിരിയുടെ നേരെ പിടിച്ചാൽ എന്ത് സംഭവിക്കും? ഇത് കത്തും. അപ്പോൾ ആ മെഴുകുതിരി അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെയും ഇത് അണഞ്ഞു പോകാല്ലേ? അതുകൊണ്ട് ഈ രണ്ടാമത് കൊണ്ടുവന്ന് കത്തിക്കാൻ ഉപയോഗിക്കുന്ന മെഴുകുതിരി അങ്ങനെ തന്നെ വെച്ചാലോ? അണഞ്ഞു പോകാത്ത ഒരു മെഴുകുതിരി അങ്ങനെ തന്നെ വെച്ചാൽ എന്ത് സംഭവിക്കും? നമ്മൾ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. ഇനി പറഞ്ഞ് എങ്ങനെ നമ്മളെ രക്ഷിക്കുന്നതെന്ന്? ആത്മാവിനെ എങ്ങനെ രക്ഷിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് കാറ്റായി ഒന്നും കൂടെ വരും. ആദ്യം ഊതി തകർത്താവ് അല്ലേ? രണ്ടാമതൊന്നും കൂടെ ഊതി. എന്ത് സംഭവിച്ചു? ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പം നമ്മുടെ ചത്ത് കിടന്ന ആത്മാവിന് കത്തി ജീവൻ വെച്ചു. എത്ര മനസ്സിലായത്? പിന്നെ ആത്മാവ് നമ്മളെ വിട്ടിട്ട് പോകുന്നില്ല. എന്തുകൊണ്ട് പോകുന്നില്ല? ഇതിനെ കത്തിച്ച് നിർത്തുക. നമ്മുടെ ജീവനെ കത്തിച്ച് നിർത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതല്ലാതെ വേറൊരു വഴിയില്ല നമുക്ക് രക്ഷപ്പെടാൻ. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പ്രാപിച്ചിട്ടല്ലാതെ ഒരാൾക്കും നിത്യജീവനെ പ്രാപിക്കാൻ സാധിക്കില്ല. ആത്മാവിനാലുള്ള വീണ്ടും ജനനമാണ് നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി പിന്നെയും മാറ്റുന്നത്. അതാണ് രക്ഷ, ഒന്നാമത്തെ പടി. ഇനി 3ാമത്തെ പടി പറഞ്ഞിട്ട് 2ാമത്തെ പടി പറയാം. അത് എളുപ്പം. 3ാമത്തെ പടി എന്ന് പറയുന്നത് അവസാന അന്ത്യകാഹളനാദം കേൾക്കുമ്പോൾ മരിച്ചവരും ജീവനുള്ളവരും വിശ്വാസികളായ എല്ലാവരും രൂപാന്തരപ്പെട്ട് പുതിയ ശരീരങ്ങളുമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ശരീരം രക്ഷപ്പെടുന്നത്. അതുവരെ നമ്മുടെ ശരീരം രക്ഷപ്പെടത്തില്ല. തേജസ്കരണത്തിലൂടെയാണ് നമ്മുടെ ശരീരം പഴയ തേജസ്സിനേക്കാളും വലിയൊരു തേജസ്സിനെ പ്രാപിക്കുന്നത്. ക്രിസ്തുവിൻ്റെ തേജസ്സിനെ പ്രാപിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം രക്ഷപ്പെടുന്നത്. ഇനി 2ാമത്തെ രക്ഷയെക്കുറിച്ച് പറയാം. അത് ദേഹിയുടെ രക്ഷയാണ്. ദേഹി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, അല്ലേ, ഇഷ്ടങ്ങൾ, ഇതെല്ലാം ചേരുന്ന തീരുമാനമെടുക്കലുകൾ, ഇതെല്ലാം നമ്മുടെ ദേഹിയിലാണ്. ഇതിനിപ്പോൾ എൻ്റെ സ്വഭാവമാണ്, അല്ലേ, ആ വികൃത സ്വഭാവമാണ്. എൻ്റെ പ്രാകൃത സ്വഭാവത്തിൽ നിന്ന് യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് ഞാൻ രക്ഷപ്പെടണം. അതാ ദേഹിയുടെ രക്ഷ എന്ന് പറയുന്നത്. പതുക്കെ എൻ്റെ സ്വഭാവം പോയി ഇത് ആരുടെ സ്വഭാവമായി മാറണം? യേശുവിൻ്റെ സ്വഭാവമായിട്ട് മാറണം. അപ്പം എൻ്റെ ചിന്തകൾ യേശുവിൻ്റെ ചിന്തകളായിട്ട് മാറണം. എൻ്റെ ആഗ്രഹങ്ങൾ യേശുവിൻ്റെ ആഗ്രഹങ്ങളായിട്ട് മാറണം. അങ്ങനെ മാറുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇപ്പം ആത്മാവിൽ നമുക്ക് എന്തുണ്ട്? ചിന്തകളുണ്ട്. ആത്മാവ് കത്തി നിൽക്കുക. അപ്പം യേശുവിൻ്റെ ചിന്തകൾ ആര് പറഞ്ഞു തന്നോളൂ? ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ പ്രാണനോട് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കടാ, ഇങ്ങനെയല്ലടാ. വേറൊരു ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. ഇത് മാനസാന്തരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് നമ്മളിൽ ജീവൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ആത്മരക്ഷ കഴിഞ്ഞാൽ പിന്നെ അത് 1 സെക്കൻഡ് കൊണ്ട് നടക്കുന്ന ഈ ആത്മരക്ഷ. ആത്മാവ് എപ്പോൾ പ്രാപിക്കുന്നു അപ്പോൾ ആത്മാവിന് ജീവൻ വെച്ചു. 1 സെക്കൻഡ്. ശരീരത്തിൻ്റെ രക്ഷ കണ്ണിമയ്ക്കുന്ന നേരത്തിൽ നിന്ന്, അതും 1 സെക്കൻഡിൻ്റെ അത്രയും പോലും വേണ്ട. 1 സെക്കൻഡിൻ്റെ എത്രയോ ഡിവിഷനിൽ 1. പക്ഷെ ദേഹിയുടെ രക്ഷ ഒരു നീണ്ട വേദനാജനകമായ ക്രൂശ് ചുമന്നുള്ള ഒരു ജീവിതകാലത്തെ അധ്വാനമാണ് ദേഹിയുടെ രക്ഷ എന്ന് പറയുന്നത്.
ഈ സഭ ഇവിടെ വെച്ചിരിക്കുന്നതും ആ ദേഹിയുടെ രക്ഷ സാധിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ചിന്തകളെ യേശുവിൻ്റെ ചിന്തകളെ പോലെ പരിശുദ്ധവും നിർമ്മലവുമാക്കി മാറ്റാനും അവൻ്റെ തേജസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകാനും പുതുക്കപ്പെട്ട ആത്മാവിൽ നിന്ന് മാത്രം പ്രാപിക്കാൻ ഇഷ്ടപ്പെടുന്ന ശരീരത്തിൻ്റെ ഇച്ഛകളെ നോക്കാത്ത ഒരു മനസ്സ് നമുക്കുണ്ടാകാനും അങ്ങനെ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെടുന്ന അകമനുഷ്യൻ്റെ പെർഫെക്ഷന് വേണ്ടിയാണ് സഭകൾ, ശുശ്രൂഷകൾ, ഈ പ്രസംഗങ്ങൾ. ബാഹ്യ മനുഷ്യനെ തൃപ്തിപ്പെടുത്താനുള്ളതല്ല. നിനക്ക് അമേരിക്കയിലോട്ടുള്ള വിസ റെഡിയാവും എന്ന് പറയുമ്പോൾ തുള്ളിച്ചാടുന്ന പുറമേയുള്ള മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല. അകം മനുഷ്യനെ ക്രിസ്തുവിന് അനുരൂപമായി രൂപപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് ദൈവത്തിൻ്റെ സഭകളിൽ നടക്കേണ്ടത്. ഞാൻ തൃശ്ശൂരിൽ 9:30 മണി മുതൽ 3:30 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു നീളൻ പ്രസംഗം നടത്തി. വെള്ളം തരാൻ അവർ മറന്നുപോയി, ഞാനും കുടിച്ചുമില്ല. എനിക്ക് ഈ പ്രസംഗത്തിന് സമയത്ത് അതൊന്നും ഓർക്കാറില്ല. 3:30 കഴിഞ്ഞപ്പോൾ ഒരമ്മച്ചി എൻ്റെ അടുത്ത്, ഒരു ആൻറ്റി എൻ്റെ അടുത്ത് വന്നു. ഒരാൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ നല്ല പ്രസംഗമായിരുന്നു കേട്ടോ. അപ്പം തന്നെ എൻ്റെ ഹൃദയത്തിൽ ഉടക്കി. കാരണം ഞാൻ നിങ്ങളോട് രാവിലെ പറഞ്ഞില്ലേ, നല്ലതോ ചീത്തയോ എന്നാണ് ഒരാൾ നോക്കുന്നെങ്കിൽ അയാൾക്ക് പ്രസംഗം മനസ്സിലായിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഓർത്തു, എൻ്റെ ദൈവം ഒന്നുകൂടെ പ്രസംഗിക്കേണ്ടി വരും. എന്തായാലും അടുത്ത ചോദ്യം ഇതായിരുന്നു, പാസ്റ്റർ എനിക്കൊരു സംശയമുണ്ട്. അപ്പം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ. ഇതാണ് സംശയം. എൻ്റെ മോന് അമേരിക്കയിലും കാനഡയിലും പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. എവിടെ പോകുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്നൊന്ന് പ്രാർത്ഥിച്ച് പറയാമോ? ഞാൻ പറഞ്ഞു, ആൻറ്റി എനിക്കൊരു നിമിഷം പോലും വേണ്ടി വന്നില്ല ഉത്തരം പറയാൻ. ആൻറ്റി എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. ആൻറ്റി ഈ മുകളിലോട്ട് പോകുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അത് പറയാൻ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അമേരിക്കയിൽ പോകണോ കാനഡയിൽ പോകുന്നതാണ് ഇഷ്ടമെന്ന് അറിയണമെങ്കിൽ അത് നിങ്ങളൊരു നല്ല എഡ്യൂക്കേഷൻ കൗൺസിലറെ പോയി കാണും. ഈ പാവപ്പെട്ട ഞാൻ അമേരിക്ക എന്താ കാനഡ എന്താന്ന് മാപ്പിൽ നോക്കി കണ്ടുപിടിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ച് ദൈവവചനം മാത്രം പറയാൻ അറിയാവുന്ന എനിക്ക് ആ ഒരു വഴിയെ പറയാൻ അധികാരമുള്ളൂ. ബാക്കി പ്രാണന്റെ വഴികൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ അടുത്ത് എന്നെ വെറുതെ വിട്ടേക്കാൻ. കാരണം എൻ്റെ ജൂറിസ്ഡിക്ഷനിലോ മാൻഡേറ്റിലോ വരുന്ന കാര്യമല്ല. ഈ അമേരിക്കയിൽ അവർ പോയാലും കാനഡയിൽ അവർ പോയാലും ഉഗാണ്ടയിൽ പോയാലും ഉസ്ബെക്കിസ്ഥാനിൽ പോയാലും കർത്താവിൽ ജീവിച്ചില്ല എങ്കിൽ ഒരു പ്രയോജനമില്ല. ഇന്ന് പാസ്റ്റർമാരും ശുശ്രൂഷകരെല്ലാം ഈ അമേരിക്കയിലോട്ടും കാനഡയിലോട്ടും കടത്തിവിടാൻ വേണ്ടിയും വിമാനത്തിൽ പറത്തിക്കാൻ വേണ്ടിയും ശുശ്രൂഷിക്കുമ്പോൾ ഓർത്തോ, ഇവരെല്ലാം പ്രാണന്റെ തലത്തിൽ നമ്മളെ അടിമകളാക്കി മാറ്റുകയാണെന്നുള്ള കാര്യം. ഇതുകൊണ്ടാണ് തലമുറകൾക്ക് ക്രിസ്തു ആരാന്ന് മനസ്സിലാകാത്തത്. ഇതുകൊണ്ട് അടിസ്ഥാനങ്ങൾ എന്താണെന്ന് മനസ്സിലാകാത്തത്. നമുക്ക് തരേണ്ടതൊക്കെ ദൈവം തന്നോളും, അതിനുവേണ്ടി നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ? നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ നിലവിളിക്കേണ്ടത് ഈ അകം മനുഷ്യന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അത് പ്രാപിക്കാതെ ആത്മനിറവ് പ്രാപിക്കാൻ വേണ്ടിയുള്ള ഞരക്കമാണ് ഓരോ പ്രാർത്ഥനയും. ആത്മനിറവില്ലാതെ യേശുവിനെ അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ പ്രസംഗം കാണാതെ പഠിച്ചാലും CD കേട്ടാലും ദൈവത്തെ, യേശുവിനെ ഒരു നിമിഷമെങ്കിലും അറിയണമെങ്കിൽ അവൻ്റെ ആത്മാവിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ആത്മാവിൻ്റെ നിറവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് ഓരോ ദിവസവും ആത്മാവിൽ നിറയും. ഓരോ ദിവസം മാത്രമല്ല, ഓരോ നിമിഷവും ആത്മാവിൽ നിറഞ്ഞാലേ നമുക്ക് പാപത്തിൻ്റെ ശക്തിയെ തോൽപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോഴും പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഇത് ചിന്തിച്ചു കാണും. ആത്മാവും പ്രാണനും തമ്മിലുള്ള വിവേചനമാണ് ആത്മീക ലോകത്തിൻ്റെ ഒരു ആത്മീക ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന തലത്തിലേക്ക് നമ്മൾ പക്വതയുള്ളവരായി മാറുന്നത് നല്ല അഭ്യാസം തികഞ്ഞവർക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. ഇത് നിങ്ങളുടെ ഒരു ആയുഷ്കാലത്തെ ഓട്ടം കൊണ്ട് മാത്രമേ എന്താണ് പ്രാണനിൽ നിന്ന് വരുന്നതെന്നും എന്താണ് ആത്മാവിൽ നിന്ന് വരുന്നതെന്നും വിവേചിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ നീതിയെക്കുറിച്ച് പറയുമ്പോൾ അതിലേക്ക് വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ശരിക്കും ആത്മാവ് നമ്മളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന ആ ഒരു വിഷയമാണ്. 5 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. ഈ 5 ദിവസം കൊണ്ട് ആത്മാവ് നമ്മിൽ ചെയ്യുന്ന 5 കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സാധാരണ ചർച്ചകളിൽ 3 ദിവസമൊക്കെയാണ് ക്ലാസ് ഉള്ളതുകൊണ്ട് ഇതൊരിക്കലും പറഞ്ഞു തീർന്നിട്ടില്ല. ഈ 5 ദിവസം ഉള്ളതുകൊണ്ട് തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർന്നാൽ നല്ല കാര്യം, തീർന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു അവസരം ദൈവം തരുമെന്ന് വിചാരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെയാണ് നമുക്ക് ജീവൻ തരുന്നതെന്നും അത് ക്രിസ്തുവിൻ്റെ ജീവനാക്കി മാറ്റാൻ ആത്മാവ് നമ്മിൽ നടത്തുന്ന ശുശ്രൂഷ എന്താണെന്നുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സത്യങ്ങളിലൂടെയാണ്. ഓക്കെ,
ഇത് നമുക്ക് നോക്കാം. എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ്, എങ്ങനെയാണ് നമുക്ക് ജീവൻ തരുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 53-ാം വാക്യം നമുക്ക് വായിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. യോഹന്നാൻ 6:53. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. അതാണ്. ഇപ്പം ഞാൻ നിങ്ങളോടൊന്ന് പറയാണ്, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് എന്നെ മുറിച്ച് എൻ്റെ ശരീരം തിന്നിട്ട് എൻ്റെ രക്തവും ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വന്ന് കോരി കുടിച്ചാൽ നിങ്ങൾക്ക് ജീവൻ കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ കത്തി എടുക്കാൻ പോവോ, അതോ എന്നെ വിളിച്ച പാസ്റ്ററെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് ഇയാൾ എവിടെ നിന്ന് കിട്ടിയത് വല്ലയിടത്തും കൊണ്ട് ആക്കിയാലോ എന്ന് ചിന്തിക്കുമോ? ഇന്ന് പക്ഷേ യേശുവിൻ്റെ മാംസം രക്തം എന്നൊന്നും പറഞ്ഞാൽ നമുക്കൊരു അത്ഭുതം തോന്നില്ലെങ്കിലും യേശു ഒന്ന് പറഞ്ഞ സമയത്ത് യഹൂദന്മാർക്ക് ഇതൊരു ഭയങ്കര ഇടർച്ചയായിരുന്നു. കാരണം നമുക്ക് ഈ കർത്തൃമേശയൊക്കെ ഓർമ്മയുള്ളതുകൊണ്ട് നമുക്ക് അത്ര ഒരു ഇടർച്ചയില്ല. എന്നാൽ യഹൂദന്മാർക്ക് അങ്ങനെയല്ല. അവർക്ക് മൃഗങ്ങളുടെ രക്തം കുടിക്കരുതെന്നുണ്ട്. അപ്പം മനുഷ്യൻ്റെ രക്തം കുടിക്കാന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. അത് ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ ഇവരെ കേട്ടോണ്ടിരുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കി. യേശു ശരിക്കും അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയായിരുന്നു. യേശു അവരോട് പറയുന്നത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നാൽ നിങ്ങൾക്ക് ജീവനുണ്ട്, ഇല്ലെങ്കിൽ ജീവനില്ല. അപ്പോൾ ഇത് കേട്ടോണ്ടിരുന്ന ശിഷ്യന്മാർ 60-ാം വാക്യത്തിൽ ഇങ്ങനെ വായിച്ചോ. അവൻ്റെ ശിഷ്യന്മാർ പലരും ഇത് കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇതാർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി 66-ാം വാക്യം വായിച്ചേ. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവൻ്റെ കൂടെ സഞ്ചരിച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു. യേശു തിരിഞ്ഞ് 1-2 കഠിനവാക്ക് പറഞ്ഞപ്പോൾ അവരിൽ ഇട്ടിട്ട് പോയി. നമ്മളെ പറഞ്ഞ ഒരു പരിജ്ഞാനമില്ല, കഠിനവാക്ക് പറയേണ്ടടുത്ത് പറയാവുള്ളൂ. ഇത്രയും പേര് പോയില്ല. അവരുടെ ആത്മാക്കൾക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ഭയങ്കര ബുദ്ധിയാണ്. യേശു എന്താ ചെയ്തത്? പോകുന്നൊരു പോട്ടം തന്നെ വിചാരിച്ചുകൊണ്ടാണ് പറഞ്ഞത് കഠിനവാക്ക്. എന്തായിരുന്നു കഠിനവാക്ക്? എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ജീവനുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ അത് കേട്ടാൽ ഞാൻ പോയനെ. ഉറപ്പായിട്ട് ഞാൻ കത്തിയായിട്ട് വരത്തില്ലായിരുന്നു. ഉറപ്പായിട്ട് ഞാൻ പോയനെ. നിങ്ങൾ പോകായിരുന്നില്ലായിരുന്നു എനിക്കറിയാൻ മേല. യേശു ഞാനും കൂടെ ഇരിക്കുന്ന സദസ്സിലാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ കത്തി എടുത്തുകൊണ്ട് എന്നെ മുറിച്ച് തിന്നിട്ട് എൻ്റെ രക്തം കുടിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആ മനുഷ്യൻ്റെ പുറകെ പോയില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുന്ന അതല്ല. ഞാൻ ഇതുപോലൊരു ചോദ്യം 2009 ഭുവനേശ്വറിൽ ഒരു ബൈബിൾ ക്ലാസ് എടുക്കുമ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് അവരിട്ടിട്ട് പോയത്? അപ്പോൾ അവരുടെ ഉള്ളിലുള്ള മറുപടിയും എൻ്റെ ഉള്ളിലുള്ള മറുപടി ഒന്നാണ്, ഈ ശരീരം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് അസ്വസ്ഥത ഉണ്ടാക്കിയത് കൊണ്ട് യേശു എന്നാണ് പറയേണ്ടത്. പക്ഷെ അന്നേരമാണ് എൻ്റെ കണ്ണ് 63-ാം വാക്യത്തിൽ, ഇത് ഇടയ്ക്കൊരു വാക്യം കിടപ്പുണ്ട്, ഈ 63-ാം വാക്യത്തിലേക്ക് ചെന്നത് അപ്പോഴാണ്. 63-ാം വാക്യം ഒന്ന് വായിച്ചേ. ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ മാംസവും രക്തവും അല്ല, പിന്നെ എന്തുവാ? ആത്മാവും ജീവനുമാണ്. യേശു എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ഇതിനിടയ്ക്ക്. നമ്മൾ ഈ മാംസവും രക്തവും എന്താണെന്നറിയാൻ വേണ്ടി തിയോളജി ബുക്ക് പുസ്തകം, കമൻട്രി പുസ്തകം, പ്രസംഗം എല്ലാം കേട്ടിട്ട് മനസ്സിലായിട്ടില്ല മാംസവും രക്തം എന്താന്ന്. ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ശരീരത്തെക്കുറിച്ച് മാംസത്തെക്കുറിച്ച് അത് ആത്മാവെന്നും അല്ലെ, രക്തത്തെക്കുറിച്ച് അത് ജീവനെന്നും യേശു പറഞ്ഞത്. അപ്പൊ ഒറ്റ വാക്ക യേശു പറഞ്ഞുള്ളൂ, ആത്മാവിനെ പ്രാപിക്കാ, ജീവനുള്ളവരാവുക. നിങ്ങളുടെ അണഞ്ഞു കിടക്കുന്ന മെഴുകുതിരി കത്തട്ടെ, അതിന് ആത്മാവ് വന്നേ പറ്റുള്ളൂ. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല, വെളിച്ചമില്ല. വെളിച്ചമാണ് ജീവൻ അല്ലെ. വെളിച്ചം എവിടെ നിന്ന് വരണം? ഉയരത്തിൽ നിന്ന് വരണം. ഇത് കേട്ടപ്പോൾ അവരിട്ടിട്ട് പോയത്. ഈ 63-ാം വാക്യം വായിച്ചപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. ഞാൻ ഈ ചോദ്യം ചോദിക്കുകയും ചെയ്തു. അവരുടെ കയ്യിലുള്ള ഉത്തരവും തെറ്റാ, എൻ്റെ കയ്യിലുള്ള ഉത്തരവും തെറ്റാ. എനിക്ക് ഇതിൻ്റെ ഉത്തരം അറിയാനും വയ്യ. ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. ഒരു ടൈം കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞൊരു പാട്ട് പാടാൻ പറഞ്ഞു. കാരണം എനിക്ക് ഉത്തരം അറിയാൻ വയ്യ, എനിക്ക് ഉത്തരം കിട്ടണം. ഞാൻ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, ഈ 63-ാം വാക്യത്തിൽ എക്സ്പ്ലനേഷൻ കേട്ടിട്ടാണല്ലോ അവരിട്ടിട്ട് പോയത്. ആത്മാവ് വരുന്നു, ജീവൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴാണല്ലോ അവർ ആദ്യം മാംസം കഴിക്കണം രക്തം കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആരും പോയില്ല. അവർ ചുറ്റിപ്പറ്റി നിന്നതേ ഉള്ളൂ. കഠിന വാക്കാണല്ലോ എന്ന് പറഞ്ഞ്. പക്ഷെ എപ്പം യേശു അത് എക്സ്പ്ലെയിൻ ചെയ്ത് മാംസമല്ല ആത്മാവാണ്, ആത്മാവ് നിങ്ങളെ ജീവിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴേക്കും ഇവരെല്ലാം ഇട്ടിട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലായിരുന്നു. ഇന്നാണെങ്കിൽ ആത്മാവ് വരുന്നു, ബ്ലസ് കുണ്ടറ, ബ്ലസ് തിരുവല്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും എന്താ ജനക്കൂട്ടം, എന്താ ഇടി.
ഇന്ന് ഞാൻ എന്താ വിഷയം എന്ന് വെച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്നെല്ലാം പറഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പം കുറേ ആൾക്കാരോട് വന്നേനെ. കാരണം ആത്മാവ് അതാ തീം. പക്ഷെ ഞാനത് പറഞ്ഞില്ല. പക്ഷെ അത് പറഞ്ഞായിരുന്നെങ്കിൽ കുറേ ആൾക്കാർ, കാരണം ആത്മാവ് ഉള്ളിടത്ത് ഓടിക്കൂടുന്ന പോലെ എന്ന ആൾക്കാർ ഓടിക്കൂടുന്നേ. പക്ഷെ അന്ന് അവര് ആത്മാവ് വരുന്നു എന്ന് പറഞ്ഞപ്പം എൻ്റെ പിള്ളേരെ വിട്ടോടാന്ന് പറഞ്ഞ് ഓടുമായിരുന്നു 4 മണിക്ക്. ഇനി മേലെ അവൻ്റെ കൂടെ നടന്നേക്കല്ലെന്നാ പറഞ്ഞു. അതെന്താ ഒരു പിടി എനിക്ക് കിട്ടുന്നില്ല, ഇതെന്താ സംഭവം? അപ്പം ഞാനിങ്ങനെ വെള്ളം കുടിക്കുന്ന ഒരു പാട്ട് പാടുന്നു. ഞാൻ കർത്താവേ ഇത് പറഞ്ഞു തരാതെ എനിക്ക് പ്രസംഗിക്കാൻ മുമ്പോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല, പറഞ്ഞു തന്നേ പറ്റുള്ളൂ. ഓൺ സ്റ്റേജ് കർത്താവിൻ്റെ ചോദിക്കും, കർത്താവ് എന്താ ഇത്? കർത്താവ് പറഞ്ഞു, കേട്ടോ ഇതാണത്. അന്ന് കർത്താവ് പറഞ്ഞ എൻ്റെ ജീവിതത്തെയും ശുശ്രൂഷയും എല്ലാം തിരിച്ചുവിട്ട് 2009 കർത്താവിൻ്റെ സ്റ്റേജിൽ വെച്ച് തന്ന ഒരു വെളിപ്പാടാണ്. അതിതായിരുന്നു. കർത്താവ് പറഞ്ഞു, മാംസം കൊണ്ട് ഒരു പ്രയോജനമില്ല, ഇതെല്ലാം അത്തിലകളാണ്. നീ എന്ത് പണി ചെയ്തോ, പ്രസംഗിച്ചോ, പ്രാർത്ഥിച്ചോ, ഉപവാസം എടുത്തോ, ഹോൾ നൈറ്റ് പ്രയർ നടത്തിക്കോ, നാട് മുഴുവൻ പോയി ബൈബിൾ പഠിപ്പിച്ചോ, യു വിൽ ഡൈ. കാരണം ഈ പ്രവൃത്തികൾക്കൊന്നും നിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. മാംസം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നീ ചെയ്ത ഒരു സൽപ്രവൃത്തിയും നിന്നെ രക്ഷിക്കത്തില്ല. നീ നശിക്കും, നീ മരിക്കും. ഭയങ്കര വാക്കായി. യഹൂദന്മാർ ഞെട്ടിപ്പോയി കാണും. അവർക്കത് മനസ്സിലായി കാണുമായിരിക്കും. കാരണം ഫസ്റ്റ് ഹാൻഡ് അല്ലേ കേൾക്കുന്നത്. അവർ ഞെട്ടിപ്പോയി. അവർ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം സൽപ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവർ കർത്താവ് പറയാ അതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ മതത്തെ മുഴുവൻ കർത്താവ് വെട്ടി ദൂരോട്ട് കളയുമായിരുന്നു ഒരു നിമിഷം കൊണ്ട്. അടുത്ത വാക്യം. അപ്പോൾ കർത്താവ് പറഞ്ഞപ്പോൾ ഞാൻ മരിക്കുമോ എന്ന് കർത്താവിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ മരിക്കേണ്ടാത്തതിൻ്റെ ഏക കാരണം നീ മാംസത്തിലുള്ളവനല്ലാത്തതുകൊണ്ടല്ല, നിന്റെ സ്ഥാനത്ത് ഞാൻ മരിച്ചു എന്നൊരൊറ്റ കാരണം. there is no other reason. നീ മരിക്കേണ്ടാത്തതിൻ്റെ ഏക കാരണം, നീ മരിക്കേണ്ട മരണം, നിന്റെ സ്ഥാനത്ത് ഞാൻ മരിച്ചു. അതുകൊണ്ട് നിന്റെ മരണം നീങ്ങിപ്പോയി, ഇത്രയേ ഉള്ളൂ. അപ്പം മാംസം കൊണ്ട് അപ്പോഴും ഒരു പ്രയോജനമില്ല. അപ്പം ഞാൻ പറഞ്ഞു, നല്ല കാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ കഠിനവാക്ക് എന്താണെന്നറിയോ? ഞാൻ മാനസാന്തരപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പോകുമായിരുന്നൊരു വഴി ഉണ്ടായിരുന്നു. ആ വഴിയുടെ അവസാനം മരണമായിരുന്നു. യേശു എനിക്ക് പകരം മരിച്ചപ്പോൾ ആ വഴി അടഞ്ഞുപോയി. എനിക്കിനി ആ വഴിയില്ല. എൻ്റെ ചോയ്സ് അല്ല. ആ വഴി എനിക്കിനി പോകാൻ ആ വഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ അത്? അപ്പൊ യേശു എൻ്റെ സ്ഥാനത്ത് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ആ ഫിസിക്കലി ഒരു സെക്കൻഡ് മരിച്ചു എന്ന് മാത്രമല്ല, ഞാൻ പോകാമായിരുന്ന എല്ലാ സ്ഥാനങ്ങളും മരണമായിരുന്നു. അവിടെ എല്ലാം യേശു എനിക്ക് പകരം മരിച്ചു എന്ന് പറഞ്ഞ ആ വഴി ഇനി ഇല്ല. നേരത്തെ പറയാവുന്ന വർത്തമാനങ്ങൾ ഇനി എൻ്റെ വായിൽ ചോയ്സ് അല്ല, പറയണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ടല്ല, അത് വരുന്നില്ല. ദാറ്റ് വേ ഈസ് ഡെഡ്. അപ്പൊ പിന്നെ ഞാൻ ഇനി എന്നാ ചെയ്യും? എനിക്ക് ജീവിക്കാനൊരു വഴിയില്ല, ആ വഴി പോയി. എനിക്ക് ജീവിക്കാനൊരു സ്ഥാനമില്ല, ആ സ്ഥാനത്ത് യേശു മരിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ എവിടെ ജീവിക്കും? ചിലപ്പോൾ കേൾക്കത്തില്ല, ഈ വീട്ടിൽ എൻ്റെ സ്ഥാനം എവിടാ? ഈ ചർച്ചിൽ എനിക്ക് ഒരു സ്ഥാനമില്ലേ? ചില ചർച്ചുകളിൽ ചെന്ന് കഴിഞ്ഞാൽ റിസർവ്ഡ് കസേരകളുണ്ട്. ഇവിടെ അടുത്താ, ഞാൻ പറയല, ചർച്ചിൻ്റെ പേര് പറയല, ഏതാണ്ട് പേര് കേട്ട ചർച്ച് ഓഫ് ഗോഡ് പോലെ ഇരിക്കും. ഇത്രയും കേട്ട സ്ഥലമെന്ന് പറയുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഈ സൈഡിൽ ഇട്ടിരിക്കുന്ന ചെയറെല്ലാം മൂപ്പന്മാർക്ക് റിസർവേഷനാണ്, ഓരോ മൂപ്പനും വർഷങ്ങളായി ഇരുന്ന് പോരുന്ന ചെയർ അതെന്ന് പറഞ്ഞു, വേറെ ആരും ഇരുത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല കാര്യമല്ലേ? പാസ്റ്റർ, ഞാൻ നല്ല കാര്യം. ഒരു മൂപ്പൻ്റെ ചെയർ ചർച്ചിൻ്റെ സ്റ്റേജിലിട്ടിരിക്കുന്നു, അവിടെ വേറെ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പാസ്റ്ററിന് പാസ്റ്ററിനൊന്നും മനസ്സിലാകുന്നില്ല എന്താ ഉദ്ദേശിക്കും. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ആ മൂപ്പൻ്റെ കയ്യിൽ നിന്ന് വാടക മേടിക്കേ, ചെയറിന് മാസം 500 രൂപ മേടിക്കേ. കാരണം പുള്ളിയുടെ ചെയർ വേറെ ആർക്കും ഇരിക്കാൻ പറ്റാത്ത ചെയറിനെ സ്റ്റേജ് കൊണ്ടിട്ടിരിക്കുന്നത്. വാടക മേടിക്കേ, പുള്ളി ഇരുന്നോട്ടെ സമാധാനമായിട്ട്. സത്യമല്ലേ? അതാണ് എൻ്റെ സ്ഥാനം എവിടെ? ചോദിക്കുക. അപ്പം മറുപടി ഇതാ, നിന്റെ സ്ഥാനത്ത് യേശു മരിച്ചിരിക്കും. അവിടെ ഒരു ക്രൂശാ, അവിടെ ഒരു ചെയറൊന്നുമില്ല, അവിടെ ഒരു നിന്ദയാ ഉള്ളത്, ക്രൂശിൻ്റെ നിന്ദയുള്ളത്. അപ്പം ഞാനിനി എന്നാ ചെയ്യും? ഞാൻ എവിടെ പോയിരിക്കും? നിന്റെ സ്ഥാനമല്ലേ പോയുള്ളൂ. നിന്റെ സ്ഥാനം പോയത് നന്നായി, കാരണം യേശു അവൻ്റെ സ്ഥാനം നിനക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് യേശു നിന്റെ സ്ഥാനത്ത് മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാനിനി എൻ്റെ സ്ഥാനത്ത് ജീവിക്കാൻ പറ്റില്ല, ഇനി ഞാൻ യേശുവിൻ്റെ സ്ഥാനത്ത് ജീവിക്കണമെന്ന് അതിനർത്ഥം. അപ്പോൾ പ്രസംഗിക്കാൻ പീഠത്തിന് മുമ്പിൽ പുറകെ നിൽക്കുമ്പോൾ ചേസിനൊരു സ്ഥാനമില്ല. യേശു ഇവിടെ നിൽക്കുമായിരുന്നെങ്കിൽ അവനൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അവൻ സ്വർഗത്തിലോട്ട് പോയിട്ട് പറഞ്ഞു, ഞാൻ ആ സ്ഥാനം നിനക്ക് തന്നേക്കുക, നീ അവിടെ കയറുന്നു പ്രസംഗിച്ചു. അപ്പോൾ ആത്മാവ് എന്തിനാ? ഒരു സഭയിലോട്ട് കയറി ചെല്ലുമ്പം, പ്രസംഗപീഠത്തിലേക്ക് വരുമ്പം, ഒരാളുടെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പം, ഒരാളോട് സംസാരിക്കുമ്പം ആത്മാവ് എനിക്ക് കാണിച്ചു തരണം യേശുവിൻ്റെ സ്ഥാനം ഏതാണ്. ഇത് തുടർച്ചയായി നമ്മളിലേക്ക് വരുന്ന ജീവനാണ്. യേശുവിൻ്റെ ജീവനാണ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ മക്കളെന്നോട് ദേഷ്യപ്പെടുക,
ഇപ്പം എൻ്റെ ഉള്ളിൽ വരുമോ എൻ്റെ മക്കളെല്ലാം നശിച്ചു പോയല്ലോ, മോശമായല്ലോ? അങ്ങനല്ല. എൻ്റെ സ്ഥാനമില്ലല്ലോ. ഞാൻ മക്കളുടെ മുമ്പിലും യേശുവിൻ്റെ സ്ഥാനത്താണ്, എല്ലാവരുടെ മുമ്പിൽ. കാരണം എൻ്റെ സ്ഥാനമേ മരിച്ചുപോയി. ഇനി എനിക്ക് ആരുടെ സ്ഥാനമുള്ളൂ? ഉടനെ ചോദിക്കാം, നിങ്ങളുടെ മക്കളോട് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ യേശുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണോ? ഭാര്യ, ഭർത്താക്കന്മാർ, സഹോദരന്മാർ, സഭയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് യേശുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണോ? ആ യേശുവിൻ്റെ സ്ഥാനം ഏതാണ്, അവൻ്റെ ജീവൻ എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. കാരണം നമ്മൾ ആദ്യമേ കണ്ടു, നമ്മുടെ ജീവൻ പോയി, ഈ ജീവൻ നമ്മളിലേക്ക് വരണം. അത് പുത്രൻ്റെ ജീവനാണ് ആത്മാവ് നമുക്ക് തരുന്നത്. ആത്മാവ് ആരുടെയെല്ലാം ഉള്ളിലുണ്ടോ അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ആ മക്കൾ ഏത് സ്ഥാനത്ത് ജീവിക്കണമെന്ന് ചോദിച്ചാൽ പുത്രൻ എവിടെയാണോ ജീവിച്ചത് അവിടെ ജീവിക്കണം. ഈ വെളിപ്പാട് എനിക്ക് സ്റ്റേജിൽ നിന്ന് കിട്ടുക. ഇത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രിയ സഹോദരങ്ങളെ, ആ ജനം മുഴുവൻ എങ്ങനടിച്ച് കരയുമായിരുന്നു. അയ്യോ ഞങ്ങൾ പാപികളാണേ എന്ന് പറഞ്ഞ് നെഞ്ചത്തിൽ. ഞാൻ ഓർത്ത്, എൻ്റെ ദൈവം, ഞാൻ ഇതോടുകൂടി മരിക്കുമായിരിക്കും, എൻ്റെ ശുശ്രൂഷകൾ തീർന്നു കാണുമായിരിക്കും, ഇനി ഇവരായിരിക്കും മുമ്പോട്ട് ഇത് കൊണ്ടുപോകുന്നത്. ഞാൻ ആ ഒരു എക്സ്പീരിയൻസിലാണ്. ഇവരെല്ലാം നിലവിളിയാണ്, ഭയങ്കര നിലവിളിയാണ്. ദൈവം എനിക്കൊരു ഉറപ്പ് തന്നതാണ്, ഇത് തന്നെയാണ് യേശുവിൻ്റെ ജീവൻ. പക്ഷേ ഇത് നവംബർ മാസത്തിലാണ് സംഭവിക്കുന്നത്. ഞാൻ ഈ വെളിപ്പാടുമായിട്ട് ഇങ്ങനെ ഇരിക്കുക, യേശുവിൻ്റെ സ്ഥാനത്ത് ജീവിക്കണം, യേശുവിൻ്റെ സ്ഥാനത്ത് ജീവിക്കണം. അവസാനം ഡിസംബർ ആയപ്പോഴേക്കും ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, നിൻ്റെ സ്ഥാനം, എൻ്റെ സ്ഥാനത്ത് പോലും ഞാൻ ശരിക്കും ജീവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നിൻ്റെ സ്ഥാനത്ത് ഞാൻ എങ്ങനെ ജീവിക്കും എന്നാണ് പറയുന്നത്. ഞാൻ എങ്ങനെ ജീവിക്കും? എന്നെ കൊണ്ട് അതിന് കഴിയുമോ? എൻ്റെ സ്ഥാനത്ത് പോലും ഞാൻ മര്യാദക്കല്ല ജീവിച്ചേക്കുന്നത്, ആകെ കുളമായിക്കുക. ഇനിയാണ് നിൻ്റെ സ്ഥാനത്ത്. കർത്താവ് പറഞ്ഞു, എൻ്റെ സ്ഥാനത്ത് നിനക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി മരിക്കണ്ടായിരുന്നു, ഉപദേശിച്ചാൽ മതിയായിരുന്നു. ഞാൻ നിനക്ക് വേണ്ടി മരിച്ച എൻ്റെ ആത്മാവിനെ തന്നത് നിനക്ക് ജീവിക്കാൻ പറ്റാൻ വേണ്ടിയാണ്. ആ സ്ഥാനം നിനക്ക് വെളിപ്പെടുത്താനും തക്ക സമയത്ത് ആ ജീവൻ നിനക്ക് ലഭിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് നിന്നാലിത് കഴിയില്ല, പക്ഷെ എൻ്റെ ആത്മാവിനാൽ ഇത് കഴിയും. ഇത് 2009 നടന്ന കാര്യമാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ ജീവനാണ്. അത് അവൻ്റെ ആത്മാവിന് മാത്രമേ വരുള്ളൂ. അത് അവൻ എവിടെ ജീവിക്കുന്നു, അവൻ എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് നമ്മുടെ വലിയ കണ്ടെത്തലാണ്. ഈ കുണ്ടറയിൽ യേശു 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ജീവനോടെ നമുക്ക് കാണാവുന്ന രീതിയിൽ ഇവിടെ യേശു ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യുമായിരുന്നു, എങ്ങനെ നടക്കുമായിരുന്നു, എൻ്റെ വീട്ടിൽ എൻ്റെ സ്ഥാനത്ത് യേശു ആയിരുന്നെങ്കിൽ അവൻ എങ്ങനെ പെരുമാറുമായിരുന്നു എന്നെനിക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പണി. ഇതാർക്കും ഇഷ്ടമില്ലാത്തത്, ഇതാർക്കും ഇഷ്ടമില്ല. എന്തുകൊണ്ട് ഇഷ്ടമില്ലെന്നറിയോ? ഇപ്പം നമ്മൾ ഇപ്പം ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയം പിള്ളേരോട് ചോദിക്കുക, നിൻ്റെ ജീവിതം വിട്ടിട്ട് റൊണാൾഡോയുടെ ജീവിതം അല്ലെ മെസ്സിയുടെ ജീവിതം തരാമെന്ന് പറഞ്ഞാൽ പിള്ളേർ തുള്ളി ചാടിപ്പൊക്കളും. എന്തൊരു സന്തോഷമായിരിക്കും. ആ സമയത്ത് രാഷ്ട്രീയ അഫിനിറ്റി ഉള്ളവരോട് പറയാണ്, നീ മുഖ്യമന്ത്രി ആയിട്ടിരുന്നോ പിണറായി വിജയൻ്റെ സ്ഥാനത്ത്, പിണറായി വിജയൻ ഇവിടെ ഒന്ന് വിശ്വാസം ഇരുന്നോളാന്ന് പറയാം. സന്തോഷമായിട്ട് പിണറായി വിജയൻ്റെ സ്ഥാനത്തേക്ക് പോകുന്ന ഒത്തിരി ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇവരുടെ എല്ലാം ജീവിതത്തിനൊരു അട്രാക്ഷൻ ഉണ്ട്, ഈ ലോകത്തിനൊരു മഹത്വമുണ്ട്. ഈ ലോകത്തിൻ്റെ മഹത്വമുള്ള ജീവിതത്തോട് നമുക്കെല്ലാം ഒരു കൊതിയുണ്ട്. നമ്മുടെ ഉള്ളിലെല്ലാം ആ ഒരു മഹത്വത്തോടുള്ളൊരു ദാഹമുണ്ട്. ഈ മഹത്വം പ്രാപിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ടോപ്പ് ലെവലിൽ വരണം എന്ന് ആഗ്രഹമുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ വരാൻ പോകുന്നത്, അതെല്ലാം ഉണ്ട്. പക്ഷേ യേശുവിൻ്റെ ജീവൻ തരാമെന്ന് പറഞ്ഞാൽ ആർക്കും, എല്ലാവർക്കും ഇഷ്ടവും സ്നേഹമൊക്കെ ആണെങ്കിലും അത് ജീവിതത്തിലോട്ട് വന്നാൽ ഇഷ്ടമില്ല. ഇനി 65 വാക്യം വായിച്ചു നോക്കി. 6:65 അത് ഇത് ഹേതുവായിട്ടത്രേ. ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും യേശുവിൻ്റെ അടുത്ത് വരാൻ കഴിയത്തില്ല. അപ്പൊ ഏറ്റവും കഠിന വാക്ക് എന്താണ്? യേശു അവൻ്റെ ജീവനാണ് തരുന്നത്, വേറെ ആരുടെ ജീവനല്ല. ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ ജീവനല്ല, ഇവിടെ മുതലാളിയായ ഒരാളുടെ ജീവനല്ല, ഇവിടെ ഏറ്റവും സുന്ദരനായി സുഖിച്ച് ജീവിച്ച ഒരാളുടെ ജീവനല്ല തരുന്നത്. ക്രൂശിൽ ഏകനായി നിന്ദിക്കപ്പെട്ട് മരിച്ച യേശുവിന്റെ ജീവനാണ് തരുന്നത്. ആർക്ക് വേണം? ഇതുകൊണ്ട് ആൾക്കാർ ഇട്ടിട്ട് പോയത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ യേശുവിൻ്റെ ജീവനിൽ എന്താ ഇത്ര ഇരിക്കുന്നത്? ഒരു കല്യാണം കഴിച്ചവൻ അറിയാം അവൻ്റെ പ്രതിസന്ധി. ഒരു കല്യാണം കഴിക്കാത്ത, ഒരു എൻജോയ്മെൻറ്റ്, ഒരു മൊബൈൽ ഫോൺ പോലും കയ്യിലില്ലാത്ത, ഒരു വണ്ടി ഓടിക്കാത്ത, ഈ ഗലീലയിലും യെരുശലേമിലും അല്ലാതെ ആ രാജ്യത്തിന് വെളിയിൽ സഞ്ചരിക്കാത്ത, വെറും 12 ശിഷ്യന്മാരുണ്ടായിട്ട് അവരിൽ ഒരുത്തൻ പോലും കൂടെ ഇല്ലാതിരുന്ന യേശുവിൻ്റെ ജീവൻ ആർക്ക് വേണം? അതോ 20,000 പേര് പ്രസംഗം കേൾക്കുന്ന ഒരു വമ്പൻ പ്രസംഗകന്റെ ജീവിതം വേണോ? അതോ ഒന്നുമില്ലാതെ ഏകനായി ക്രൂശിൽ മരിച്ച യേശുവിൻ്റെ ജീവൻ വേണോ എന്ന് ചോദിച്ചാൽ ചോയ്സ് ഈസ് ഒബ്വിയസ്, ആൻസർ ഈസ് ഓൾസോ ഒബ്വിയസ്. അല്ലേ? മനസ്സിലാവുന്നുണ്ടോ എന്താ അവർ അത്രയും പേര് കഠിനവാക്കെന്ന് പറയാൻ കാരണം? ആത്മാവ് നമ്മളെ കാണിച്ചു തരുന്ന പ്രാണന്റെ തലത്തിലുള്ളൊരു വിജയമല്ല, ആത്മാവിന്റെ തലത്തിൽ യേശുവിനെ അനുഭവിക്കാൻ ആത്മാവ് പഠിപ്പിച്ചു തരുന്നത്. അത് എല്ലാ ജഡ മനുഷ്യനും അനാകർഷകമാണ്,
സഹിക്കാൻ പറ്റത്തില്ല. അത് വിടുതലല്ലെന്നാ പറയുന്നത്, വിടുതലല്ല. ഒരു വിടുതലില്ല ബ്രദറെ എന്നാ. ഇത്രയും നാൾ ശുശ്രൂഷിച്ചിട്ട് വലിയ സഭ കിട്ടിയില്ല, ഒരു വിടുതലില്ല. യേശുവിലേക്കല്ല അവർ വളരുന്നത്, 666 അതവർ മനസ്സിലാക്കുന്നില്ല. നിങ്ങളിത് എങ്ങനെ എടുക്കുന്നത് എനിക്കറിയാമേ, പക്ഷേ ഇത് അന്ത്യകാലത്തേക്കുള്ള ഒരു പ്രൊഫസി ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കേണ്ടി വരും. കാരണം ഇത് ഞാൻ എൻ്റെ ഹൃദയമാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഞാൻ പഠിച്ചു വെച്ച കുറേ കാര്യങ്ങളല്ല. എൻ്റെ കയ്യിലൊരു സ്ലിപ്പ് പോയിട്ടൊരു പേപ്പർ പോയിട്ടൊരു അണ്ടർലൈൻ ചെയ്തൊരു ബൈബിൾ 5 ദിവസം സംസാരിക്കാൻ വന്നയാളാണ്. എൻ്റെ കയ്യിൽ ബൈബിൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ബൈബിളിനകത്തൊരു വര പോലും ഇട്ടിട്ടില്ല. ഒരു പേപ്പർ തുണ്ടോ കടലാസോ എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലൊരു പുസ്തകവും ഇല്ല. കാരണം ദൈവം നിങ്ങളോട് സംസാരിക്കുമെന്നുള്ള ബോധ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് ക്രിസ്തു ഇല്ലാത്ത, ക്രിസ്തുവിൻ്റേതുപോലെ നോക്കിയാൽ കാണില്ലാത്ത ഒരു ജീവിതമാണ് നിങ്ങളെ ഇന്നത്തെ പ്രവാചകന്മാരും ശുശ്രൂഷകന്മാരും പറഞ്ഞ് മോഹിപ്പിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിനുള്ളവർ തന്നെയാണ്. അവിടെ നിന്ന് നിങ്ങളെ രക്ഷിക്കാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് യേശുവിൻ്റെ ജീവനായിട്ട് വരുന്നത്, യേശുവിൻ്റെ ജീവനായിട്ട്. ഓക്കെ, നമുക്കിനി കാണാൻ പോകുന്നത് ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നാൽ യേശുവിൻ്റെ ജീവനാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ എങ്ങനെയാണ് വരുന്നത്? അതിനാണ് 5 കാര്യങ്ങൾ നമുക്കുള്ളത്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് അനുഭവിക്കാൻ, ആത്മാവ് എങ്ങനെയാണ് പുത്രത്വം നമുക്ക് നൽകുന്നതെന്ന് മനസ്സിലാക്കിപ്പിക്കുന്ന 5 പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ. ഒരുപക്ഷെ നിങ്ങളിത് വായിച്ച് വേറെ ഏതെങ്കിലും രീതിയിൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ എന്നെ ദൈവം പഠിപ്പിച്ച 5 കാര്യങ്ങൾ, ഇത് 10 വർഷം കൊണ്ട് എന്നെ പഠിപ്പിച്ചത് ഈ 5 കാര്യങ്ങൾ. ഏതാണ്ട് 8-9 വർഷങ്ങൾ കൊണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങളാണിത്. ഓക്കെ, അതാണ് ഈ 5 ദിവസം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. ആത്മാവ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. മതി. ഈ പെന്തക്കോസ്തുകാരായ നമുക്ക് വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലേ? പിന്നെ നമ്മൾ എങ്ങനെ 40 ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തുന്നത്? വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലേ? പൗലോസ് പറയുവാണ് എനിക്കറിയാൻ മേലെന്ന്. പിന്നെ നമുക്കങ്ങ് സമ്മതിച്ചേക്കാം അറിയാൻ വയ്യ. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കി, എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞു? വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ ഉത്തരം അപ്പോൾ ദൈവം തരുവാന്ന് വിചാരിച്ചോ? അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പ്രാർത്ഥിക്കാം, കർത്താവേ എനിക്ക് ഒത്തിരി തടിയുണ്ട്, എനിക്കൊരു സ്ലിമ്മായിട്ട് കാണണം. അപ്പം രാവിലെ കണ്ണാടി നോക്കിയപ്പോൾ ഞാൻ സ്ലിമ്മായിട്ടിരിക്കുന്നു. ഇങ്ങനെ ദൈവം പ്രവർത്തിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ശരീരം ഒന്ന് വെളുക്കണം, ഫെറാൻ ലെവലിൽ തേച്ച് ഞാൻ മടുത്തു, കർത്താവെ ഒന്ന് വെളുപ്പിച്ച് തരണേ. ഇതാ കണ്ണാടി നോക്കിയപ്പം നല്ല സായിപ്പിനെ പോലിരിക്കുന്നു. പൈസ ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ കർത്താവ് 2 കോടി രൂപയുടെ ആവശ്യമുണ്ട്, ഏതാണ്ട് എല്ലാ പ്രശ്നവും തീരുമായിരിക്കും അല്ലേ? ഇതാ ഒരുത്തൻ 2 കോടിയായിട്ട് വരുന്നു. ഇങ്ങനെ കർത്താവ് പ്രവർത്തിക്കുന്നു വെച്ചാൽ എന്ത് പ്രാർത്ഥിച്ചാലും, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ അങ്ങനല്ലേ, യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും തരുമെന്നല്ലേ പറഞ്ഞേക്കുന്നത് അല്ലേ? എൻ്റെ ചോദ്യം, ഇങ്ങനെ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? കള്ളം പറയരുത്, സഭയിലാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കള്ളം പറയരുത്. കാരണം സഭയിൽ പറയാവുന്ന ചില വിശുദ്ധ കള്ളങ്ങളിലൊന്നാണ് ദൈവം എല്ലാ പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥിക്കുന്ന എല്ലാം ദൈവം തരും. ഒരു വിശുദ്ധ കള്ളമാണ്. ലോകത്ത് ആർക്കും അത് കിട്ടിയിട്ടില്ല എന്ന് എൻ്റെ വിശ്വാസം. നമ്മൾ ഈ സുവിശേഷം പറയുമ്പോൾ അവരോടും പറയും നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം തരും. ചുമ്മാതാ, ദൈവം അങ്ങനെ തരുന്നില്ല. ഇയാൾ പ്രസംഗിക്കാൻ ഞങ്ങളുടെ ഉള്ള വിശ്വാസം കൂടെ കളയുന്നതാണ്. അങ്ങനെ തരുമായിരുന്നെന്ന് വിചാരിച്ചോ? നിങ്ങളിപ്പോൾ ആരായനെ? യേശുവിനെ പോലെയോ? എവിടെ? ഇപ്പം തന്നെ ദൈവം എല്ലാം തരുമായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയും ഏറ്റവും ആരോഗ്യമുള്ളവനും ഏറ്റവും സുന്ദരനും എല്ലാവരും ബഹുമാനിക്കപ്പെടുന്നവനും ആരും കുറ്റം പറയാത്തവനുമായിരുന്നേനെ. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ എല്ലാ മഹത്വവും പിശാചിൻ്റെ കയ്യിലല്ല, എൻ്റെ കയ്യിലായനെ. എന്ന് പറഞ്ഞാൽ ഞാനൊരു 666 മാറിയെന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ? പക്ഷെ 666 ആകെ ഒരെണ്ണേ ഉള്ളൂ, അത് വരാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് 666 നമ്മളെ കൊണ്ട് പറ്റില്ല, നമുക്കറിയാം. ഒരു 66 ആകാനുള്ള ഒരു കഠിന പരിശ്രമമാണ് നമ്മുടെ ഈ പ്രാർത്ഥനകൾ. ഒരു ചെറിയ പ്രഭു, ആവശ്യത്തിന് പണം,
നല്ല വാഹനം, നല്ല വീട്, നല്ല പിള്ളേരെ, മിടുക്കന്മാർ, നമ്മുടെ ചർച്ചിലുള്ള എല്ലാ പിള്ളേരെക്കാളും ടോപ്പിൽ വരുന്ന പിള്ളേർ. എന്തായിരിക്കും? 666 ആയില്ലെങ്കിലും ഒരു 66 ആയാനാകും. ദൈവം അങ്ങനെ ആക്കും. നിന്നെ ഉയർത്തും, നിന്നെ മാനിക്കും. ആ മോഹങ്ങൾക്കൊരു അതിരുമില്ല. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ പരിചയം തോന്നില്ല? ഈ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരെ നിങ്ങളെക്കുറിച്ച് തന്നെ പറഞ്ഞ. പക്ഷെ എന്തോ ദൈവകൃപയാൽ എൻ്റെ വിവരമില്ലാത്ത ഈ പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കുന്നില്ല. കേട്ടായിരുന്നെങ്കിൽ ഞാൻ എതിർ ക്രിസ്തുവിൻ്റെ ഒരാളായിട്ട് വളരെ പെട്ടെന്ന് മാറിയേനെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നറിയോ? ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ, നമ്മുടെ ബലഹീനതയ്ക്ക് അവൻ തുണ നിന്നുകൊണ്ട് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വേണ്ട പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലാത്തത് കൊണ്ട് വേണ്ടതുപോലെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പകരം പ്രാർത്ഥിക്കുന്നു. അതിങ്ങനെയാണ്. ഞാനിപ്പോൾ ദൈവത്തിന് മുമ്പിൽ ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്, പ്രാർത്ഥന ലിസ്റ്റ്. നിങ്ങളൊരു 10 പ്രാർത്ഥന ലിസ്റ്റ്. ഇപ്പം കർത്താവ് നിങ്ങളോട് പറയാണ്, നിങ്ങൾ ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ തരുന്നു 10 കാര്യങ്ങൾ, എഴുതിക്കോ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തെഴുതും? ആ 10 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് വേറെ 10 കാര്യങ്ങളുടെ ഒരു ലിസ്റ്റും ഇതേ സമയത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ മനസ്സ് മുഴുവൻ ആർക്ക് കാണാം? ഈ അകത്ത് ആത്മാവിൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ കാണാം. അപ്പം മനസ്സ് മുഴുവൻ പരിശോധിച്ചിട്ട് നമുക്ക് വേണ്ടതിൻ്റെ വേണ്ടാത്തതിൻ്റെ ഒരു ലിസ്റ്റ് ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ പിതാവിൻ്റെ അടുക്കിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ ലിസ്റ്റ് കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ എനിക്ക് വേണ്ടി അവനുണ്ടാക്കിയ ലിസ്റ്റും കൊടുക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ലിസ്റ്റ് ഉണ്ട്. ഒന്ന് വിവരമില്ലാത്ത ഞാൻ പ്രാർത്ഥിച്ചതും, മറ്റൊന്ന് എന്നെ ശരിക്ക് ഡയഗ്നോസിസ് ചെയ്ത ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിച്ച 2 ലിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അതിനെ താഴെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ 2 പ്രാർത്ഥന ലിസ്റ്റ്. വിശുദ്ധരല്ലാത്ത തിരഞ്ഞെടുക്കപ്പെടാത്തവർക്ക് ഒരൊറ്റ ലിസ്റ്റ് ഉള്ളത് അവർ കൊടുക്കുന്ന ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. കാരണം അവരുടെ ഉള്ളിൽ ആത്മാവില്ല. അവർ ഈ 2ാമത്തെ ലിസ്റ്റ് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പം അവിടെ താഴെ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി. അപ്പോൾ എല്ലാവർക്കും വേണ്ടി അല്ല, വിശുദ്ധന്മാർക്ക് വേണ്ടി. ദൈവഹിതപ്രകാരം, നമ്മൾ പ്രാർത്ഥിച്ചേക്കുന്ന ആരുടെ ഹിതപ്രകാരമാണ്? നമ്മുടെ ഹിതപ്രകാരം. അപ്പോൾ ഫസ്റ്റ് ലിസ്റ്റ് നമ്മുടെ ഹിതപ്രകാരവും സെക്കൻഡ് ലിസ്റ്റ് ദൈവഹിതപ്രകാരവുമാണ്. അത് നമ്മൾക്ക് ഉച്ചരിച്ചു കൂടാത്ത പല കാര്യങ്ങളും ഈ ദൈവഹിതപ്രകാരമുള്ള ലിസ്റ്റിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ 2 ലിസ്റ്റുകളും കൂടെ പിതാവിൻ്റെ അടുത്തോട്ട് ചെന്നു. പിതാവ് ഏതായിരിക്കും കേൾക്കുന്നത്? ഏതായിരിക്കും അംഗീകരിക്കുന്നത്? അതാ ദൈവത്തിൻ്റെ. അപ്പം നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തതിൻ്റെ കാര്യം എന്താ? ദൈവത്തിൻ്റെ ആത്മാവ് വേറൊരു പ്രാർത്ഥിച്ച് വെച്ചിരിക്കുക. അത് ദൈവഹിതമാണ്. അത് നമ്മളെ യേശുവിനെ പോലെ ആക്കാൻ വേണ്ടിയാ. ഇത് നമ്മൾ 66-നെ പോലെ ആകാൻ വേണ്ടിയാ. ദൈവം ഒരിക്കലും അത് അനുവദിക്കാൻ പോകുന്നില്ല. ദൈവം നമ്മളെ യേശുവിനെ പോലെ ആക്കാൻ വേണ്ടിയാ യേശുവിനെ നമുക്ക് തന്നത്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഞാനൊരു എക്സാമ്പിളോടെ പറയാം. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവ് എനിക്കൊരു വീട് തരണമേ. ന്യായമാണല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ അങ്ങനെ അല്ല എഴുതിയേക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ലിസ്റ്റിൽ ഇങ്ങനെയാണ്: ചേസിനെയും കുടുംബത്തെയും നമ്മൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി തിരഞ്ഞെടുത്താണ്. അവനൊരു വീട് പണിത് ഒരു സ്ഥലത്ത് കുറ്റിയടിക്കാനുള്ള പരിപാടിയാണ്. അവനിത് കൊടുക്കരുതെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതെങ്കിൽ ഞാൻ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഉപവാസിരുന്നാൽ അത് കിട്ടാൻ പോകുന്നില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അപ്പം നമ്മുടെ ജീവിതത്തിലെല്ലാം നന്മയായിട്ട് നടക്കാനുള്ള കാരണം എൻ്റെ ലിസ്റ്റ് ദൈവം കൈക്കൊള്ളുന്നില്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നടപ്പാക്കുന്നുണ്ടാണ്. അപ്പം എൻ്റെ ഹിതം എന്നോട് എന്തിനാ പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്കുന്നത്? പിന്നെ ആത്മാവ് പ്രാർത്ഥിച്ചോളൂല്ലേ? നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പഠിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ നമ്മൾ തിരിച്ചറിയുന്ന പ്രാർത്ഥിച്ച് നടക്കാതെ നടന്നും പ്രാർത്ഥിക്കും. ഇപ്പം മനസ്സിലാവും ഇതല്ല പ്രാർത്ഥിക്കേണ്ടതെന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അതേ ചിന്തകൾ നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മളോടും പ്രാർത്ഥിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. പഠിച്ച് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെ ചേരും. അപ്പം നമ്മൾ ആത്മാവിൽ എന്താ വേണ്ടതെന്ന് വിവേചിക്കാൻ തുടങ്ങും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ആത്മാവിലുള്ളത് എന്താ, പ്രാണനിലുള്ളത് എന്തെന്ന് വിവേചിക്കുന്നതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. അത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴായാലും പ്രസംഗം കേൾക്കാനിരിക്കുമ്പോഴായാലും ഇതെൻ്റെ ആത്മാവിന് വേണ്ടിയുള്ളതാണോ പ്രാണന് വേണ്ടിയുള്ളതാണോ എന്ന് വിവേചിക്കാൻ പറ്റുന്നതാണ് ശരിക്കും ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ഫൈനൽ ഫൗണ്ടേഷൻ, ഫൈനൽ ഫ്രണ്ടിയർ. അപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കുക, എന്താ ഈ മുടി കൊഴിയുന്നേ? നമ്മൾ പറയും അത് വെള്ളം മാറി കുളിച്ചുകൊണ്ടായിരിക്കും ബ്രദറെ. അതെ, ആ ഓയിൽ ശരിയല്ല, ഒന്നുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഞരക്കങ്ങളാണ്. കാരണം നമ്മുടെ തലമുടിനാര് പോലും താഴെ വീഴുന്നത് ഒരു പർപ്പസോട് കൂടിയാണ്, ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അത് ദൈവഹിതപ്രകാരമുള്ള ഒരു ഉദ്ദേശമാണ്.
അത് യേശുവിൻ്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപരാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. എത്രയൊക്കെ സന്തോഷമുണ്ട്. ഇനി 28-ാം വാക്യം വായിച്ചു. നമ്മൾ 26 വായിച്ചു, 27 വായിച്ചു. 27 വായിച്ചത് നിങ്ങൾ കണ്ടില്ല, പക്ഷെ ഞാൻ വായിച്ചു, അല്ലെ? ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. 28-ാം വാക്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ചെയ്യരുത്. എൻ്റെ ബൈബിളിൽ ഞാൻ ഒരു ലൈൻ പോലും അണ്ടർലൈൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ വിചാരിക്കും ഇതാണ് ഇമ്പോർട്ടൻറ്റ്, അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതൊന്നും വലിയ കാര്യമല്ലെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഒന്നും അണ്ടർലൈൻ, എല്ലാം അണ്ടർലൈൻ ചെയ്തായിട്ട് അങ്ങ് സങ്കല്പിച്ചേക്കുക. കാരണം ഞാൻ പലപ്പോഴും ഇതിന് മുമ്പും പിൻപും വായിക്കാത്തതുകൊണ്ട് പല മിസ്റ്റേക്സും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ മുൻപും പിൻപും ചേർത്ത് നമ്മൾ 26 തൊട്ട് വന്നേക്കുക. 28 മാത്രമായിട്ട് അണ്ടർലൈൻ ചെയ്യരുത്. അങ്ങനെയാണ് 26 തൊട്ട് 30, 32, 38 വരെ അണ്ടർലൈൻ ചെയ്യേണ്ടി വരും. കാരണം എല്ലാം ഇത് ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. എല്ലാം നന്മയ്ക്കാം. 28-ാം വാക്യം നമ്മളെല്ലാവരും ആശ്വസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്യമാണ് 28-ാം വാക്യം. ഇപ്പം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പക്ഷപാതം അനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാം നന്മയ്ക്കാം. എന്ത് നന്മയ്ക്കാം? നമ്മൾ സാധാരണ പറയുന്ന നന്മ എന്ന് പറയുന്നത്, പാസ്റ്ററെ എനിക്കൊരു 20,000 രൂപയുടെ ഒരു ജോലി, സാലറി ഉണ്ടായിരുന്ന ജോലിയായിരുന്നു, പോയി പാസ്റ്റർ എല്ലാം നന്മയ്ക്കാ ബ്രദറെ, 40,000 രൂപയുള്ള ജോലി ദൈവം തരും. അപ്പം നന്മ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രദറെ ഒരു കല്യാണാലോചന വന്നത് നടന്നില്ല, നല്ല ആലോചനയായിരുന്നു, സാരമില്ല ബ്രദർ, എല്ലാം നന്മയ്ക്കാ. ഇതിലും വലുതൊന്ന് ദൈവം കരുതിയിട്ടുണ്ട്. നിങ്ങളെ ദൈവം മാനിക്കും. കല്യാണത്തിലൂടെ മാനിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്ങനെയാന്ന്? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന നേരത്തെ ഞാനൊരു മിഷണറിനാണ് കല്യാണം കഴിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാരെ കിട്ടുന്നു, ടീച്ചർമാരെ കിട്ടുന്നു. അപ്പം മിഷണറി ആരെ കെട്ടണം? നേഴ്സിനെയാണ്. മിഷണറി തന്നെ കെട്ടണം. അതല്ലേ എൻ്റെ മര്യാദ. അപ്പം ഞാനൊരു മിഷണറിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ പല മിഷണറി ഫ്രണ്ട്സും എൽഡേഴ്സ്, കാരണവന്മാർക്കായി കുഴപ്പം കൂടുതൽ. കാരണവന്മാർ വന്നിട്ട് പറഞ്ഞു, ചെയ്സേ എടാ മണ്ടത്തരം കാണിക്കല്ലേ, നിന്നെ ദൈവം മാനിക്കും. ഞാൻ ചോദിച്ചു എങ്ങനെ മാനിക്കും? പുള്ളി ഉടനെ ഫയൽ തുറന്നിട്ട് അതിനകത്ത് കുറേ പെൺപിള്ളേരുടെ ഫോട്ടോ, അത് റെഡിയാണ്, എടുത്ത് കാണിച്ചു. ഇത് അമേരിക്കൻ സിറ്റിസണാണ്, പരിചയപ്പെടുത്തുക. അപ്പം ഞാൻ ചോദിച്ചു, ഈ അമേരിക്കൻ സിറ്റിസനെ കെട്ടുവാണെങ്കിൽ ഞാൻ മാനിക്കപ്പെടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ തീർച്ചയായിട്ടും അത് വലിയ കാര്യമല്ലേ, അമേരിക്ക പോയി ജീവിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദരിദ്രവാസിയായ ഇന്ത്യക്കാരന് അമേരിക്കക്കാരി ആയ ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ ദൈവം മാനിച്ചു, ശരിയാ. പക്ഷേ ആ പാവം അമേരിക്കക്കാരിക്ക് എന്നെപ്പോലെ ഒരു ദരിദ്രവാസിയെ കൊടുത്ത് ദൈവം അവരെ അപമാനിക്കുകയല്ലേ ചെയ്തത്? അത് മാത്രമല്ല കുഴപ്പം, ഇനി അവളെ കല്യാണം കഴിച്ച ജീവിതകാലം മുഴുവൻ ഞാൻ ദൈവം എന്നെപ്പോലൊരുത്തിനെ കൊടുത്ത് അപമാനിച്ച ഒരാളുടെ കൂടെ ജീവിക്കണം. അപ്പോൾ അവൾ ദൈവാനുഗ്രഹം പ്രാപിച്ച ആളാണോ, ദൈവത്തിൽ നിന്ന് അപമാനിക്കപ്പെട്ട ആളാണോ? പുള്ളി പറഞ്ഞു നിന്നോടൊക്കെ സംസാരിക്കാൻ പോകുന്നതിന് പകരം. പ്രിയ സഹോദരങ്ങൾ, ഇത് വെറും തട്ടിപ്പാ. നിങ്ങളെ ഒരു കല്യാണത്തിലൂടെ ശ്രേഷ്ഠമായ പണമുള്ള ഒരാളെ കൊണ്ട് കെട്ടിക്കുമ്പോൾ നിങ്ങൾ മാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ പണമില്ലാത്ത നിന്നെ കെട്ടി ആ ആൾ അപമാനിക്കപ്പെടുവാന്നും കൂടെ ആലോചിച്ചു. അതേ ബൈ ദാറ്റ് സെയിം ലോജിക് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മളൊരാളെ മാനിക്കുമ്പോഴാണ് മാനിക്കപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരാളാണ് മാനിക്കപ്പെടുന്ന ആളെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുന്നതിലൂടെ ഞാൻ ഒരാളെ മാനിക്കണം. ഇതെല്ലാം പ്രാണന്റെ തലത്തിൽ നന്മ എന്ന് പറയുന്ന സാധനം നശിച്ചു പോകുന്ന എന്തോ ആണെന്ന് നമ്മൾ ചിന്തിച്ച് ആ രീതിയിൽ പഠിപ്പിച്ച് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഞരക്കത്തോടെ നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന ആ നന്മ എന്താണെന്ന് യാതൊരു പിടിയും നമുക്കില്ല. ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഞരക്കം ദൈവം കേൾക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണ്. എല്ലാം നന്മയ്ക്കാണ്. എന്താ നന്മയെന്നറിയോ? അടുത്ത വാക്യം. എന്താ നന്മ? എന്ത് നന്മയ്ക്കാ? ദൈവഹിതപ്രകാരമുള്ള പക്ഷപാതം, നമ്മുടെ ഹിതപ്രകാരമുള്ള പക്ഷപാതം. ദൈവഹിതപ്രകാരമുള്ള പക്ഷപാതം എന്ത് നന്മയുണ്ടാക്കുന്നു? 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാർക്ക് ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. എന്താ നന്മ? ആരുടെ സ്വരൂപത്തോട് അനുരൂപരാകും നമ്മൾ? അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഞരങ്ങി പക്ഷപാതം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ സ്വരൂപത്തോട്
നമ്മളെ അനുരൂപരാകാൻ വേണ്ടിയാണ്. യേശുവിനെ പോലെ നമ്മൾ സ്വരൂപമുള്ളവരായി മാറാൻ വേണ്ടി. അവിടെ പ്രധാനപ്പെട്ടൊരു വാക്കുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. തൻ്റെ പുത്രൻ അനേക സഹോദരങ്ങൾക്ക് ആദ്യജാതൻ ആകേണ്ടതിന്. അപ്പോൾ ഇപ്പോൾ ആദ്യജാതനല്ല, ആദ്യജാതനായി അവൻ സർവ്വ സൃഷ്ടിക്ക് മുൻപേ നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ ആദ്യജാതനാകും, നിയമിക്കപ്പെട്ടതാ, അതുകൊണ്ടാകും. പക്ഷെ ഇപ്പം ആദ്യജാതനല്ല, ഇപ്പം ഏകജാതനാ. ഏകജാതൻ എങ്ങനാ ആദ്യജാതനാകുന്നത്? നിങ്ങളുടെ വീട്ടിലൊരു ഏകജാതൻ ഉണ്ടായിരുന്നു, അതെപ്പോഴാണ് ആദ്യജാതനായത്? രണ്ടാമത് കൊച്ചുണ്ടായപ്പം. രണ്ടാമതൊരു കൊച്ചുണ്ടായ പിന്നെ ഏകജാതനില്ല, പിന്നെ ആരും ഉള്ളൂ? ആദ്യജാതനും രണ്ടാം ജാതനും ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ യേശു എങ്ങനാ ആദ്യജാതനാകുന്നേ? നമ്മളെല്ലാം കൂടെ സ്വർഗത്തിലോട്ട് ചെല്ലുമ്പോഴാണ് ഈ ഏകജാതനായ യേശു ആദിജാതനാകുന്നത്. നമ്മളെല്ലാം കൂടെ സ്വർഗത്തിൽ പോകുമ്പോൾ ആരെപ്പോലെ ഇരിക്കുമ്പോഴാണ് യേശു ചേട്ടനാന്ന് പറയേണ്ടതെന്ന് വരുന്നറിയോ? യേശുവിനെ പോലെ നമ്മൾ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലോട്ട് ദത്തുമക്കളായ നമ്മൾ യേശുവിൻ്റെ അതേ സ്വരൂപവുമായി അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന അത്രയും തേജസ്സുമായിട്ട് നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ യേശുവിനെ പോലെ ഇരിക്കുന്ന കുറേ ദത്തുമക്കളെ ദൈവത്തിന് നിത്യതയിൽ വേണം. അതാ നന്മ. നമ്മളെല്ലാം യേശുവിനെ പോലെ ആയി രൂപാന്തരപ്പെടുമെന്നുള്ള നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ ലോകത്ത് നശിച്ചു പോകുന്നൊരു മഹത്വത്തിന് വേണ്ടിയല്ല, അല്ലെ, നിത്യമായി നിലനിൽക്കുന്ന ദൈവീക തേജസ്സിനുള്ള പ്രത്യാശയിലേക്കാണ് ആത്മാവ് നമ്മളെ നടത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അവൻ്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാക്കാൻ വേണ്ടിയുള്ളൊരു പക്ഷപാതം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈ ലോകത്തിൻ്റെ സ്വരൂപത്തോട് മഹത്വത്തോടും അനുരൂപരാകാനുള്ള ഒരു മാനസാന്തരം. ഇത് തീർന്നിട്ടില്ല, പറഞ്ഞ് 1 മണിയായി. നമ്മൾ വളരെ ഷാർപ്പായിട്ട് അവസാനിപ്പിക്കും. മേ ബി 1 or 2 minutes മാത്രം. ഞാനൊരു ദിവസം ഛത്തീസ്ഗഡിലുള്ള അംബികാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയി. ഈ ദൈവങ്ങൾ ആരാന്ന് കൺഫ്യൂസ്ഡ് ആയി പോകുന്നതിൻ്റെ കാര്യമാണ്. ആരുടെ സ്വരൂപത്തോട്, അതാണ് പ്രശ്നം. അപ്പം ഞങ്ങൾ മിഷണറിമാർ കുറേ പേര് ഇരിക്കുന്നു. അപ്പോൾ പ്രസംഗിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. നമ്മളെല്ലാം രാജാവിൻ്റെ മക്കളാണ്, രാജാവിൻ്റെ മക്കൾ ജീവിക്കുന്നവർ ജീവിക്കണം, നമ്മുടെ ഡ്രസ്സായിരിക്കണം ഏറ്റവും നല്ലത്, നമ്മുടെ മൊബൈൽ ഫോൺ ആയിരിക്കണം ഏറ്റവും നല്ലത്, നമ്മുടെ വീടായിരിക്കണം ഏറ്റവും നല്ലത്, കാരണം നമ്മൾ രാജാവിൻ്റെ മക്കളാണ്, വിശ്വസിച്ചാൽ ഇതെല്ലാം കിട്ടും. പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, പുള്ളി ഭയങ്കര പ്രസംഗം. അപ്പോൾ ഞാൻ സ്റ്റേജിൽ നിന്ന് ഞാനിങ്ങനെ കൈപൊക്കി. ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്റ്റേജ് ഇത്രയും പേരില്ല, ഏകദേശം എന്നാലും ഒരു 70% ആൾക്കാരുണ്ട്. ഞാൻ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് കൈപൊക്കി. എന്താ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു സംശയമുണ്ട്, അതല്ലാതെ ബാക്കി കേൾക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞു. പുള്ളി എന്താ സംശയം? ഞാൻ പറഞ്ഞു രാജാവിൻ്റെ മകനെ പോലെ ജീവിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായി, പക്ഷേ ഏത് രാജാവെന്ന് മനസ്സിലായില്ല. അത് ക്രൂശിൽ നഗ്നനായി ഒന്നുമില്ലാതെ മരിച്ച യേശു എന്ന രാജാവാണോ, അതൊന്ന് എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം തരാമെന്ന് പറഞ്ഞ് ഈ ലോകത്തിൻ്റെ രാജാവിനെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, ഒന്ന് ക്ലാരിഫൈ ആവുമെന്ന് ചോദിച്ചു. ഇതൊരു ഭയങ്കര ബഹളമായി കമ്മ്യൂണിറ്റിക്കകത്ത്. ഉടനെ സംഘാടകരെല്ലാം ഓടി വന്നിട്ട് പറഞ്ഞു പ്ലീസ് പ്രസംഗം ഒന്ന് തീർന്നിട്ട് നമുക്ക് സംസാരിക്കും, ഇപ്പോൾ ഒന്നും മിണ്ടല്ല. ഞാൻ പറഞ്ഞില്ല, ഒന്നും മിണ്ടത്തില്ലെന്ന് പറഞ്ഞു. അവിടെ ഇങ്ങനെ ഇരുന്നു. പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു നിങ്ങളുടെ പ്രസംഗം ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു അതെവിടെയാണ്, നിങ്ങൾ ബാംഗ്ലൂർ വന്നിട്ടുണ്ടോ കേൾക്കാൻ? ഞാൻ പറഞ്ഞു ബാംഗ്ലൂരൊന്നും വന്നിട്ടില്ല, ഇതൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനോട് പിശാച് പറഞ്ഞു അതേ വാക്യം നിങ്ങൾ ഇന്ന് മിഷണറിമാരോട് പറഞ്ഞത്, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് തരാം. ദൈവം സഹായിച്ച് അന്ന് തന്നെ എനിക്കൊരു തത്കാൽ ടിക്കറ്റ് റെഡിയായി കിടപ്പുണ്ടായിരുന്നു. ഞാനിങ്ങ് പോന്നു. കാരണം ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യേശുവിൻ്റെ മുഖത്ത് തുപ്പി മത്സരിച്ചോ, ഐ ആം നോട്ട് ദെയർ ആസ് എ പാർട്ടി. കാരണം ഞാൻ തിരഞ്ഞെടുക്കുന്ന ക്രിസ്തു ഈ ലോകത്തിൻ്റെ നശിച്ചു പോകുന്ന മഹത്വത്തിൻ്റെ ആളല്ല. ഇതെല്ലാം നശിച്ചു പോകുമെന്ന് മുദ്രയിട്ടിരിക്കുന്ന സാധനത്തിന് വേണ്ടി ഓടി നടക്കാനല്ല ആത്മാവ് നമുക്കൊരു ജീവൻ തരുന്നത്. അത് നിത്യപ്രത്യാശയുടെ തേജസ്സിൻ്റെ ഘനത്തിലേക്ക് നമ്മളെ നടത്തുന്ന ആ ഒരു ആത്മാവിൻ്റെ നടത്തിപ്പിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. അപ്പം നിങ്ങൾ ചോദിക്കും സ്വർഗത്തിലെ മാത്രം മതിയോ ബ്രദറെ, ഭൂമിയിലെ വേണ്ടേ? ഈ ഭൂമിയിലെ വേണ്ടേ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിനർത്ഥം നിങ്ങൾ അപ്പനാരാന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ മകൻ എന്നോട് പറയാണ് അപ്പ എനിക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റ് തരണം രാവിലെ. ഞാൻ പറഞ്ഞു തരാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ പപ്പ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് തരാം. അവിടെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ പപ്പ നാളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം തരാം മോനെ. ഒരു ദിവസം 25 പ്രാവശ്യം അവനോട് പപ്പ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പം അവൻ എന്നിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണോ അതോ ഇല്ലാത്തതുകൊണ്ടാണോ? മനസ്സിലായില്ലേ ഇപ്പം ഞാൻ പറഞ്ഞു വന്നെന്താ? ഈ ലോകത്തിലെ ആഹാരത്തെക്കുറിച്ച് നിങ്ങൾ പിന്നെയും പിന്നെയും ദൈവത്തോട് ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന സാധനങ്ങൾ പിന്നെയും പിന്നെയും ചോദിക്കുമ്പോൾ അർത്ഥം എന്താ? വലിയ വിശ്വാസം ഇല്ല, ദൈവം എങ്ങാനും തരാതെ പോയാലോ എന്നുള്ള ടെൻഷൻ കാരണം ഈ പിടിച്ചു വെച്ച് പ്രാർത്ഥനകൾ ഉണ്ടാകുന്നത് തന്നെ.
നിങ്ങൾ പിടിച്ചു വെച്ച് തന്നെ പ്രാർത്ഥിക്കണം, പക്ഷെ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി ആകരുത്. അത് ദൈവം നിങ്ങൾക്ക് തന്നോളും. അത് ദൈവം തരാൻ വാക്കുണ്ട്. നിങ്ങൾ ദൈവരാജ്യമാണ് അന്വേഷിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം ദൈവം രാജാവായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക്, യേശുവിൻ്റെ ജീവനിലേക്ക് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ബാക്കി കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്നോളും. ആ വിശ്വാസം ഉണ്ടെങ്കിലേ ഈ വിശ്വാസത്തിലോട്ട് പോകാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തുന്നത് ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു മോഡലിലേക്കല്ല. ഇന്നത്തെ സാക്ഷ്യങ്ങളും ഈ ടി വികളിലൂടെ വരുന്ന പ്രസംഗങ്ങളെല്ലാം വമിക്കുന്ന ദുർഗന്ധം, ഈ ലോകത്തിൻ്റെ നാശം പിടിച്ച വളിച്ച ആ ഗന്ധമാണ് ഇന്ന് നമ്മുടെ എല്ലാം മൂക്കിലുള്ളത്. അതങ്ങ് എൻജോയ് ചെയ്ത് നമ്മൾ നടക്കുക. ബ്രദറെ ഉയർത്തി, ബ്രദറെ നമ്മളെന്ന് പറഞ്ഞ്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഈ ചർച്ചിൽ ആരാധിക്കാൻ നേരത്തെ ആളുകൾ പറയുന്നേക്കാം, ഓ ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം, ഞങ്ങളെ ഇത്രയും ആക്കിയത് ദൈവത്തിൻ്റെ കൃപയാണ്. എത്രയും ആക്കിയത്. ഇന്നലെ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് ആരാധിച്ച ആൾ ഇന്ന് ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിരിക്കുന്നതാണോ ഈ ആക്കിയത്? അത് നിങ്ങളെ ആരോ ആക്കുന്നതാണ്. അതല്ല ദൈവം നമ്മൾ ഉയർത്തിയത്. നരകത്തിലെ നശിച്ചു പോകേണ്ട നമ്മളെ യേശുവിൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത് അവൻ്റെ ജീവനെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന, അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന എത്ര സഭകളുണ്ട്. ഞായറാഴ്ച ദിവസം ഞങ്ങൾ അനുഭവിച്ച ജീവനായി സ്തോത്രം, യേശുവിന്റെ രക്തം ഞങ്ങളെ വീണ്ടെടുത്തതിനായി സ്തോത്രം എന്ന് പറയുന്ന എത്ര സഭകളുണ്ട്. ഇതെപ്പോഴും വരണം ഈ ആരാധന നമ്മുടെ ഹൃദയത്തിൽ നിന്ന്. എന്നെ വീണ്ടെടുത്തവനാണ് എല്ലാ യോഗ്യതയും, എനിക്ക് യോഗ്യതകളൊന്നുമില്ല, യേശുവിന്റെ യോഗ്യതയാണ്. അവനെ പോലെ ആകാനുള്ളൊരു കൊതി എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അവൻ യോഗ്യനായത് കൊണ്ടാണ് അവനെ പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൻ യോഗ്യനാണെന്ന് നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട് സമ്മതിക്കുമ്പം ആ യോഗ്യനായവനെ പോലെ ആകാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവും. ആരാധന കറക്റ്റായാൽ ജീവിതത്തിലെ ലക്ഷ്യവും കറക്റ്റാവും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം പിരിയാം. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എൻ്റെ ഒരൊറ്റ പ്രാർത്ഥന ഇത് അവസാനിപ്പിക്കുമ്പം, അവൻ്റെ പുത്രനെ പോലെ രൂപാന്തരപ്പെടാനുള്ള ഒരു ഞരക്കം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകട്ടെ. ജഡത്തിനുള്ളതല്ല, ആത്മാവിലുള്ളതിലേക്ക് ചിന്തിക്കുവാൻ. ഈ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ള വിഷയം അവസാനിച്ചിട്ടില്ല. അതിൻ്റെ ബാക്കി നമ്മൾ വൈകിട്ട് തുടരുന്നതായിരിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം.